ഹലോ നമസ്കാരം മക്കളെ. യെസ് ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മലയാളം പരീക്ഷ എത്താറായില്ലേ? എത്താറായില്ലേ? യെസ് ഉഷാറായിട്ടിരിക്കണം എല്ലാവരും. ഉഷാറായി അടിപൊളിയായിട്ടാണ് എല്ലാ മക്കളും ഇരിക്കണം അല്ലേ? അപ്പൊ നിതിൻ സാറോട് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മലയാളത്തിന്റെ ഓരോരോ ഭാഗങ്ങൾ പാഠഭാഗങ്ങളൊക്കെ പറഞ്ഞു തരണ നിങ്ങൾക്ക്? പാഠഭാഗങ്ങൾ പറഞ്ഞു തരണ? യെസ് ഓക്കെ. പാഠഭാഗങ്ങളൊക്കെ ചർച്ച ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ എന്നും കാണുന്ന പല പല ഭാഗങ്ങളുണ്ട് അല്ലേ? പ്രയോഗം മാറ്റല്, പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയാണ് വിപരീത പദങ്ങൾ, അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ? യെസ്. അപ്പൊ അതൊക്കെ നമ്മൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യും മക്കളെ. അപ്പോ നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കാം. അതിനു മുമ്പായിട്ട് എന്നത്തെയും പോലെ തന്നെ പ്രയറോട് കൂടിയിട്ട് നമുക്ക് ആരംഭിക്കാം കേട്ടോ. അപ്പൊ വളരെ സന്തോഷത്തോടു കൂടി വളരെ സ്നേഹത്തോടു കൂടി അല്ലേ ഇരിക്കണ എന്റെ കുഞ്ഞുമക്കളാ അല്ലേ? യെസ് ഓക്കെ. അപ്പൊ എന്റെ എല്ലാ കുഞ്ഞുമക്കളും വളരെ സന്തോഷത്തോടെയും വളരെ ഉഷാറായിട്ടാണ് ഇരിക്കുന്നത് അല്ലെ മലയാളം പഠിക്കാനായിട്ട്? യെസ് ഓക്കെ. അപ്പൊ നമ്മുടെ പേപ്പറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, മോഡലുകളൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടായിരിക്കും അല്ലെ? നമ്മുടെ മലയാളത്തിന്റെ ചോദ്യ പേപ്പറിന്റെ മോഡലുകളൊക്കെ എടുത്ത് നോക്കിയാ? ടാറ്റ കാണിച്ചു ഒന്ന്. എന്താണ് ഇടയ്ക്കൊന്നും കാണാത്ത കാരണമാണോ? ഒരു ഉഷാർ കുറവുണ്ടാ? അല്ല, എന്റെ ഭാഗത്തുണ്ട് തെറ്റ്. ഇങ്ങനെ വന്ന് ഇങ്ങനെ പോവാന്നല്ലേ? അതാണാ? അതെ, വല്ലപ്പോഴൊക്കെ ഇനി കേറി വരും അല്ലേ? അങ്ങനെയാണോ? ഓക്കെ. അപ്പോ നമ്മുടെ പേപ്പർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അതില് നമ്മുടെ സിലബസ് ആണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് അതിൽ പ്രധാനമായിട്ടും നമുക്ക് ഒരു പത്രവാർത്ത എഴുതാനുണ്ടായിരിക്കും അല്ലേ? പത്രവാർത്ത ഉണ്ടായിരിക്കും, ഒരു കത്ത് എഴുതാനുണ്ടായിരിക്കും, പിന്നെ അതുപോലെ തന്നെ ഉപന്യാസം ഉണ്ടായിരിക്കും. അതായിരിക്കും നമുക്ക് ടോപ്പ് ലെവൽ മാർക്കിലേക്കായിട്ട് 5 മാർക്കിന്റെ രീതിയിലേക്കൊക്കെ വരാം. പിന്നെ നമ്മൾ പഠിക്കുന്ന കടൽ തീരത്ത്, പിന്നെ പ്രിയദർശനം, അമ്മത്തൊട്ടില്, ലക്ഷ്മണ സ്വാന്തനം പോലുള്ള പാഠഭാഗങ്ങളിൽ നിന്നിട്ട് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടായിരിക്കും നമുക്ക് അവിടെ വരുന്നുണ്ടായിരിക്കുക. പിന്നെ അതിന് പുറമെ നമുക്ക് എന്തൊക്കെയും വരും? പ്രയോഗം മാറ്റലുണ്ടാവും അല്ലേ? വിപരീതാർത്ഥം എഴുതല്, നാനാർത്ഥം എഴുതല്, ഇത് ഓക്കെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് ഇങ്ങനെ MCQ പോലെ രീതിയിലേക്ക് അവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അല്ലേ മക്കളെ? അങ്ങനെയൊക്കെയല്ലേ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടേ? യെസ്, അങ്ങനെ തന്നെയാണ്. അപ്പൊ യുദ്ധത്തിന്റെ പരിണാമം ഉണ്ട്. അയ്യോ, അത് മറന്നു എന്നാണ് ചോദിക്കണം അല്ലെ? മറന്നിട്ടില്ല കേട്ടാ. യുദ്ധത്തിന്റെ പരിണാമം ഉണ്ട് കേട്ടോ. ഓക്കെ, യെസ് ഓക്കെ. അപ്പൊ അതൊക്കെ നമുക്കപ്പോ കാണണം, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ചർച്ച ചെയ്യണം അല്ലേ? യെസ്. അപ്പൊ അതൊക്കെ നമ്മൾ കാണും, നമ്മൾ ചർച്ച ചെയ്ത് അടിപൊളിയായിട്ട് പഠിച്ചിട്ടേ പോകും കേട്ടോ. അപ്പൊ കഴിഞ്ഞ മലയാളം ക്ലാസ്സിൽ നമ്മൾ പ്രയോഗം മാറ്റലിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓർക്കുന്നുണ്ട്? ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു നിങ്ങള്? യെസ്, ഉണ്ടായിരുന്നു അല്ലെ? നിഷേധവാക്യം, പിന്നെ അങ്കിവാക്യം, അംഗവാക്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് യുവർ നെയിം? എങ്ങനെയാണ്? അതാണോ? ഓക്കെ. നിധിൻ എന്നാണ് എന്റെ പേര് കേട്ടാ. ഓക്കെ, നിധിൻ ദാസ്. ഓക്കെ. അപ്പോ മക്കളെ, അപ്പോ പറഞ്ഞു വന്നിത്രേ ഉള്ളൂ. ലിയോദാസ് അല്ലേ? ഓക്കെ. അപ്പൊ പറഞ്ഞു വന്നിത്രേ ഉള്ളൂ. നമ്മുടെ ഓരോ പാഠഭാഗങ്ങളും നമ്മൾ ഇങ്ങനെ നോക്കും. അപ്പൊ ഇന്നും നാളെയായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് സെറ്റ് ചെയ്യാം. യെസ്, ലിയോദാസിന്റെ അനിയനാണ് ഞാൻ ട്ടാ. ഓക്കെ, അറിഞ്ഞില്ല എന്ന് വേണ്ട. ഓക്കെ. അപ്പോ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളൊരു പത്രവാർത്ത എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പത്രവാർത്ത എഴുതാനൊക്കെ അറിയാം മക്കളെ? യെസ്, അറിയാം. സാർ പറയണ്ടെന്നാണോ പറയണേ? എന്നാലും ഞാൻ പറയും. ഓക്കെ, നിങ്ങൾ പറയണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറയും. ഓക്കെ. അപ്പൊ നോക്കി, പത്രവാർത്ത എങ്ങനെയാണ് തയ്യാറാക്കാം? ആരോടെ നമുക്ക് ചോദിക്കാം സാറേ? നമുക്ക് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ചോദിച്ചു നോക്കാം. ആരാണ് പറഞ്ഞുതരാൻ പോണേ? വേഗം ഓടി വന്നിട്ട് പറഞ്ഞത്. സാറ് കുറെ മുട്ടായികൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തരാൻ വേണ്ടിട്ട് കേട്ടാ. ഓക്കെ. അപ്പൊ ആരാ പറഞ്ഞുതരാ? ഡോണ. യെസ്, ഗുഡ് ഈവനിങ് മോളെ. എന്തിട്ടാണ് എഴുതണേ? അടി കിട്ടുട്ടാ. എന്തിട്ടാ എഴുതണേ? പത്രവാർത്ത എഴുതണേ? യെസ്. അതാണ് സാറിന് എന്തായാലും കത്തിന്റെ ചോദിക്കൂലോ. അപ്പൊ അത് കാരണമാണ് നമുക്ക് ഓടി കയറിട്ട് എന്ത് പറഞ്ഞതേ? കത്ത് ഇങ്ങനെ എഴുതാം അല്ലേ? ഓക്കെ, കുഴപ്പമില്ലാട്ടാ. നമ്മൾ അടുത്തതിലും ഇത് തന്നെയാണ് നമ്മൾ എഴുതാൻ പോണത്. ഓക്കെ. അപ്പൊ പത്രവാർത്ത എഴുതുമ്പോൾ നമുക്ക് നല്ലൊരു തലവാചകം വേണമെന്ന് പറഞ്ഞു. സ്വന്തം ലേഖകൻ എന്ന് എഴുതണം എന്ന് പറഞ്ഞു. സ്ഥലം എഴുതണം എന്ന് പറഞ്ഞു അല്ലേ?
യെസ്, പിന്നെ നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് വിശദീകരിച്ചിട്ട് അവിടെ ഒരു വിശദീകരണം കൊടുക്കണം. അപ്പോ അത് തന്നെയാണ് ഒരു പത്രവാർത്ത. പത്രം വായിക്കാറുണ്ട്? അത് ചോദിക്കട്ടെ ആദ്യം തന്നെ. പത്രം വായിക്കാറുണ്ട്? ഹേ ഇല്ല ഇല്ല ഇല്ല, സ്വരത്തിൽ ഞാൻ പറയുന്നു സാറേ, ഞാൻ വായിക്കാറില്ല. അങ്ങനെയാണോ? കുറച്ചാൾക്കാർക്ക് വായിക്കുന്നവരുണ്ട്, കുറച്ചാൾക്കാർ പത്രം കണ്ടിട്ടുണ്ടോ ആണോ അല്ലെ? ഓക്കെ, ഇങ്ങനെ പോന്നൊക്കെ കാണിക്കരുത്. എന്നോട് പോരാണോ പറയണേ? അല്ല 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 അല്ല, ഞാൻ പോവില്ല കേട്ടാ. ഓക്കെ, എന്താണ്? ഓക്കെ, സ്പോർട്സ് പേജ് ഒക്കെ നോക്കാറുണ്ടെന്നല്ലേ? യെസ് യെസ്, അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ മതി. പത്രം കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ എങ്ങനെയാണെങ്കിലും നമുക്കൊരു പത്രവാർത്ത എഴുതാനായിട്ട് നമുക്ക് ചോദ്യം ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നല്ല പോലെ നമുക്ക് എഴുതാനായിട്ട് തയ്യാറാവണം. എത്ര മാർക്കായിരിക്കും പത്രവാർത്തക്ക്? 5 മാർക്കാണല്ലേ? 4 5 5 5 4 4 5 എന്നൊക്കെ പറയണേ. എന്തായാലും 4 ആണെങ്കിലും 5 ആണെങ്കിലും നമുക്ക് അത് മുഴുവൻ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഈ കീശയില് എത്തിക്കണം കേട്ടാ. ഏത് കീശയിലാണ്? ഈ കീശയില്. ഓക്കെ, നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ ഒരു പത്രവാർത്ത അടിപൊളിയായിട്ട് എങ്ങനെ എഴുതാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യെസ്, നോക്കാം. അപ്പൊ നോക്കാം, തലക്കെട്ട് അഥവാ ശീർഷകം വേണം. ഒരു നല്ലൊരു തലക്കെട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ശീർഷകം വേണം എന്നാണ് പറയുന്നത്. പിന്നെന്താണ്? കൃത്യമായ സ്ഥല സൂചന ഉണ്ടായിരിക്കണം. ഓക്കെ, കൃത്യമായിട്ടുള്ള സ്ഥല സൂചന ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? ആര്, എപ്പോൾ, എന്ത്, എവിടെ, എങ്ങനെ, എന്തുകൊണ്ട്. എന്തൊക്കെ പറഞ്ഞേ? ആര്, എപ്പോൾ, എന്ത്, എങ്ങനെ, എന്തുകൊണ്ട്, എവിടെയും കൂടി ഉണ്ടായിരുന്നു അല്ലേ? യെസ്. അപ്പോ എന്നീ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അതിലുണ്ടായിരിക്കണം. അത് വിചാരിച്ചിട്ട് നിങ്ങൾ എഴുതേണ്ടല്ലോ ആര്, ഇതൊന്നും അന്വേഷിച്ച് പോവാടിക്കോട്ടാ. എഴുതുമ്പോ അത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? വരും. ഓക്കെ, അപ്പൊ നോക്കാം. ആര്, എപ്പോൾ, എന്ത്, എവിടെ, എങ്ങനെ, എന്തുകൊണ്ട് എന്നീ ചോദ്യങ്ങളുടെ ഉത്തരവും അതിനുണ്ടായിരിക്കണം. ഒരു സംശയവും വായനക്കാർക്ക് ഉണ്ടാവാനായിട്ട് പാടില്ല. പ്രസക്തമായ കാര്യങ്ങൾ മാത്രമായിരിക്കണം ഉൾപ്പെടുത്തേണ്ടത്. ചുരുക്കിയുള്ള അവതരണമായിരിക്കണം. ഖണ്ഡിക തിരിച്ചുള്ള എന്താ ഖണ്ഡിക? യെസ്, പാരഗ്രാഫ് അല്ലെ? അതെങ്ങനെ പടല തിരിച്ചിട്ട് അല്ലേ? ഓക്കെ, അപ്പൊ പടല തിരിച്ചിട്ട് എഴുതാം. പാരഗ്രാഫ് തിരിച്ചിട്ട്, ഖണ്ഡിക തിരിച്ചിട്ടുള്ള കാര്യങ്ങളുടെ അവതരണമായിരിക്കണം. അത് എഴുതുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? പ്രാധാന്യം നോക്കണം. യെസ്, അപ്പൊ പ്രാധാന്യത്തിനനുസരിച്ചിട്ട് വെറുതെ ഇങ്ങനെ ചവറ് പോലെ കാര്യങ്ങൾ എഴുതി വെക്കുക, അല്ലെങ്കിൽ ചവറ് പോലെ കാര്യങ്ങൾ പറയല്ല. കൃത്യമായിട്ടുള്ള കാര്യങ്ങളെ മാത്രം അവിടെ എന്ത് ചെയ്താൽ മതി? അടയാളപ്പെടുത്തിയാൽ മതി അല്ലേ? യെസ്, അപ്പൊ നോക്കിയോന്ന്, തലക്കെട്ട് വേണം, തലക്കെട്ടിന്റെ അല്ലെങ്കിൽ ശീർഷകം. ഓക്കെ, കൃത്യമായ സ്ഥല സൂചന വേണം. സ്ഥലം എഴുതണ്ടേ? എവിടെ വെച്ച് നടക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ വെച്ചിട്ടാണ് നടക്കുന്നത്, തൃശ്ശൂർ എന്ന് കൊടുക്കും അല്ലെ? എറണാകുളത്താണെങ്കിൽ എറണാകുളം, കൊച്ചി. ഓക്കെ, അങ്ങനെ എവിടെയാണ്? ഇപ്പൊ തൃശ്ശൂർ അന്തിക്കാടല്ല, അന്തിക്കാട് എന്നൊക്കെ കൊടുക്കും അല്ലെ? പറയുന്നത് വേറെ ഒന്നും, എന്റെ നാടായ കാരണം പറയുന്നതാണ് കേട്ടാ. ഓക്കെ ഓക്കെ, അപ്പൊ അതെ, ഇങ്ങനെ നാട് ഇങ്ങനെ എടുക്കട്ടെ. സത്യനന്തിക്കാട് അല്ലെങ്കിൽ തന്നെ പൊക്കി വെച്ചിട്ടുണ്ട് സാറേ. ഓക്കെ, അതെ, ഞാനും കൂടി ഒന്നിങ്ങനെ കേട്ടണ്ടേ? യെസ്. ഓക്കെ, അപ്പൊ കൃത്യമായ സ്ഥല സൂചന വേണം. പിന്നെ ആര്, എപ്പോൾ, എന്ത്, എവിടെ, എങ്ങനെ, എന്തുകൊണ്ട് എന്നീ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വായിക്കുന്ന ആൾക്ക്, ആ പത്രം എടുത്ത് ആ വാർത്ത വായിക്കുന്ന ആൾക്ക് ഒരു തരത്തിലുള്ള സംശയവും ഉണ്ടാവാനായിട്ട് പാടില്ല. പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ എന്താണ്? ചുരുക്കിയുള്ള അവതരണമാണ്. ഖണ്ഡിക തിരിച്ചുള്ള കാര്യങ്ങളെ അവതരിപ്പിക്കണം. പിന്നെ അതുപോലെ തന്നെ പ്രാധാന്യം നോക്കിയിട്ടായിരിക്കണം അത് എഴുതേണ്ടത്. ഓക്കെ, മിനിമം എത്ര വേണം എന്നുള്ള കാര്യം ഞാൻ പറയാം കേട്ടാ. യെസ്, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഒരു പത്രവാർത്ത എഴുതുമ്പോൾ നമ്മൾ ഇതൊക്കെയും ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കോ? യെസ്, ശ്രദ്ധിക്കും. യെസ് യെസ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇതിലത്തെ ഓരോ ഘടകങ്ങളിലേക്ക് കടക്കാൻ പോവാണ് കേട്ടോ. അതിനു മുമ്പ് നമുക്ക് എന്താണ്, ഒരു പത്രവാർത്ത നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി പത്രവാർത്ത കണ്ടില്ല എന്നുള്ള പ്രശ്നം വേണ്ട കേട്ടാ. യെസ്, അസാബ് മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഹെഡിങ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഹെഡിങ് കൊടുത്തിട്ടില്ലേ? യെസ്, ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. സ്വന്തം ലേഖകൻ അടിയിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? യെസ്, സ്വന്തം ലേഖകൻ. പിന്നെ തിരുവനന്തപുരം. എവിടെ സ്ഥലം? തിരുവനന്തപുരം. പിന്നെ അവിടെ നിന്ന് കാര്യങ്ങൾ ഇങ്ങനെ അവതരിപ്പിച്ച് പാരഗ്രാഫ് 1, 2, 3 പാരഗ്രാഫിലാണ് അത് എഴുതിയിട്ടുള്ളത്. ഓക്കെ ഓക്കെ അല്ലേ? യെസ്, ഓക്കെ ആണ് കേട്ടോ. അപ്പോ നല്ലൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്വന്തം ലേഖകൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ സ്വന്തം ലേഖകൻ ആയിരിക്കില്ല, ചിലപ്പോൾ പ്രത്യേക ലേഖകൻ എന്നായിരിക്കും എഴുതുന്നുണ്ടായിരിക്കുക. അന്നൊരു സ്ഥല സൂചന നൽകിയിട്ടുണ്ട്.
ഒന്നാമത്തെ പാരഗ്രാഫ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, രണ്ടാമത്തെ പാരഗ്രാഫ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, മൂന്നാമത്തെ പാരഗ്രാഫ് എഴുതിയിട്ടുണ്ട്. യെസ്, അപ്പോ നമ്മൾ ചർച്ച ചെയ്ത പോലെ തന്നെയാണ് എന്ത് വന്നിട്ടുള്ളത്, ആ പത്രവാർത്ത വന്നിട്ടുള്ളത് അല്ലേ. യെസ്, അപ്പൊ ഇതേ നമ്മള് അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാം കേട്ടോ. അപ്പൊ പത്രവാർത്ത കാണാൻ വേണ്ടിട്ട് ഒന്ന് ഇട്ട് തന്നുള്ളൂ. യെസ്, അടുത്ത സ്ലൈഡ്. അപ്പൊ ദേ നമ്മൾ ചർച്ച ചെയ്ത ഏറ്റവും ആദ്യമായിട്ട് എന്ത് വേണം, തലവാചകം അഥവാ തലക്കെട്ട് അഥവാ ശീർഷകം. ശീർഷകം എങ്ങനെയായിരിക്കണം, ഒരു ശീർഷകം എങ്ങനെയായിരിക്കണം? ഒരു ശീർഷകം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തലക്കെട്ട് എന്ന് പറഞ്ഞിട്ട് 2 വരി എടുത്തിട്ട് എഴുതി വെക്കേണ്ട ആവശ്യമുണ്ടാ? 3 വരിയൊക്കെ എഴുതണ? വേണ്ട, ചെറുതായിരിക്കണം. അത് ആദ്യം പറയട്ടെ, അത് ഇതിൽ എഴുതിയിട്ടില്ല കേട്ടാ. ഓക്കെ, ചെറുതായിരിക്കണം. വലുതാക്കി ഇങ്ങനെ നീട്ടി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതാക്കിയിട്ട് സൂചിപ്പിച്ചാൽ മതി. ഓക്കെ, പിന്നെ അതിനപ്പുറത്തേക്ക് എന്താണ്, ആകർഷകമായിരിക്കണം. ആകർഷകമായിരിക്കണം, ആകാംക്ഷ ഉണർത്തണം. ആകർഷകമായിരിക്കണം എന്ന് പറയാൻ കാരണം എന്താണ്, അതിങ്ങനെ നോക്കാനായിട്ട് നമുക്ക് എന്ത് വേണം, ഒരു തോന്നണം അല്ലേ. യെസ്, അത് നോക്കാനായിട്ട് നമുക്ക് തോന്നണം. അപ്പൊ അതാണ് ആകർഷണമായിരിക്കണം എന്ന് പറയുന്നത്. ആ ആകർഷണം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് വരും, ആ വാർത്ത വായിക്കാനായിട്ട് തോന്നും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്, ആകാംക്ഷ ഉണർത്തണം. ആ ഹെഡിങ് അങ്ങോട്ട് വായിച്ച, ഹെഡിങ് ആ ഒരു തലക്കെട്ട് അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ എന്താണ് സംഭവം എന്നുള്ളൊരു എന്ത് വരണം, നമ്മുടെ ഉള്ളില് എന്ത് വേണം, ഒരു തോന്നൽ വരും, ഒരു ആകാംക്ഷ ഉണരണം. ഓക്കെ, അപ്പൊ അതുപോലെ ആയിരിക്കണം എന്ത്, ആ തലവാചകം. പിന്നെന്താണ്, വാർത്തയോട് നീതി പുലർത്തണം. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. മനസ്സിലായ? ഒരു സ്പോർട്സിനെ കുറിച്ചുള്ളത് അഞ്ചുണ്ടെങ്കിൽ കൃത്യമായിട്ട് വാർത്തയോട് നീതി പുലർത്തുന്നതായിരിക്കണം എന്ത്, ആ സ്പോർട്സുമായിട്ട് സംബന്ധിക്കുന്നതായിരിക്കണം അതിന്റെ എന്ത്, തലവാചകം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു തലവാചകം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ്? 1 ചെറുതായിരിക്കണം, 2 എന്താണ്, ആകർഷകമുള്ളതായിരിക്കണം, ആകാംക്ഷ. പിന്നെ അതുപോലെ തന്നെ എന്താണ്, വാർത്തയോട് നീതി പുലർത്തണം. യെസ്, ഓക്കെ. അപ്പോ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഒരു പത്രവാർത്ത എഴുതുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് അതിനൊരു തലക്കെട്ട് നൽകണം അല്ലേ, തലക്കെട്ട് അഥവാ ശീർഷകം കൊടുക്കണം. അപ്പൊ ആ ശീർഷകത്തിന് എന്തൊക്കെ പ്രത്യേകതകൾ, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചത്. ക്ലിയർ ആയ? യെസ്, അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ അടുത്തയിലേക്ക് നമുക്ക് കടക്കാം. അടുത്തതാണ്, തലവാചകത്തിന് താഴെ നൽകേണ്ട ഒന്നാണ് എന്ത്, സ്വന്തം ലേഖകൻ അല്ലെങ്കിൽ ഓർഡർ അവിടെ പ്രത്യേക ലേഖകൻ. ഒന്നുകിൽ സ്വന്തം ലേഖകൻ എന്നോ അല്ലെങ്കിൽ പ്രത്യേക ലേഖകൻ എന്നോ എവിടെ കൊടുക്കണം, നമ്മുടെ തലവാചകത്തിന്റെ താഴെ കൊടുക്കണം. ഓക്കെ അല്ലേ? ഇതിനെ കുറിച്ച് കൂടുതൽ പറയണ്ടല്ല, നമ്മൾ നേരത്തെ ഇത് കണ്ടപ്പോ, ന്യൂസ് കണ്ടപ്പോ നമ്മൾ കണ്ടു അല്ലേ, ആ പത്രവാർത്തയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ടാവും. യെസ്, അടുത്ത സ്ലൈഡ്. സ്ഥല സൂചന. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തൃശ്ശൂര്, അന്തിക്കാട്, മുമ്പ് പറഞ്ഞ പോലെ മനസ്സിലായി, കേട്ടില്ലേ? ഒന്നുകൂടി പറഞ്ഞ അന്തിക്കാട് കേട്ടാ. ഓക്കെ, അപ്പൊ അതുപോലെ എവിടെയാണ് സംഭവം നടക്കുന്നത്, ഇപ്പൊ കൊച്ചിയിൽ വെച്ചിട്ട് നടക്കുന്ന സംഭവമാണെങ്കിൽ അപ്പൊ കൊച്ചി എന്ന് പറഞ്ഞിട്ട് അവിടെ അടയാളപ്പെടുത്തണം. ഓക്കെ, അപ്പോ നമ്മൾ ആദ്യം തലവാചകം കൊടുത്തു, പിന്നെ നമ്മൾ എന്ത് കൊടുത്തു, സ്വന്തം ലേഖകൻ അഥവാ ഒന്ന് നിങ്ങൾ പറയിട്ടാ, കേട്ടാ, ഞാനിവിടെ എന്നിട്ട് ഇങ്ങനെ പറയുമ്പോ നിങ്ങളൊന്ന് പറഞ്ഞോളൂട്ടാ. ഓക്കെ. അപ്പോ തലവാചകം കൊടുത്തു, അടിയിൽ എന്ത് കൊടുത്തു, സ്വന്തം ലേഖകൻ അഥവാ പ്രത്യേക ലേഖകൻ എന്ന് കൊടുത്തു. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടാ, ഓർന്നിട്ട് എഴുതിരിക്കോട്ടാ. ഓക്കെ, അപ്പോ അതിനുശേഷം സ്ഥല സൂചന കൊടുക്കുമ്പോ ഇങ്ങനെ കൊടുക്കണം. എങ്ങനെ, എന്തെന്നെ വരലോന്ന് അറിയാന്നല്ലേ, അന്തിക്കാട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 2 കുത്തിട്ട് കൊടുക്കാം. മനസ്സിലായ? എന്നിട്ട് ഇവിടെ നിന്ന് വേണം എഴുതി തുടങ്ങാനായിട്ട് കേട്ടാ. യെസ്, സെറ്റ് അല്ലേ? മാള, അന്തിക്കാട് അല്ലെങ്കിൽ മാള. വന്നു, കുറെ നേരമായി പറയണു അല്ലേ. അതെ, ഞാൻ ആദ്യം വെച്ച് മാല എന്ന് ഞാൻ ആദ്യം കേൾക്കണം. ഓക്കെ, ഞാൻ വെച്ച് മാലയിട്ട് ഇത് ഇഷ്ടായില്ലേ എന്ന് വിചാരിച്ചു ഞാൻ. അത് കാരണം പിന്നെ അതിനെ കുറിച്ച് പറയാനിരുന്ന ഞാൻ. ഓക്കെ, അപ്പോ എന്താണ്, സ്ഥല സൂചന കൊടുക്കാനായിട്ട് പറഞ്ഞു, മനസ്സിലായില്ലേ? വാളായിരുന്നാലും കൂടാ, തൃപ്രയാറ്, നാട്ടിക, ഞാൻ വരുന്ന ബസ്സിന്റെ അതൊക്കെയാണ്. ഓക്കെ, അപ്പൊ നോക്കാം എവിടെയാണ് സംഭവം നടക്കുന്നത് കണ്ടു. സ്ഥല സൂചന നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കണം. ഓക്കെ അല്ലേ മക്കൾ, അവിടെ വരെ? യെസ്, ഓക്കെ. അടുത്തത് നോക്കാം. ആദ്യത്തെ ഖണ്ഡിക എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഖണ്ഡിക, പാരഗ്രാഫ്. ഓക്കെ, ആദ്യത്തെ ഖണ്ഡിക എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട ഭാഗമാണിത്. ഏത്?
ആദ്യം തന്നെ എഴുതേണ്ടത് പ്രധാനപ്പെട്ട ഭാഗമാണ്. ഓക്കെ അല്ലേ? അതായത് കൃത്യമായിട്ട് വാർത്തയെ കുറിച്ച് അടയാളപ്പെടുത്തണം. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട ഭാഗമാണിത്. വാർത്ത എന്താണെന്ന സൂചന നൽകുന്നതാകണം. അപ്പൊ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് വാർത്ത എന്ന്, അല്ലെങ്കിൽ എന്തിനെ പറ്റിയാണ് പറയുന്നത് എന്ന സൂചന എവിടെ കൊടുക്കണം? തുടക്കത്തിൽ തന്നെ കൊടുക്കണം. ഓക്കെ, ആദ്യത്തെ ഖണ്ഡികയിലെ കൊടുക്കണം. തലക്കെട്ടിന്റെ വിശദീകരണമാകണം ആദ്യ ഖണ്ഡികയിലെ ആദ്യ വാക്യം. എന്താണോ തലവാചകം കൊടുത്തത് അതിനെ വിശദീകരിച്ചിട്ട് വേണം തുടങ്ങാനായിട്ട്. നമ്മൾ കൊടുത്ത തലവാചകം ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് അതിനെ വിശദീകരിച്ചിട്ട് വേണം തുടങ്ങേണ്ടത്. ആര്, എന്ത്, എവിടെ, എപ്പോൾ. എന്തൊക്കെയാ? ആര്, എന്ത്, എവിടെ, എപ്പോൾ എന്നീ ചോദ്യങ്ങളുടെ ഉത്തരമായിരിക്കണം ആദ്യത്തെ ഖണ്ഡിക. ഓക്കെ, അപ്പോ ആദ്യത്തെ ഖണ്ഡികയിൽ ആര്, എന്ത്, എവിടെ, എപ്പോൾ. ആരാണ് അതിലത്തെ ആൾക്കാര്, എന്താണ് സംഭവം, എവിടെ വെച്ചാണ്, എപ്പോഴാണ്. ഓക്കെ, മനസ്സിലായ? യെസ്, അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരിക്കണം ആദ്യത്തെ ഖണ്ഡികയിൽ ഉണ്ടായിരിക്കേണ്ടത്. യെസ്, അപ്പോ ആദ്യത്തെ ഖണ്ഡിക എങ്ങനെയൊക്കെയാന്ന് നോക്കാം. പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരിക്കും. വാർത്ത എന്താണെന്ന സൂചന നൽകുന്നതായിരിക്കണം. ഒപ്പം തന്നെ തലക്കെട്ടിന്റെ വിശദീകരണമാകണം ആദ്യ ഖണ്ഡികയിലെ ആദ്യത്തെ വാക്യം. പിന്നെ നമ്മൾ എന്തൊക്കെയും കാണണം? ആര്, എന്ത്, എവിടെ, എപ്പോൾ എന്നീ ചോദ്യങ്ങളുടെ ഉത്തരമായിരിക്കണം ആദ്യത്തെ ഖണ്ഡിക. യെസ്, ഓക്കെ ആണോ ആദ്യത്തെ ഖണ്ഡിക? യെസ് യെസ്. അപ്പൊ എന്തൊക്കെ ഒന്നും കൂടി റിമൈൻഡ് ചെയ്ത് വന്നേ. തലക്കെട്ട് എഴുതി, സ്വന്തം ലേഖകൻ അഥവാ പ്രത്യേക ലേഖകൻ എഴുതി, പിന്നെന്തെഴുതി? സ്ഥല സൂചന കൊടുത്തു. യെസ്, നമ്മൾ അന്നേരം തുടങ്ങാണ് ആദ്യ ഖണ്ഡിക. ആദ്യ ഖണ്ഡിക എങ്ങനെയൊക്കെ എഴുതണ്ടേ എന്നുള്ള കാര്യം എഴുതി അല്ലെ? യെസ്, അപ്പോ അടുത്തതിലേക്ക് പോകാം. യെസ്, രണ്ടാമത്തെ ഖണ്ഡിക. യെസ്, രണ്ടാമത്തെ ഖണ്ഡിക. എങ്ങനെ, എന്തുകൊണ്ട്, എങ്ങനെ, എന്തുകൊണ്ട് എന്നീ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാകണം ഇത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് സംഭവം ഉണ്ടായത്, ഈ സംഭവം ഉണ്ടാകാൻ കാരണം എന്താണ്, ഓക്കെ, അതൊക്കെ ഉൾക്കൊള്ളുന്നതായിരിക്കണം. അതിന്റെ വിശദീകരണം കൊടുക്കണം. ഓക്കെ, രണ്ടാമത്തെ പാരഗ്രാഫില് ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ഉണ്ടായത്, എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്ന വിശദീകരണം നൽകുന്നതായിരിക്കണം രണ്ടാമത്തെ ഖണ്ഡിക. ക്ലിയർ? യെസ്, ക്ലിയർ. യെസ്, ഓക്കെ. അപ്പൊ മൂന്നാമത്തെ ഖണ്ഡിക. മൂന്നാമത്തെ ഖണ്ഡിക വാർത്തയിൽ സൂചിപ്പിക്കുന്ന ഏതെങ്കിലും വിശിഷ്ട വ്യക്തിയുടെ വാക്കുകൾ ഉദ്ധരിച്ച് ഈ ഖണ്ഡിക വിശദമാക്കാം. ഉദ്ധരിക്കുക. എന്തൊരു ഉദ്ധരിക്കുക? കോട്ടയില്ലേ നമ്മള്? കോട്ടയിൽ സംസാരിക്കില്ലേ? കോട്ടല്ല, ഇതല്ല. അതായത് ഞാൻ പറയുന്നത് എന്താ വെച്ചാലേ, കോട്ടയിൽ സംസാരിക്കുന്ന പറഞ്ഞത് നമ്മളിങ്ങനെ ഇവിടെ ഒരു വേർഡ് എഴുതിട്ട് പിന്നെ ഇങ്ങനെ ഇതിട്ടില്ലേ? മനസ്സിലായ? ഓക്കെ, ഉദ്ധരിക്ക. അതായത് ആ ഒരു സാർ ഡോറയിലെ എക്സ്പ്ലോർ ടൈപ്പ് സംസാരം അല്ലല്ലോ, ഇത് എന്റെ സ്വന്തം ടൈപ്പ് ആണ് കേട്ടോ. ഡോറയ്ക്ക് എപ്പോ വന്നതാണ്? അതിന് മുമ്പ് ഞാൻ അയ്യോ ഇല്ല, അത്ര വയസ്സൊന്നുമില്ല എനിക്ക്, അത് വേറെ കാര്യം. ഓക്കെ, വായെന്ന് വീഴും ചെയ്തു തേങ്ങ. ഓക്കെ, ഡോറയായിട്ട് തോന്നുന്നുണ്ടാ? ഡോറയായിട്ട് തോന്നുന്നുണ്ടാ? ഡോറയ്ക്കുള്ളതൊക്കെ ഞാനാ പറഞ്ഞു കൊടുത്തേ ഉണ്ടെന്നൊക്കെ ഇല്ലേ? തേങ്ങ പറയണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നോക്കണേ, വാർത്തകൾ സൂചിപ്പിക്കുന്ന, എനിക്ക് തോന്നുന്നതേ ആര്, എന്ത്, എപ്പോൾ എന്നൊക്കെ പറഞ്ഞതൊക്കെ ആവും അല്ലേ? എവിടെ, അവിടെ എന്തൊക്കെയാ കാണുന്നേ അല്ലേ? അങ്ങനെ അല്ലേ? മനസ്സിലായി. ഞാൻ അതെ അത് ആ ഒരു സത്യം ഞാനിപ്പോ പറയാം. ആ സൗണ്ടൊക്കെ കൊടുത്ത ഞാനാ. ഈ സൗണ്ട് മാത്രല്ല, വണങ്ങണു പിള്ളേര് സാറെ ക്ലാസ് എടുത്തത് അറിയെന്ന് പറഞ്ഞിട്ടില്ലേ? ഓക്കെ, അപ്പൊ തിരിച്ചു വരാണ് മൂന്നാമത്തെ ഖണ്ഡിക. വാർത്തയിൽ സൂചിപ്പിക്കുന്ന ഏതെങ്കിലും വിശിഷ്ട വ്യക്തിയുടെ വാക്കുകൾ ഉദ്ധരിച്ച് ഈ ഖണ്ഡിക വിശദമാക്കണം. ഓക്കെ, അപ്പോ ആ ആളുടെ ഏതെങ്കിലും ഇപ്പൊ പറഞ്ഞപ്പോ ആ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇപ്പോ നിതിൻ സാർ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ വിശിഷ്ട വ്യക്തിയാണല്ലോ. അപ്പൊ അത് കാരണം ഞാൻ സംസാരിച്ച എന്തെങ്കിലും വേർഡൊക്കെ എന്താണ് അങ്ങനെ കോട്ട് ചെയ്യാൻ പറ്റിയതൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം?
അതൊക്കെ ഇങ്ങനെ അതിൽ ചേർത്തിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതാനായിട്ട് കേട്ടാ. മനസ്സിലായ? ഓക്കെ. അപ്പോ മക്കളെ കാര്യങ്ങൾ പറയുമ്പോൾ അതൊക്കെ മനസ്സിലാക്കി എടുക്കാട്ടെ. ഞാൻ കുറേയൊക്കെ ഇങ്ങനെ വെറുതെ തമാശ രീതിയിൽ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോറിംഗ് ഇല്ലാതെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടാ. ഓക്കെ. യെസ്, അത് തന്നെയായിരിക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു. ആ ഒരു ലെവലിലേക്ക് പോകുന്നതായിരിക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു. അല്ലാണ്ട് ഇങ്ങനെ ക്ലാസ് മാത്രം ഇങ്ങനെ എടുത്ത് പോകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ? യെസ്. ഓക്കെ. അപ്പോ മൂന്നാമത്തെ ഖണ്ഡികയിൽ എന്ത് കൊടുക്കണം? വാർത്തയില് സൂചിപ്പിക്കുന്ന ഏതെങ്കിലും വിശിഷ്ട വ്യക്തികളുടെ വാക്കുകൾ ഉദ്ധരിച്ചിട്ട് വേണം ആ ഖണ്ഡിക വിശദമാക്കാം. ഓക്കെ. അപ്പൊ മൂന്നാമത്തെ നമുക്ക് നിർത്താം. ഇൻ കേസ് നമുക്ക് കുറച്ചുകൂടി പറയാനുണ്ടെന്ന് വിചാരിക്കാം. മൂന്നെണ്ണം നമ്മൾ എഴുതിയാൽ മതി. ഇൻ കേസ് ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാലാമത്തെ ഖണ്ഡിക നമുക്കൊന്ന് നോക്കാം. യെസ്, വായനക്കാർക്ക് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും നൽകാനുണ്ടെങ്കിൽ അത് നൽകുക. ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി കേട്ടാ. നിങ്ങളുടെ പറഞ്ഞു കഴിഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മൂന്നെണ്ണത്തിൽ നിങ്ങൾ ഒതുക്കിക്കോ, കുഴപ്പമില്ല. നാലാമത് നിങ്ങൾ കൊടുക്കാൻ എന്തെങ്കിലും കുറച്ചും കൂടി പറയാനുണ്ടെങ്കിൽ അത് നാലാമത്തെ ഖണ്ഡികയായിട്ട് അധികം ഇങ്ങനെ നീട്ടി വലിക്കാതെ കുറച്ച് ആക്കിയിട്ട് എഴുതാം കേട്ടാ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നോക്കാം, ഒന്നും കൂടി നമ്മൾ ഇങ്ങനെ തിരിച്ചു വരാണ്. നമ്മൾ ആദ്യമായിട്ട് എന്താ ചെയ്യാനായിട്ട് പോണേ? ഒരു പത്രവാർത്ത എഴുതാനായിട്ട് പോവാണ്. ആർക്കും ഇപ്പൊ പത്രവാർത്ത എഴുതാനായിട്ട് അറിയില്ല കേട്ടാ. ഓക്കെ. ആർക്കും അറിയില്ല. അറിയില്ല, നമ്മൾ പഠിക്കണല്ലോ. ഓക്കെ. അപ്പൊ ആർക്കും അറിയില്ല കേട്ടാ. അപ്പൊ എന്തിന്റെ പത്രം ചോദിച്ചിട്ടില്ലേ? എനിക്കറിയില്ല, വാർത്ത ഒന്നും കാണാത്ത ആൾക്കാരാണ് കേട്ടാ. ഓക്കെ. അപ്പൊ പത്രവാർത്ത എഴുതുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നിട്ടാണ്, നമുക്ക് നല്ലൊരു തലക്കെട്ട് വേണം. ആ തലക്കെട്ട് എങ്ങനെയായിരിക്കണം? ചെറുതായിരിക്കണം, അതുപോലെ തന്നെ ആകർഷണമുള്ളതായിരിക്കണം, ആകാംക്ഷ ഉണർത്തുന്നതായിരിക്കണം, വാർത്തയുടെ കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നതായിരിക്കണം, അല്ലെ? നീതി പുലർത്തുന്നതായിരിക്കണം, വാർത്തയോട് നീതി പുലർത്തുന്നതായിരിക്കണം. പിന്നീട് എന്ത് വേണം? അതിന് തൊട്ട് താഴെയായിട്ട് സ്വന്തം ലേഖകൻ, ഒന്നെങ്കിൽ അത് എഴുതാ, അല്ലെങ്കിൽ എന്തെഴുതാ? എന്തെഴുതണം? സ്വന്തം ലേഖകൻ അല്ലെങ്കിൽ പ്രത്യേക ലേഖകൻ എന്ന് എഴുതാം. അതിന് താഴെ സ്ഥല സൂചന, സ്ഥലം അല്ലേ? അതാണ് മെയിൻ. യെസ്, അതാണ് മെയിൻ. അവര് മറക്കൂല, അന്തിക്കാട്. ഓക്കെ, അതാണ് മെയിൻ. അവിടെ സ്ഥല സൂചന കൊടുക്കാം. അതിനുശേഷം ആദ്യത്തെ ഖണ്ഡിക കൃത്യമായിട്ടുള്ള വിശദീകരണം. ആദ്യത്തെ ഖണ്ഡികയിൽ എന്തൊക്കെ മെയിൻ ആയിട്ടുള്ള പാരഗ്രാഫ് ആണത്. അത് കൃത്യമായിട്ട് ആ വാർത്തയുടെ കാര്യങ്ങൾ ഉൾക്കൊള്ളണം. ആര്, എന്ത്, എപ്പോൾ, എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തണം. രണ്ടാമത്തെ ഖണ്ഡികയിലേക്ക് എഴുതുമ്പോൾ എന്താ എഴുതേണ്ടത്? എന്തുകൊണ്ടാണ് ഉണ്ടായത്, എന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉൾപ്പെടുത്തണം. മൂന്നാമത്തെ ഖണ്ഡികയിൽ അവിടെ വന്ന വ്യക്തികളിൽ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നതിനിടയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ എന്ത് ചെയ്യാം? ഒന്ന് കോട്ട് ചെയ്ത് എഴുതാനായിട്ട് പറയാനായിട്ട് ശ്രമിക്കാം. ഇൻ കേസ് നമുക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ നാലാമത്തെ പാരഗ്രാഫായിട്ട് അത് എഴുതണം. ഓക്കെ. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഒരു പത്രവാർത്ത തയ്യാറാക്കേണ്ടത്. അത് പുറമെ കുറച്ച് ഒരു 2-3 കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സാർ ഇട്ട് തരുന്നുണ്ട് കേട്ടോ. ഇത്ര നമ്മൾ എഴുതിയാൽ മതി. അതിന് പുറമെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. യെസ്, ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളാണ്. ഒന്നെന്താണ്? ചുരുക്കി എഴുതണം. അത് മുമ്പ് പറഞ്ഞതാണ് സാർ. കൃത്യമായിട്ട് കാര്യങ്ങളെ ചുരുക്കി അവതരിപ്പിക്കണം. ഒരു പത്രവാർത്ത എന്ന് പറഞ്ഞിട്ട് അന്നുണ്ടായ സംഭവങ്ങളെ മുഴുവനായിട്ട് എസ്സേ പോലെ എഴുതി വെക്കാനായിട്ട് പാടണ്ട, ഇല്ല. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ചുരുക്കി പ്രതിപാദിക്കണം. രണ്ടാമത്തെ, അനാവശ്യമായിട്ടുള്ള വർണ്ണന വേണ്ട. അതായത് കാര്യം കൃത്യമായിട്ട് പറയാം. കാര്യം കൃത്യമായിട്ട് പറഞ്ഞാൽ മതി. അതിനെ അധികം എന്ത് ചെയ്യണ്ട? വെറുതെ വർണ്ണിച്ച് അങ്ങനെ കുഴപ്പാക്കണ്ട. ഓക്കെ. യെസ്, പ്രസക്തിയുള്ളവ ഉൾപ്പെടുത്തണം. പറഞ്ഞ കാര്യങ്ങൾ, നടന്ന സംഭവങ്ങൾ എന്താണോ പ്രസക്തമായ കാര്യം, ആ പ്രസക്തമായ കാര്യത്തെ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്? ഉൾപ്പെടുത്തേണ്ടത്. പ്രസക്തിയുള്ളവ ഉൾപ്പെടുത്തണം. പിന്നെ ഭാഷാശുദ്ധി, അക്ഷരശുദ്ധി എന്നിവ പാലിക്കണം. അതെന്താ പറയണത്? നല്ല ഭാഷയിൽ എഴുതണം. മനസ്സിലായ? നല്ല അച്ചടി ഭാഷ എന്നൊന്നും പറയില്ല, പക്ഷെ എന്നാലും നല്ല ഭാഷയിൽ എഴുതാം. അക്ഷരശുദ്ധി ഉണ്ടായിരിക്കണം. ഓക്കെ. യെസ്. അപ്പൊ ഇതും കൂടിയും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് 4 ആണോ 5 ആണോ വേണ്ടത് നിങ്ങൾക്ക്, അത് അടിപൊളിയായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഇവിടെ എത്തിയിട്ടാ. ഓക്കെ. നമ്മുടെ ഇവിടെ നമ്മൾ ഭദ്രമായിട്ട് എടുത്തു വെച്ചു. ഓക്കെ. യെസ്. ഓക്കെ. അപ്പോ നമ്മൾ ഒരു പത്രവാർത്ത തയ്യാറാക്കാനായിട്ട് പഠിച്ചു. ഞാൻ പഠിച്ചു, നിങ്ങൾ പഠിച്ചാ? യെസ്, നിങ്ങളും പഠിച്ചു അല്ലേ? അപ്പൊ ആരോടെങ്കിലും നമുക്കൊന്ന് ചോദിക്കാം സാറേ. ഞാൻ മാത്രം ഇവിടെ നിന്ന് പറഞ്ഞാ പോരല്ല. മൻഹ ഉറങ്ങിയ? ഹലോ
ഗുഡ് ഈവനിങ്. ഉറങ്ങിയാ? ഇല്ല അല്ലേ? സാറിന് തോന്നിയതല്ലേ? യെസ്. അപ്പൊ പത്രവാർത്ത എങ്ങനെ എഴുതാന്നൊക്കെ പറഞ്ഞു സാറ്. പിന്നെ സ്ഥലം മെൻഷൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 3 പാരഗ്രാഫ് എഴുതാം. ആ 3 പാരഗ്രാഫില് ഏതൊക്കെ ഡീറ്റെയിൽസ്, ആര്, എന്ത്, എവിടെ, എങ്ങനെ, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ സെറ്റ്. ഓക്കെ ഓക്കെ കേട്ടാ. അപ്പൊ നല്ല മോളായിട്ട് പറഞ്ഞു കേട്ടാ. യെസ്. ഓക്കെ. ഇനി ഒരാളും കൂടി പറഞ്ഞ അപ്പൊ എനിക്ക് സാറിന് സംതൃപ്തിയായി. ഏബൽ. യെസ്. ആ മോനെ. പറഞ്ഞു അത് കേൾക്കാനല്ലേ ഇവിടെ നിക്കണേ ഞാൻ. യെസ്. ആദ്യം തലക്കെട്ട്. ലേഖകൻ. യെസ്. ഓക്കെ. ആ കുഴപ്പമില്ല, തെറ്റുകളാണോ? കുഴപ്പമില്ല, ബുദ്ധിമുട്ടില്ല കേട്ടാ. സ്വന്തം ലേഖകൻ. ഒന്നെങ്കിൽ അത് എഴുതാ, അല്ലെങ്കിൽ എന്ത് കൊടുക്കാം? പ്രത്യേക ലേഖകൻ. ഓക്കെ കേട്ടാ. സ്ഥലസൂചന എന്താ ഉദ്ദേശിക്കണേ? എവിടെയാണോ സ്ഥലം നടന്ന പരിപാടിയാണെങ്കിൽ എന്ത് സംഭവമാണെങ്കിലും എവിടെയാ നടന്നെന്നുള്ളത് സ്ഥലസൂചന. യെസ്. ആദ്യ ഖണ്ഡിക, പാരഗ്രാഫ്. ഫുള്ള് മലയാളത്തിൽ പറയണമെന്നില്ല കേട്ടാ. കേട്ടാ? മനസ്സിലായി പറഞ്ഞാ മതി കേട്ടാ. യെസ്. രണ്ടാമത്തെ ഖണ്ഡിക, മൂന്നാമത്തെ ഖണ്ഡികയിൽ അങ്ങനെ അവസാനിപ്പിക്കാം അല്ലേ? ഓക്കെ. അപ്പോ അടിപൊളി കേട്ടാ. ഞാൻ എല്ലാ ക്ലാസ്സിൽ പോകുമ്പോഴും ഞാൻ മിഠായികൾ കൊണ്ടുപോകാറുണ്ടേ, കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുമക്കൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ വന്നപ്പോ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്ന ഞാൻ ഞാൻ ഇങ്ങനെയൊക്കെ എറിഞ്ഞു തന്നിട്ടുണ്ടായിരുന്ന ഇന്നിങ്ങോട്ട് ഞങ്ങളുടെ കൊട്ട കൊണ്ടുവന്നതാ. പക്ഷേ സാർ എടുത്ത് കൊണ്ടുപോയി. ഇനി ബ്രേക്കിന് ഇറങ്ങിയിട്ട് വേണം തല്ലി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ടേ. അപ്പൊ തരാട്ടോ. ഓക്കെ. ഏത് സാറിന്റെ കയ്യിലാന്ന് നോക്കണം. ഇങ്ങനെ കൈമാറി പോയിണ്ടാവേ. ഓക്കെ. ഓക്കെ. മിഠായി ഇല്ലേന്ന് ചോദിക്കണ്ടല്ലേ? വെറുതെ ഇല്ല, ഓർമ്മയുണ്ട്. ഓക്കെ. അപ്പോ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പറഞ്ഞു പറ്റിക്കലാന്നാ. പിന്നെ ഞാൻ പറ്റിക്കലൊന്നുമില്ല. സാറുണ്ടോ ചോദിക്കേ? സാറേ അല്ല, പിന്നെ സാറിനും കിട്ടി. അതാണ് ട്ടാ. പറ്റിക്കലൊന്നല്ല ട്ടാ. മഞ്ച് ഇത്ര നല്ല മഞ്ച് ട്ടാ. ഓക്കെ. ഓക്കെ. അപ്പൊ മക്കളെ, നമ്മള് കളിച്ചും ചിരിച്ചും എന്തൊക്കെയും ചെയ്തു. നമ്മളൊരു പത്രവാർത്ത എഴുതാനായിട്ട് പഠിച്ചു. സെറ്റായടാ? യെസ്. സെറ്റായി അല്ലേ? യെസ്. ഓക്കെ. അപ്പൊ നമ്മൾ പത്രവാർത്ത അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു തീർത്തു. ഇനി നമ്മൾ എന്ത് എഴുതാനാ പോണേ? വന്ന കൊമ്പ് വന്ന പോലെ. യെസ്. കത്ത് തയ്യാറാക്കാം. ഞാൻ പത്രവാർത്ത തയ്യാറാക്കാൻ വേണ്ടിട്ട് വിളിച്ചപ്പോ എനിക്ക് ആരോ ഓടി വന്നിട്ട് കത്ത് തയ്യാറാക്കണം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വേഗം ഓടി വാ. ആരാണ്? ഡോണയാണോ? യെസ്, ഡോണ. യെസ്. ഗുഡ് ഈവനിങ് മോളെ. യെസ്. അവസരം എത്തി. കത്ത്. യെസ്. ഔദ്യോഗിക പദവി, പിൻകോഡ്, പിന്നെ സംബോധന, പിന്നെ ഫസ്റ്റ് പാരഗ്രാഫ്, സബ്ജക്ട്, പിന്നെ ഫസ്റ്റ് പാരഗ്രാഫ്, സെക്കൻഡ് പാരഗ്രാഫ്, തേർഡ് പാരഗ്രാഫ്, പിന്നെ എന്ന വിശുദ്ധതയുടെ ഒപ്പം പേര്, ഇപ്പുറത്തെ സൈഡിൽ സ്ഥലം. ഇതേ ഒരു ട്രെയിൻ ഇങ്ങനെ പോയി അല്ലെ? അടിപൊളിയായിട്ട് ഇതേ പറഞ്ഞു കേട്ടാ. ഓക്കെ. അപ്പൊ ഇതേ നമ്മള് ഒരു കത്ത് തയ്യാറാക്കുമ്പോ കത്ത് എഴുതാറുണ്ടോ നിങ്ങള്? എഴുതാറുണ്ടാ? വാട്സപ്പ് ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇത് ഒഴിഞ്ഞിട്ട് നേരല്ലേ സാറേ അല്ലേ? ഇത് ഒഴിഞ്ഞിട്ട് നേരല്ല. അപ്പൊ അത് കാരണം കത്തൊന്നും എഴുതാൻ എനിക്ക് സമയം കിട്ടാറില്ല. സാറൊക്കെ എന്തോരം എഴുതിണ്ടെന്ന് അറിയാം. ഷോ ഒരു വല്ല കാര്യം ഉണ്ടെന്നിട്ട് അതും ഇല്ല. ലവ് ലെറ്റർ അല്ല സാറേ, ഞാൻ നിവേദനം, അതാണ് ഞാൻ പറയാൻ വന്നത്. ഓക്കെ. അപ്പോ എന്താണ് ഇപ്പൊ പറയണ ഇങ്ങനെ ഒഴിഞ്ഞിട്ട് നേരല്ല അല്ലേ? നമ്മൾ കത്തെഴുതി നമ്മള് നിനക്ക് അവിടെ സുഖല്ലടാ എന്നൊക്കെ ചോദിക്കണതിന് പകരം ഇപ്പൊ നമ്മൾ എന്താണ് നമ്മളിങ്ങനെ ലവ് ലെറ്റർ ആണ്. 100% എത്രയോ 1,00,000% ഇട്ടിട്ടത്. പക്ഷെ നമ്മളെ കണ്ടു പാവടാ. ഓക്കെ. നമ്മളൊക്കെ ആര് നോക്കാനാടാ? അങ്ങനെ ചോദിക്കട്ടെ അല്ലെ സാറേ? എത്ര എഴുതിയിട്ട് വല്ല കാര്യം ഉണ്ടാ?
ഞാൻ എഴുതിയതാ. മലയാളത്തിൽ എഴുതിയ കാര്യം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയില്ല സാറേ. അതെ, പ്രിയപ്പെട്ട എന്നൊക്കെ പറഞ്ഞല്ലേ. യെസ്, ഓക്കെ. അപ്പൊ മക്കളെ, കത്ത് ഇപ്പൊ എഴുതാറുണ്ട്? ഇല്ല എന്നാണ് പറഞ്ഞത് അല്ലെ, കത്ത് എഴുതാറില്ല. പക്ഷെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് എഴുതണം? കത്ത് എഴുതണം. ആ കത്ത് ലവ് ലെറ്റർ അല്ലാട്ട് എഴുതാൻ വരും എന്തായാലും. ഓക്കെ, അപ്പൊ കത്ത് എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയാൽ, കത്ത് എത്രത്തോളം അല്ല, കത്ത് 2 തരത്തിലുണ്ട്. 2. ഓക്കെ, 2 തരത്തിലുണ്ട്. ഒന്ന് നോക്കിയേ. അയ്യോ, ആ പറഞ്ഞു. എന്ത് പോയി, സൗണ്ട് കേൾക്കില്ലേ? ഇല്ലേ? ആ, ഓക്കെ. അപ്പൊ ഔപചാരികവും അനൗപചാരികവും എന്താണ്? കത്ത് 2 തരമുണ്ട്. ഔപചാരികം ഉണ്ട്, അനൗപചാരികം ഉണ്ട്. കേൾക്കണില്ലേ? സൗണ്ട് കേൾക്കണില്ലേ? യെസ്, കേൾക്കണ്ടല്ലേ? ഓക്കെ. സാർ ഒന്ന് ഇങ്ങനെ ആയിപ്പോഴേ മൈക്കൊന്ന് പോയ പോലെ തോന്നി, അത് കാരണമാണ് കേട്ടാ. ഓക്കെ, അപ്പൊ ഔപചാരികവും ഉണ്ട്, അനൗപചാരികം ഉണ്ട്. നമ്മൾ നമ്മുടെ കൂട്ടുകാരന് എഴുതണത്, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്ക് എഴുതണത്, പിന്നെ നമ്മുടെ ലവർക്കൊക്കെ എഴുതണത്. ഓക്കെ, അതൊക്കെയാണ് എന്ത്? അനൗപചാരികമായിട്ടുള്ള കത്തുകൾ. ഓക്കെ, മനസ്സിലായില്ലേ? അതായത് വലിയ ഔപചാരികതകളൊന്നും ഫോർമൽ ഒന്നും ഇല്ലാണ്ട് ഇൻഫോർമൽ ആയിട്ട് നമ്മൾ എഴുതുന്ന കത്തുകൾ. ഔപചാരികമായിട്ടുള്ള കത്തുണ്ട്. ഔപചാരികമായിട്ടുള്ള കത്ത് എന്താണ്? ഒരു നിവേദനമായിട്ട് കൊടുക്കുന്ന രീതിയിലേക്ക്. ചിലപ്പോൾ മുഖ്യമന്ത്രിക്ക് നമ്മളൊരു കത്ത് എഴുതാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു KSEB ഉദ്യോഗസ്ഥന് ഒരു കത്ത് എഴുതാണ്, പ്രിൻസിപ്പളിന് എഴുതാണ്. അതായത് സ്കൂളിൽ പോയിട്ട് നമ്മൾ പ്രിൻസിപ്പളിന് എഴുതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ളത് എന്താണ്? ഔപചാരികമായിട്ടുള്ള കത്താണ്. അപ്പൊ ഔപചാരികവും അനൗപചാരികവും ഉണ്ട്. രണ്ടും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനൗപചാരികമായിട്ടുള്ളതിൽ നമ്മൾ ഈ പ്രേക്ഷകൻ പ്രേക്ഷിത അതൊന്നും വെക്കില്ല. നമ്മൾ സ്വാഭാവികമായിട്ട് എന്താണ്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇപ്പൊ ആരെങ്കിലും പേരെന്ന് വെച്ചാൽ പ്രിയപ്പെട്ട സുധിയേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയിട്ടില്ലേ, നിനക്ക് അവിടെ സുഖമല്ലടാ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ എഴുതിയിട്ട് അല്ലെ, അങ്ങനെ കാഷ്വൽ ആയിട്ടുള്ള സംസാരത്തിന്റെ രീതിയിലേക്കാണ് പോണത്. അപ്പൊ അത് നമ്മൾക്ക് വരാറില്ല. നമുക്ക് സ്വാഭാവികമായിട്ടും വരുന്നത് ഏതാണ്? ആദ്യത്തെ ഔപചാരികമാണ് കേട്ടാ. അപ്പൊ ഔപചാരികത്തിലേക്ക് മാത്രം നമ്മൾ എന്ത് കൊടുക്കുക? ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക കേട്ടാ. ഓക്കെ, അപ്പൊ നമ്മൾ അതിലേക്ക് മാത്രം ഇങ്ങനെ നോക്കാം. ഓക്കെ, അപ്പൊ നോക്കാം. ദേ, കത്തിന്റെ ഘടനയ്ക്ക് 2 മാർക്ക്. 5 മാർക്കാണോ വരാറ്? 5 മാർക്കാണോ വരാറ്? 4 മാർക്കിന് തന്നെയാണ് ഇപ്പൊ വരുന്നത്. ഓക്കെ, 4 മാർക്കിന് തന്നെ വരുന്നത് അല്ലേ. ഞാൻ 5 മാർക്കിനാണ്. 5 മാർക്കിനാണെങ്കിൽ ഘടനയ്ക്ക് 2 മാർക്കും ഉള്ളടക്കത്തിന് 3 മാർക്ക് കൊടുക്കാറ്. അപ്പൊ ഇപ്പൊ 4 മാർക്ക് ആകുമ്പോൾ സെയിം ആയിട്ട് അവർ കൊടുക്കണ്ടായിരിക്കും കേട്ടാ. ഓക്കെ, 5 കാണിക്കുന്നുണ്ട് കുറച്ച്. ഞാൻ കണ്ട പേപ്പറിലേക്ക് 5 മാർക്ക് എന്നാ കണ്ടതേ, അത് കാരണമാണ് കേട്ടാ. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, 4 മാർക്കാണെങ്കിലും 5 മാർക്കാണെങ്കിലും. ഓക്കെ, യെസ്, ഓക്കെ. അപ്പൊ ഘടന നല്ല രീതിയിൽ എഴുതിയാൽ എന്താ ഈ ഘടന? യെസ്, ആരോ പറഞ്ഞുതരാൻ നിൽക്കുന്നുണ്ട്. ദേവഗംഗ. സോറി, ദേവാങ്കണ. എനിക്ക് സാറ് തെറ്റിച്ച് പറഞ്ഞാട്ടാ, സോറിട്ടാ. ദേവാങ്കണ അല്ലേ? യെസ്, ഓക്കെ. എന്താണ് ഈ ഘടന? യെസ്, ആ ഒരു ഫോർമാറ്റ് അല്ലേ? യെസ്, ആ ഒരു ഫോർമാറ്റ് ആണ് ഘടന. നമ്മുടെ ആ പ്രേക്ഷകൻ, സ്വീകർത്താവ്, വിഷയം, അങ്ങനെ വരുന്ന ആ ഫോർമാറ്റ് ആണ് ഘടന. യെസ്, അടിപൊളി. ഉള്ളടക്കം, കണ്ടന്റ്. ഓക്കെ, അപ്പൊ 2 മാർക്ക് 3 മാർക്ക്, 5 മാർക്ക് ആണെങ്കിൽ 2 മാർക്ക് 3 മാർക്ക് എന്ന രീതിയിലേക്കായിരിക്കും അത് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടാ. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് അങ്ങോട്ട് പോവാണേ. യെസ്, എന്തൊക്കെ നമ്മൾ എഴുതണം? ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ അതിൽ എഴുതാനായിട്ട് പോകുന്നത്? എന്തൊക്കെ എഴുതണ്ടേ? പ്രേക്ഷകന്റെ പേര്, വിലാസം, അടിയിൽ എന്ത് വേണം? സ്വീകർത്താവിന്റെ പേര്, വിലാസം, വിഷയം, സംബോധന, ഉള്ളടക്കം, ഉപസംഹാര വാക്ക്, ഒപ്പ്, പേര്, സ്ഥലം, തീയതി. ഓക്കെ, പറഞ്ഞുതരാം. യെസ്, പ്രേക്ഷകന്റെ പേര്, വിലാസം, സ്വീകർത്താവിന്റെ പേര്, വിലാസം, വിഷയം, സംബോധന, ഉള്ളടക്കം, ഉപസംഹാര വാക്ക്, ഒപ്പ്, പേര്, സ്ഥലം, തീയതി. ഇതൊക്കെ അതിലുണ്ടായിരിക്കണം. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിട്ട് തന്നു എന്നുള്ള ഒരു ഓർഡറിൽ ഇതൊക്കെ ഉണ്ടായിരിക്കണം. ഏതൊക്കെയും ഇപ്പൊ നമ്മൾ സംസാരിച്ചില്ലേ, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഈ സംഭവങ്ങളൊക്കെ അതിലുണ്ടായിരിക്കണം. പ്രേക്ഷകന്റെ പേരുണ്ടായിരിക്കണം, വിലാസം ഉണ്ടായിരിക്കണം, സ്വീകർത്താവിന്റെ പേരുണ്ടായിരിക്കണം, വിലാസം ഉണ്ടായിരിക്കണം, വിഷയം ഉണ്ടായിരിക്കണം, സംബോധന ഉണ്ടായിരിക്കണം, ഉള്ളടക്കം ഉണ്ടായിരിക്കണം, ഉപസംഹാര വാക്കുണ്ടായിരിക്കണം, ഒപ്പ്, പേര്, സ്ഥലം, തീയതി എല്ലാം ഉണ്ടായിരിക്കണം.
സ്പേസ് വിടണം കേട്ടാ. ഇത് ഞാനിപ്പോ സ്പേസ് വിടാണ്ട് ഇങ്ങനെ എഴുതിയെന്നുള്ളൂ കേട്ടാ. ഓക്കെ, സ്പേസ് വിട്ടിട്ട് എഴുതണം, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ദേ നമുക്ക് നോക്കാം അടുത്ത സ്ലൈഡ്. യെസ്, അപ്പൊ പ്രേക്ഷകൻ എന്താണെന്ന് ചോദിക്കും. ചിലപ്പോ സംശയം വന്നിട്ടുണ്ടായിരിക്കും, ചോദിച്ചില്ലെങ്കിലും ചിലപ്പോൾ സംശയം വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഫ്രം ടു നമ്മൾ എഴുതാറില്ലേ, ഫ്രം ടു. ഓക്കെ, ഫ്രം പ്രേക്ഷകൻ അഥവാ പ്രേക്ഷിത. ഒന്നങ്ങ പ്രേക്ഷകൻ എന്ന് വെക്കുക, അല്ലെങ്കിൽ പ്രേക്ഷിത എന്ന് വെക്കാം. ഓക്കെ, നിങ്ങൾക്ക് അത് വെക്കാം, ഏതാണെങ്കിലും ഒരെണ്ണം വെക്കാട്ടോ, രണ്ടും എഴുതി വെക്കരിക്കോട്ടോ. ഞാൻ എഴുതി എന്ന് പറഞ്ഞിട്ട് പ്രേക്ഷകൻ / പ്രേക്ഷിത എന്നൊക്കെ എഴുതി വെക്കരിക്കോട്ടോ. ഓക്കെ, പ്രേക്ഷകൻ എന്ന് കൊടുക്കാം. ടു ഗ്രാഹകൻ അഥവാ സ്വീകർത്താവ്. കൂടുതലും സ്വീകർത്താവ് എന്നാണ് എഴുതാറ് കേട്ടോ. ഓക്കെ, അപ്പൊ പ്രേക്ഷകൻ അഥവാ പ്രേക്ഷിത, അല്ലെങ്കിൽ ഗ്രാഹകൻ അല്ലെങ്കിൽ സ്വീകർത്താവ്. അപ്പൊ ഒന്ന് നോക്കിയേ സാറേ, ഒന്ന് സ്ലൈഡ് ഒന്ന് മാറ്റി. പ്രേക്ഷകൻ എന്ന് എഴുതിയിട്ട്, പ്രേക്ഷകൻ എന്ന് എഴുതണം. അങ്ങനെ എഴുതിയിട്ട് ഇവിടെ പേര് കൊടുക്കുക, അഡ്രസ് കൊടുക്കുക. നോക്കിയേ, പ്രേക്ഷകനെ എഴുതണം കേട്ടോ. എഴുതിയിട്ട് ഇവിടെ വീട്ടും പേര് എഴുതാം. വീട്ടും പേരും കൂടി എഴുതുന്നുണ്ട്, വേറെ ഒന്നും എഴുതുന്നില്ല. ഓക്കെ, മലയാളം ആയ കാരണം വീട് എന്ന് കൊടുക്കണം കേട്ടാ. ഹൗസ് എന്ന് കൊടുക്കും ചിലപ്പോൾ നിങ്ങളെ, അപ്പൊ അത് വേണ്ട, വീട്. ഓക്കെ, കുറുവങ്ങാട്ടിൽ വീട്, അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. പിന്നെന്താണ്, പിഒ കൊടുക്കണം അല്ലേ, പിഒ വേണ്ടേ? യെസ്, അപ്പൊ ഏതാണ് പിഒ? ഇപ്പോ അന്തിക്കാടാന്ന് വിചാരിക്കുക, അപ്പൊ അന്തിക്കാട് കൊടുത്തു. ഓക്കെ, തൃശ്ശൂരാണ്, അപ്പോൾ തൃശ്ശൂർ കൊടുത്തു. ഇനി പിൻകോഡ് കൊടുക്കാം. ഓക്കെ, പിൻകോഡ് എനിക്ക് അറിയില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ വീട് മാറി പോകുന്നിട്ടുള്ളത്, കാരണം അവിടുത്തെ പിൻകോഡ് അറിയില്ല. ഓക്കെ, അപ്പോൾ പിൻകോഡ് ഒരു വെക്കുക. ഓക്കെ, ഞാൻ എൻ്റെ പഴയ സ്ഥലത്തിൻ്റെ പിൻകോഡ് ഞാൻ വെച്ചു, അവിടേക്ക് പോകുള്ളൂ. ഓക്കെ, അപ്പോൾ പ്രേക്ഷകൻ പേര് അഡ്രസ്സ് കൊടുത്തിട്ട് പിൻകോഡും കൂടി വെച്ച് കഴിഞ്ഞാൽ എന്തായി മക്കളെ? പ്രേക്ഷകനായി. ഓക്കെ, ഇതിന് തൊട്ട് താഴെ എന്തെഴുതണം? എന്തെഴുതണം? സ്വീകർത്താവ്. യെസ് മക്കളെ, ഇതൊക്കെ എഴുതേണ്ടത് എവിടെയാണെന്നറിയോ? ഇതൊക്കെ എഴുതേണ്ടത് എങ്ങനെയാണെന്നറിയോ? ഏത് ഭാഗത്താണ്? ഇടതുവശത്തായിരിക്കണം ട്ടാ, ഇടതുവശത്തായിരിക്കണം. മനസ്സിലായില്ലേ? യെസ്, ഇടതുവശത്തായിരിക്കണം നിങ്ങളത് എഴുതേണ്ടത് ട്ടാ. യെസ്, അപ്പോ അത് എഴുതിയതിന് ശേഷം അതിന് തൊട്ട് താഴെ ഒരു ചെറിയൊരു സ്പേസ് വിട്ടതിന് ശേഷം എന്തെഴുതാ? സ്വീകർത്താവ്. കോമിടണ്ട കേട്ടോ, നിനക്ക് കേടുന്നോട്ടെ. ആരാണെന്ന് നോക്കാം. ഇപ്പൊ മുഖ്യമന്ത്രി വിചാരിക്കുക. അപ്പൊ കേരള എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതില്ലേ, അങ്ങനെ എഴുതി കൊടുത്താൽ മതി കേട്ടാ. അപ്പൊ ആർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എഴുതി കൊടുക്കാം. ഇനി ഇത് എഴുതിയതിന് ശേഷം ഇപ്പൊ ഇവിടെ നോക്കിയാ പ്രേക്ഷിതനുണ്ട്, കോമ വേണ്ട, ഇവിടെ പേര് എഴുതി. ഓക്കെ, സ്വീകർത്താവ് എഴുതി, മുഖ്യമന്ത്രി എഴുതി. ഇനി ഇതിന്റെ അടിയിലേക്ക് എന്ത് കൊടുക്കുക? വിഷയം. ഇവിടെ സംബോധന കൊടുക്കണം. സംബോധന എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ സംബോധന കൊടുത്തിട്ട് ഇവിടെ കോമിറ്റ്, ഇവിടെ ഉള്ളടക്കം എഴുതണം, ഇവിടെ വിശ്വസ്തയോടെ എഴുതണം, ഇവിടെ ഡേറ്റും ഇത് എഴുതണം. കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ഇത് വെറുതെ ഇങ്ങനെ വരച്ചെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഇതാക്കണ്ട. ഇടതുവശത്തോട് കൂടിയിട്ടായിരിക്കണം എന്ത് എഴുതേണ്ടതെന്ന് മനസ്സിലാക്കാം. അപ്പൊ പ്രേക്ഷിതൻ എന്ന് എഴുതാ, അഡ്രസ്സും പേരും അഡ്രസ്സും എഴുതാ, സ്വീകർത്താവ് എന്ന് എഴുതാ, അഡ്രസ്സും കാര്യങ്ങളും എഴുതാ, വിഷയം എഴുതാ, പിന്നെ സംബോധന കൊടുത്തിട്ട് ആരംഭിക്കാം. ഓക്കെ, അപ്പൊ ആരംഭിക്കാം. ആരംഭിക്കാം അല്ലേ? യെസ്, ഓക്കെ, അപ്പൊ ആരംഭിക്കാം. ദേ നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോവാണ് കേട്ടോ. നോക്കാം മക്കളെ, സംബോധനയ്ക്ക് മുമ്പ് എന്ത് കൊടുക്കാനാ പറഞ്ഞ? വിഷയം കൊടുക്കണം. അപ്പോ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ എന്തെഴുതി? പ്രേക്ഷിത അല്ലെങ്കിൽ പ്രേക്ഷകൻ എന്ന് എഴുതി. അതിന്റെ അടിയിൽ നമ്മൾ പേരും അഡ്രസ്സൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ സ്വീകർത്താവിനെ കുറിച്ചിട്ട് എഴുതി അല്ലേ? ആ വ്യക്തിയുടെ അഡ്രസ്സ് എഴുതിയതിന് ശേഷം നമ്മൾ നേരിട്ട് സംബോധനയല്ല കൊണ്ടത്, അതിനു മുമ്പ് എന്തെഴുതണം? വിഷയം എന്ന് എഴുതിയിട്ട് രണ്ട് കുത്തിട്ടിട്ട് എന്തെഴുതാ? കൃത്യമായിട്ട് എന്താണോ, എന്തിനെ കുറിച്ചാണോ കാര്യം, ആ വിഷയം അവിടെ അവതരിപ്പിക്കാം. ഓക്കെ, യെസ്, വിഷയം. അതിന്റെ അടിയിൽ സൂചന കൊടുക്കാറുണ്ട്. സൂചന അത് നമുക്ക് കൂടുതൽ ഇതിലേക്ക് വരാറില്ല. സൂചന എന്ന് പറയുന്നത് ചിലപ്പോ
മുൻകൂട്ടിയിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടായിരിക്കും, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു സർക്കുലറാ ഒരു നോട്ടീസ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ നമ്പറൊക്കെ അടക്കം എഴുതി വെക്കുന്നതാണ് സൂചന. അപ്പൊ നിങ്ങൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, വിഷയം എഴുതാം. ഓക്കെ, നിങ്ങൾ അത്രയ്ക്ക് ഇതിലേക്ക് കടക്കണ്ട. വിഷയം എഴുതിയതിനു ശേഷമാണ് സംബോധന. എന്താണ് ഈ സംബോധന? അതായത് ആരെയാണോ നമ്മൾ അഡ്രസ് ചെയ്യുന്നത് എന്നുള്ളത് അല്ലെ. ഇപ്പൊ മുഖ്യമന്ത്രിക്കാവുമ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക്. ഓക്കെ, അങ്ങനെ എഴുതിയാൽ മതി. മുഖ്യമന്ത്രിക്ക് സാറിന് എഴുതണമെങ്കിൽ എഴുതിക്കോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അങ്ങനെ എഴുതണമെങ്കിൽ എഴുതാലോ. അല്ലെങ്കിൽ അഭിവന്ദ്യനായ സാറിന്. ബഹുമാനപ്പെട്ടതിൽ ഒതുങ്ങും മിക്ക ആൾക്കാരും അല്ലെ, അതിലാവും ഒതുങ്ങുക. അഭിവന്ധ്യനേക്കൊന്നും കടക്കില്ല, മിക്കതും ബഹുമാനപ്പെട്ടതിലേക്ക് തന്നെ ഒതുങ്ങും. ഓക്കെ, അത് ഏതിൽ വേണമെങ്കിലും എഴുതിക്കോട്ടാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതിക്കോ, അത് കുഴപ്പമൊന്നുമില്ല. സംബോധന വേണം. എനിക്ക് നിങ്ങൾ എന്ത് എഴുതിയാലും കുഴപ്പമില്ല, സംബോധന അവിടെ ഉണ്ടായിരിക്കണം. മനസ്സിലാവണ്ട? ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പൊ വേണമെങ്കിൽ ബഹുമാനപ്പെട്ട് എഴുതാം, വേണമെങ്കിൽ അഭിവന്ധ്യനായി എഴുതാം, വേണമെങ്കിൽ വേറെ എഴുതാം. ഓക്കെ, പക്ഷെ കയ്യിൽ നിന്ന് അങ്ങനെ എടുത്ത് എഴുതുമ്പോ അത് മര്യാദക്ക് എഴുതണം കേട്ടാ. ഓക്കെ, അപ്പൊ ബഹുമാനപ്പെട്ടതിൽ അങ്ങോട്ട് ഒതുക്കാം. ബഹുമാനപ്പെട്ട സാറിന് എന്ന് പറഞ്ഞിട്ട് ഒരു കോമിയിടാം. ഓക്കെ, എന്താണ് വൺ സൈഡ് ഓഫ് മലയാളം ഈസ് സിമ്പിൾ, ദ അതർ വൺ ഈസ് കോംപ്ലക്സ്. ഏതാണോ? അതായത് ഈ ഒരു ഭാഗവും പിന്നെ അതുപോലത്തെ ഗ്രാമർ സെക്ഷനും വരുന്നുണ്ടാവും, അതാവും പറയണ്ടാവുക അല്ലെ. മനസ്സിലായി എനിക്കത്. അത് പിന്നെ സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ല. അതിന് പേടിക്കണ്ട, ഒട്ടും പേടിക്കണ്ട. നിങ്ങൾ അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചിട്ട് പോകണം. മനസ്സിലായ? ഞാനില്ല ഇവിടെ, ഞങ്ങൾ വിന്നേഴ്സ് ഇല്ല ഇവിടെ, അതാണ്. മനസ്സിലായ? യെസ്, ഓക്കെ ഓക്കെ. അപ്പോ നമ്മള് ബഹുമാനപ്പെട്ട സാറിന് എന്ന് കൊടുത്തു. ഇനി സംബോധനയ്ക്ക് ശേഷം നമ്മൾ എന്ത് കൊടുക്കണം? ഉള്ളടക്കം. യെസ്, അടുക്കും ചിട്ടയോടെ ലളിതമായി ഖണ്ഡിക തിരിച്ചെഴുതണം. അടുക്കും ചിട്ടയോടെ ലളിതമായി ഖണ്ഡിക തിരിച്ച് എഴുതണം. യെസ്, അറിഞ്ഞൂടെ? അതായത് അടുക്കും ചിട്ടയോടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കൃത്യമായിട്ട് വെക്കേണ്ടതൊക്കെ കൃത്യമായിട്ട് സ്ഥലത്ത് തന്നെ വെക്കുക. അതായത് ആദ്യം പറയേണ്ടത് അവസാനം പറയരുത്, അവസാനം പറയേണ്ടത് ആദ്യം പറയരുതെന്ന്. മനസ്സിലായ? അത്രയും പറയുള്ളൂ, വേറെ ഒന്നുമില്ല. ഉള്ളടക്കത്തില് കൃത്യമായുള്ള കാര്യങ്ങൾ, എന്ത് വിഷയമാണോ ആ വിഷയത്തെ സംബന്ധിക്കുന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. ഓക്കെ, യെസ്. അതിന് മറ്റൊരു പാരഗ്രാഫ് തിരിച്ച് 2 പാരഗ്രാഫിൽ അങ്ങനെ അത് ഒതുക്കാം. ഇനി എന്തെഴുതണം? ഉള്ളടക്കത്തിന് ശേഷം എന്തെഴുതണം? ഉള്ളടക്കത്തിന് ശേഷം ഉപസംഹാര വാക്യം. താഴെ വലതുഭാഗത്ത് ഉപസംഹാര വാക്യം എഴുതണം. എന്താണ് ഉപസംഹാര വാക്യം? സ്നേഹപൂർവം, വിശ്വസ്തയോടെ എന്നൊക്കെ എഴുതില്ലേ? യെസ്, നമ്മളിപ്പോ ഒരു അഭ്യർത്ഥന വെച്ചിട്ടുണ്ടെങ്കിൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ചിട്ട് അതിന്റെ അടിയിൽ വലത്തെ സൈഡിൽ എന്തെഴുതും? വിശ്വസ്തയോടെ. അപ്പൊ അവിടെ സ്നേഹപൂർവ്വം എഴുതിയില്ലെങ്കിലും വിശ്വസ്തയോടെയാണ് അവിടെ കൂടുതൽ ആപ്റ്റ്. ഓക്കെ, അപ്പൊ വിശ്വസ്തയോടെ എന്ന് എഴുതിയിട്ട് പിന്നെ എന്തെഴുതണം? വലതുഭാഗത്ത് വലതുഭാഗത്ത് എഴുതണം ട്ടാ. സ്വീകർത്താവ്, പ്രേക്ഷിതൻ, വിഷയം എന്നിവ ഇടതുഭാഗത്ത്, പ്ലസ് എന്ത്? സംബോധനയും ഇടതുഭാഗത്ത്. ഉള്ളടക്കം പാരഗ്രാഫായിട്ട് തിരിച്ചതിന് ശേഷം വലതുഭാഗത്തേക്ക് ഏത് പോകുന്നു? ഉപസംഹാര വാക്യം. ശ്രദ്ധിക്കുക, ഉപസംഹാര വാക്യം വലതുഭാഗത്ത് എഴുതിയാൽ മതി. അതിന്റെ അടിയില് വിശ്വസ്തയോടെ എന്ന് എഴുതിയതിനു ശേഷം എന്തെഴുതണം? സ്ലൈഡ് താഴെ ഒപ്പ്, പേര് ഒപ്പിട്ട് കൊടുക്കാം. ഓക്കെ, ഒപ്പിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാം? അടിയില് പേര് വെക്കാം. സ്ഥലം, തീയതി. സ്ഥലം, തീയതി എവിടേക്ക് വേണം? സ്ഥലം, തീയതി എവിടേക്ക് വേണം? സ്ഥലം, തീയതി ഇടതുവശത്ത് കൊടുക്കുക അല്ലെ. ഇടതുവശത്ത് അടിയിലായിട്ട് സ്ഥലം എന്നും തീയതി എന്നും കൊടുക്കണം. ഓക്കെ അല്ലേ? അപ്പൊ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്? പ്രേക്ഷിതൻ അഥവാ പ്രേക്ഷകൻ എന്ന് എഴുതണം. പിന്നെ അതുപോലെ തന്നെ അവരുടെ അഡ്രസ്സ് എഴുതണം അല്ലെ. പിന്നെ അതുപോലെ തന്നെ സ്വീകർത്താവ് ആളുടെ അഡ്രസ്സ്, സംഭവങ്ങൾ എഴുതണം. വിഷയം എഴുതണം. സംബോധന കൊടുക്കണം. ഇതൊക്കെ ഏത് സൈഡിലാ? ഏത് വശത്താ? ഇടത് സൈഡ്. അപ്പൊ ഇത് മുഴുവൻ ഇടത് സൈഡിലേക്ക് പോകണം ട്ടാ. ഓക്കെ, ഇനി ഉള്ളടക്കം കൊടുക്കാം. ഉള്ളടക്കം പാരഗ്രാഫ് തിരിച്ചു കൊടുക്കാം. ഉള്ളടക്കം പാരഗ്രാഫായി തിരിച്ചു കൊടുത്തതിന് ശേഷം എന്തെഴുതണം? ഉപസംഹാര വാക്യം എഴുതണം. ഉപസംഹാര വാക്യം മാത്രം നമ്മുടെ ഒപ്പം നിൽക്കില്ല. എവിടേക്ക് പോകും? ഇങ്ങനെ നീങ്ങി വലതേ ഭാഗത്തേക്ക് പോകും.
മനസ്സിലായ? അപ്പൊ ഇവിടെ നമ്മുടെ എല്ലാവരും നിൽക്കുന്നുണ്ട്, പക്ഷെ ഉപസംഹാരവാക്യം അതിൽ ഇങ്ങനെ അവര് തമ്മിൽ ഇഷ്ടമില്ല. മനസ്സിലായ? അപ്പൊ അവര് തമ്മിൽ തല്ലാണ്, നേരെ കണ്ടതല്ല. അപ്പൊ അത് കാരണം എന്ത് പോവാണ്, ഉപസംഹാരവാക്ക് മാത്രം ഇങ്ങോട്ട് കുറച്ച് മാറി നിൽക്കും. വലതു ഭാഗത്തായിരിക്കണം ഉപസംഹാര വാക്ക് എഴുതേണ്ടത്. വിശ്വസ്തയോടെ, സ്നേഹപൂർവ്വം, അതൊക്കെ അവിടെ കൊടുക്കാം. ഇനിയുണ്ടല്ലോ സ്ഥലവും ഉണ്ട്, തീയതിയുണ്ട്. അപ്പൊ അതിന്റെ അടിയിൽ നമ്മൾ എന്തെഴുതണം, ഒപ്പ്, പേര് എഴുതണം. അത് അതിന്റെ തൊട്ടടിയിൽ തന്നെ എഴുതാം. ഇനി എന്തുണ്ട്, സ്ഥലവും തീയതിയും ഇടതു ഭാഗത്ത് തന്നെ അതിന് താഴെയായിട്ട് എഴുതാം. ഓക്കെ ആണോ? യെസ്. ഇതിന്റെ മോഡൽ സാർ എടുത്തിട്ടില്ല, മോഡൽ സാർ കാണിച്ചു തരാം. ഓക്കെ, ബ്രേക്ക് തീരുന്നോട് കൂടിയിട്ട് കാണിച്ചു തരാം. ആരോ മോഡൽ ചോദിച്ചു, ഞാൻ ചോദിക്കുന്നു വിചാരിച്ചില്ല, അതിന്റെ മോഡൽ നിങ്ങൾക്ക് അറിയാലോ എന്നുള്ള രീതിയിലേക്കായിരുന്നു. ഓക്കെ, അപ്പൊ ആ മോഡൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ നമ്മള് എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞു? നമ്മള് പത്രവാർത്ത എഴുതാനായിട്ട് പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മള് കത്ത് എഴുതാനായിട്ട് പഠിച്ചു അല്ലെ? ഇപ്പൊ കത്ത് എഴുതാനായിട്ട് പഠിപ്പിച്ചേ, സാറിനെ പഠിപ്പിച്ച് ആരെങ്കിലും വന്നിട്ട് വേഗം വന്നിട്ട്. ആരാ സാറിനെ പഠിപ്പിക്കാൻ വരുന്നേ? ആദിത്യ. യെസ്, ആദിത്യ. ഗുഡ് ഈവനിങ് മോളെ. ഓക്കെ ആണ്, സെറ്റ് ആയിട്ടിരിക്കണേ, കുഴപ്പമൊന്നുമില്ല. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ആ, സാറിനെ പഠിപ്പിച്ചേ കത്ത് എങ്ങനെ എഴുതാ. സാറിന് അറിയില്ല, സാറ് കത്തൊന്നും എഴുതാത്ത കാരനെ സാറിന് അറിയില്ല. ആ ആ ഓക്കെ. ആ, ഇതൊക്കെ ഏത് ഭാഗത്ത് എഴുതണം കൂടി ഒന്ന് പറഞ്ഞു തന്നെ. യെസ്, ഇതൊക്കെ ഇടതു ഭാഗത്ത് എഴുതണം അല്ലേ? യെസ്, ബഹുമാനപ്പെട്ട എന്നുള്ള സംബോധന കൊടുക്കുക. അതിനുശേഷം ഖണ്ഡിക തിരിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ സ്നേഹപൂർവ്വം, വിശ്വസ്തയോടെ എന്ന് എവിടെ കൊടുക്കണം? ആ, പറയും. വലതു ഭാഗത്ത് കൊടുക്കണം അല്ലേ? യെസ്, അതെന്തോ ഒരു രീതിയിലേക്ക് പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇപ്പൊ കുറെ മാറ്റങ്ങൾ വന്നിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ ഫോളോ ചെയ്തിരിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ ആ ഒരു ഇത് എവിടേക്ക് കൊടുക്കാറ്, നമ്മൾ വലതുഭാഗത്ത് എഴുതാറ് കേട്ടോ. ഇനിയിപ്പോ നിങ്ങളുടെ സ്കൂളിൽ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇനി അവര് അതിനാണ് മാർക്ക് തരാമെങ്കിൽ അതുപോലെ തന്നെ എഴുതിക്കും. അതുപോലെയാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇനി അതിന്റെ പേരിൽ മാർക്ക് കളയാനായിട്ട് ശ്രമിക്കായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫോളോ ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും പല സ്കൂളുകളിലാണല്ലോ മക്കളെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും മോളത് പറഞ്ഞത് നന്നായി. പലർക്കും ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെയാണോ അത് ഫോളോ ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ ഓരോ ടീച്ചേഴ്സിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ടീച്ചേഴ്സ് എങ്ങനെയാണോ ഫോളോ ചെയ്തിട്ടുള്ളത്, അപ്പൊ അതിനനുസരിച്ചിട്ട് അതൊന്ന് നിങ്ങൾ എവിടേക്ക് എഴുതേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കി എഴുതിക്കോളൂ കേട്ടോ. നമ്മൾ സാധാരണമായിട്ട് നമ്മൾ കത്തിന്റെ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ വലതു ഭാഗത്താണ് വിശ്വസ്തയോടെ എന്ന് കൊടുക്കുക. അതിന്റെ അടിയിൽ ഒപ്പ്, പേര്, പിന്നെ ഇടതു ഭാഗത്ത് അതിന്റെ അടിയിലായിട്ട് എന്ത് സ്ഥലവും തീയതിയും കൊടുക്കുക. യെസ്, ഓക്കെ. അപ്പോ കത്തും പിന്നെ അതുപോലെ തന്നെ എന്തും പഠിച്ചു. നമ്മള് പത്രവാർത്ത പഠിച്ചു. ദേ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിട്ട് വേറൊരാളെ കൊണ്ട് വിളിച്ചു. എന്താണ്? ജൂഡ്. യെസ്, യെസ്. എന്താ മോനെ? ആ, ഗുഡ് ഈവനിങ്. യെസ് മോനെ, ഗുഡ് ഈവനിങ് മോനെ. യെസ്. എങ്ങനെയാ അപ്പൊ കത്ത് എഴുതാ? യെസ്, പ്രേക്ഷകൻ, സ്വീകർത്താവ്, വിഷയം, സംബോധന അല്ലെ മക്കളെ? ഇതൊക്കെയും ഒന്നും കൂടിയും ഇവരെ പറയിപ്പിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്ന് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ഒന്നും കൂടിയും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? എന്താണ്? കൃത്യമായിട്ട് അത് ഒന്നും കൂടി റിമൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേട്ടാ. യെസ്, ഇന്ന് തന്നെ നമ്മൾ അത് പഠിച്ചു പോണം. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. അതിനുശേഷം എന്ത് കൊടുക്കണം? ഉള്ളടക്കം കൊടുക്കണം, ഉപസംഹാര വാക്ക് കൊടുക്കണം, തീയതിയും സ്ഥലവും ഒപ്പും എല്ലാ കാര്യങ്ങളും കൊടുക്കണം അല്ലേ? അപ്പോ ദേ നമ്മൾ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന് നമ്മൾ എന്തെഴുതാൻ പഠിച്ചു? ഒരു പത്രവാർത്ത എഴുതാനായിട്ട് പഠിച്ചു. ഒന്ന് നമ്മൾ എന്തെഴുതാൻ പഠിച്ചു? ഒരു കത്ത് തയ്യാറാക്കാനായിട്ട് പഠിച്ചു അല്ലേ? അപ്പൊ മക്കളെ, എന്റെ കുഞ്ഞു മക്കളെ, യെസ്. അപ്പൊ ബ്രേക്ക് വേണ്ടേ? ബ്രേക്ക് വേണ്ട. എത്ര മിനിറ്റ് കൊടുക്കാറ് സാറേ? എത്ര മിനിറ്റ് തരാറ്? 5 മിനിറ്റ് അല്ലേ? ആ, ഓക്കെ, 5 മിനിറ്റ്. ഓക്കെ ഓക്കെ, ആ 5 മിനിറ്റ് കേട്ടാ. 20 മിനിറ്റ് ആടാ, 20 മിനിറ്റ് ചോദിക്കും ചെയ്തു ഞാൻ. ഓക്കെ, അപ്പൊ മക്കളെ 5 മിനിറ്റ്
ദേ പോയി ദാ വന്നു എന്ന് പറയുന്ന പോലെ ദേ സാർ ദേ ഓടിപ്പോയിട്ട് വരാട്ടാ കേട്ടാ. അപ്പൊ എന്റെ മക്കൾ അടിപൊളിയായിട്ട് ഇരിക്കുക, ഉഷാറായിട്ടിരിക്കുക. വേഗമായോ, നിങ്ങളെ കാത്ത ആരുണ്ട് ഇവിടെ? നിങ്ങളെ ആരുണ്ട്? ഞാനുണ്ട് ട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കണം. അപ്പൊ ഉഷാറായിട്ട് വേഗം ഓടി വാ മക്കളെ. യെസ്, വീണ്ടും ഒരു നമസ്കാരം ഉണ്ടാ. ഓക്കെ, യെസ്, ഓക്കെ. അപ്പൊ എല്ലാ മക്കളും ഓടി വന്നേ. എല്ലാ മക്കളും വേഗം ഓടി തിരിച്ചു വരാ. വീഡിയോ ഒക്കെ ഓൺ ആക്കിയിരിക്കുക കേട്ടാ. എനിക്ക് എല്ലാവരെയും കാണണം. നിങ്ങൾക്ക് എന്നെ മാത്രം കണ്ടാൽ പോരല്ല, എനിക്ക് എല്ലാവരും മുഖം കാണണം. ഓക്കെ, അപ്പൊ വേഗം. എന്താ മുഖത്തൊരു സന്തോഷമില്ലാത്തേ? 5 മിനിറ്റ് ബ്രേക്ക് എന്ന കാരണമാവും അല്ലേ? എനിക്ക് തോന്നുന്നുണ്ട് അത്. അതാണ്. ഓക്കെ 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 യെസ്. അപ്പൊ എല്ലാവരും തിരിച്ചു വന്നില്ലേ? യെസ്, എല്ലാവരും തിരിച്ചു വന്നു. അപ്പൊ സാറ് ആരോ പറഞ്ഞു സാറ് മിഠായി ഒന്നും തരില്ല, പറ്റിക്കണ്, ഫുള്ള് പറ്റിപ്പാന്നൊക്കെ പറഞ്ഞു. ആരാ അത് പറഞ്ഞതൊക്കെ? ആരെല്ലാം ആവട്ടെ അല്ലേ? ഓക്കെ, ദേ നിങ്ങൾക്ക് ദേ മുട്ടായികൾ കൊണ്ടുവന്നിട്ടുണ്ട്. യെസ് യെസ് യെസ്, മഞ്ചാണ് കേട്ടോ, മഞ്ച്. യെസ്, നോക്കി. സൗണ്ട് കുറവാണോ? കുറവാണ് അല്ലേ? യെസ്, ഓക്കെ. സാറേ സൗണ്ട് കുറവാന്ന് പറയണ നോക്കട്ടെ. യെസ്, ഓക്കെ. അതെ, മിഠായിയുടെ കാര്യമായ കാരനാണ് സൗണ്ട് കുറച്ച് പറഞ്ഞേട്ടോ, മനസ്സിലായ? ഓക്കെ, മുട്ടായിക്ക് പോയാലെന്ന് വെച്ചിട്ടേ ആര് അമ്മൽ സാറ് സൗണ്ട് കുറച്ചിട്ടതായിരുന്നു. ഓക്കെ, അപ്പൊ അതാണ്, വേറൊന്നുമില്ല കേട്ടാ. ഓക്കെ, അപ്പൊ നിങ്ങൾക്കുള്ള മുട്ടായികളൊക്കെ എത്തിയിട്ടുണ്ട്. ദേ മുട്ടായികളൊക്കെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ തരാൻ വേണ്ടിയിട്ട് അല്ലേ? വേണ്ട നിങ്ങൾക്ക്? യെസ്, ഓക്കെ. യെസ്. ഓക്കെ, അപ്പൊ നമ്മളപ്പോ എന്തൊക്കെ പഠിച്ചു മക്കളെ? നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ആ ഉപന്യാസം എഴുതാനായിട്ട് പഠിച്ച ഇല്ല, അത് പഠിക്കാൻ പോകണല്ലോ അല്ലെ? നമ്മള് എന്തൊക്കെ പത്രവാർത്ത എഴുതാനും പഠിച്ചു, കത്ത് എഴുതാനും പഠിച്ചു. നമ്മൾ അടുത്തതായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് ഉപന്യാസം തയ്യാറാക്കാം. യെസ്, നമ്മുടെ മൂന്നാമത്തെ. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ നമുക്ക് വരുന്ന മറ്റൊന്നാണ് എന്ത് സാർ? അതെ, വേണ്ട. ഉപന്യാസം തയ്യാറാക്കാം. ഓരോരോ മെസ്സേജുകൾ വരുമ്പോഴേ അതിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി തുനിയും. പിന്നെ തുനിഞ്ഞിട്ട് പിന്നെ ഞാൻ തന്നെ അതിന് മുഴുവൻ പഴി കേൾക്കണല്ലോ എന്ന് ആലോചിക്കുമ്പോ വിഴുങ്ങും. അതാണ് കേട്ടാ. ഓക്കെ, അപ്പൊ നോക്കാം, ഉപന്യാസം തയ്യാറാക്കാം. അപ്പൊ ഉപന്യാസം എഴുതാറുണ്ടോ നിങ്ങള്? പ്രബന്ധം, ഉപന്യാസം എഴുതാറുണ്ട് അല്ലേ? യെസ്. അപ്പൊ അത് എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണ്ടേ? ആദ്യം നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പിന്നെ തുടങ്ങാം. യെസ്. ആരാ ഓടി വന്നിട്ട് ഇങ്ങനെ ഓടി വന്നിട്ട് പറഞ്ഞുതരാം മോളെ? ആരാണ്? ശിശിര പറയൂ. യെസ്, ശിശിരയാണ് 5 മിനിറ്റ് ബ്രേക്കിന് സമരം എടുത്തത് അവിടെ. ഓക്കെ, അത് കുഴപ്പമില്ല, മനസ്സിലാവും കേട്ടാ. വെറുതെ പറഞ്ഞതാണ് കേട്ടാ. ഓക്കെ, മുട്ടായി തരാത്തരും പറഞ്ഞത് ഞാൻ പറ്റിപ്പാന്ന് പറഞ്ഞത് ശിശിര തന്നെയാവും അല്ലേ? അത് ഞാനല്ല സാർ അല്ലേ? ഓക്കെ. അപ്പൊ മക്കളെ, ഉപന്യാസം എങ്ങനെ എഴുതാം? ഉപന്യാസം എഴുതുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണം? യെസ്, 3 ഖണ്ഡികയായിട്ട് തിരിക്കണം. യെസ്, ലാംഗ്വേജ് നല്ല ലാംഗ്വേജിലായിരിക്കണം എഴുതേണ്ടത്. ഓക്കെ, വേറെ ഒന്നും നോക്കാറില്ല. മലയാളാന്ന് വിചാരിച്ചിട്ട് എന്താണ് എന്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പറയണ നിങ്ങളാ? അതൊരു മലയാളം സാറിന്റെ മുമ്പിൽ വന്നിട്ട് ഞാൻ വേറെ നോക്കാറില്ല സാറ്. ഓർമ്മ കിട്ടില്ല അങ്ങനെ പറയാം, അതൊക്കെ കുഴപ്പമില്ല. ഓക്കെ, അത് നമുക്ക് കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെ പറയുമായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ യെസ്. ഓക്കെ, അപ്പൊ മക്കളെ, ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ഖണ്ഡിക തിരിച്ചെഴുതണം നമ്മൾ അല്ലേ? ഖണ്ഡിക തിരിച്ചെഴുതണം. അതിന് മുമ്പായിട്ട് നല്ലൊരു തലവാചകം കൊടുക്കണം. അങ്ങനെ എഴുതാറുണ്ടോ നിങ്ങൾ? ഒരു ഹെഡിങ് കൊടുക്കാറുണ്ടോ നിങ്ങൾ? കൊടുക്കാറുണ്ടോ? യെസ്, അതാണ് മെയിൻ. അതാണ്. അയ്യോ സാറേ, ഞാൻ അത് മറന്നു. അയ്യോ, അങ്ങനെയാണ്, അതാണ് മെയിൻ. എന്താണ്? നല്ലൊരു തലവാചകം കൊടുക്കണം, നല്ലൊരു ഹെഡിങ് കൊടുക്കണം. ആ ഹെഡിങ് എങ്ങനെയായിരിക്കണം? ചെറുതായിരിക്കണം അല്ലേ? യെസ്, നോക്കാം. തലക്കെട്ട് ചെറുതായിരിക്കണം. അത് നമ്മൾ ഇതിൽ ഇട്ടിട്ടില്ല, പക്ഷെ ഞാൻ പറയാണ്, ചെറുതായിരിക്കണം. വലിയ ഇങ്ങനെ നീട്ടി വലിച്ച് ഇങ്ങനെ ഒന്ന് പോയിരിക്കോ. ചെറിയൊരു തലക്കെട്ട് കൊടുക്കുക. ലളിതമായിരിക്കണം, സങ്കീർണമായതൊന്നും ആയിരിക്കും. ലളിതമായിരിക്കണം, സിമ്പിൾ ആയിരിക്കണം. പിന്നെ ആശയം ഉൾക്കൊള്ളുന്നതായിരിക്കണം. നമ്മൾ ന്യൂസ് പേപ്പറിന്റെ ഇത് എഴുതുമ്പോൾ, നമ്മൾ വാർത്ത എഴുതുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ? റിപ്പോർട്ട് എഴുതുമ്പോൾ പറഞ്ഞു അല്ലേ? അതായത് ആശയം ഉൾക്കൊള്ളുന്നതായിരിക്കണം. എന്താണോ വാർത്ത അതിനോട്, അതുപോലെ തന്നെ എന്താണോ വിഷയം, എന്തിനെ പറ്റിയാണോ നമ്മൾ ഉപന്യാസം എഴുതുന്നത്, ആ വിഷയവുമായി ബന്ധപ്പെട്ടതായിരിക്കണം എന്ത്? അതിലെ കണ്ടന്റ്.
ആശയം. ഓക്കെ, അപ്പൊ ആശയം ഉൾക്കൊള്ളുന്നതുമായിരിക്കണം തലക്കെട്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു ഉപന്യാസം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? തലക്കെട്ട്. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് തലക്കെട്ട് വേണം, ചെറുതായിരിക്കണം, ലളിതമായിരിക്കണം, ആശയം ഉൾക്കൊള്ളുന്നതായിരിക്കണം. ഓക്കെ അല്ലേ? യെസ്, ഓക്കെ ആണ്. യെസ് യെസ്. അടുത്തത് നമ്മൾ നോക്കാം. ആമുഖം. നല്ലൊരു ആമുഖം വേണം. ആമുഖം, ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. അതായത് നമ്മൾ പാരഗ്രാഫ് തിരിച്ചെഴുതണം എന്ന് പറഞ്ഞില്ലേ, ആദ്യത്തെ പാരഗ്രാഫ് ഇതുപോലൊരു ആമുഖ പാരഗ്രാഫാണ്, ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം ട്ടാ. ഓക്കെ, നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ഓക്കെ, അപ്പോ ആദ്യം വിഷയത്തെ പ്രതിപാദിക്കുന്ന രീതിയിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. 3 പാരഗ്രാഫ് ആയിട്ട് എഴുതാനാണ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്? യെസ് ആണോ? ഞാൻ 5 പാരഗ്രാഫ് ആയിട്ട് എഴുതാനാണ് പറയാറ് ട്ടാ. ഞാൻ എല്ലാവരോടും അതിനനുസരിച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, യെസ് 5 എന്നൊക്കെ പറയുന്നുണ്ട്. യെസ് യെസ്, ഭാഗ്യം. യെസ്, അതെ 5 പാരഗ്രാഫ്. യെസ്, 3 ചെറുഖണ്ഡികകൾ. യെസ്, വന്നു. യെസ്, 3 ചെറുഖണ്ഡികകൾ വിഷയത്തെ അവതരിപ്പിക്കണം. അതായത് 5 പാരഗ്രാഫ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ പാരഗ്രാഫും അവസാനത്തെ പാരഗ്രാഫും, ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫും അവസാനത്തെ പാരഗ്രാഫ് എന്താണ്? കൺക്ലൂഷൻ പാരഗ്രാഫാണ്. മനസ്സിലായ? അതിനുള്ളിൽ എന്ത് വേണം? 3 ചെറുഖണ്ഡികകൾ വേണം. ചെറിയ ചെറിയ പാരഗ്രാഫുകൾ 3 എണ്ണം. അതിൽ നമ്മുടെ ഈ വിഷയത്തിന് എന്ത് ചെയ്യണം? ചെറുതായി 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 പ്രതിപാദിച്ച് പോകണം. ഓക്കെ, അപ്പൊ 3 ചെറുഖണ്ഡികൾ. അപ്പൊ എന്താണ്? തലവാചകം എഴുതിയതിനു ശേഷം നമ്മൾ എന്ത് കൊടുത്തു? തലവാചകത്തിന് ശേഷം നമ്മൾ എന്താ കൊടുത്തേ? നമ്മള് ആമുഖം കൊടുത്തു അല്ലേ? ഇൻട്രൊഡക്ഷൻ കൊടുത്തു. അതിനുശേഷം നമ്മൾ 3 ചെറുഖണ്ഡികകൾ കൊടുത്തു. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഇനി എന്താ കൊടുക്കാൻ പോണേ? യെസ്, ഇനി നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത് നിഗമന ഖണ്ഡിക അഥവാ കൺക്ലൂഷൻ പാരഗ്രാഫ്. ഓക്കെ, വിഷയത്തെ ശരിയായ രീതിയിൽ അവലോകനം ചെയ്ത് അവസാനിപ്പിക്കുക. ഓക്കെ 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 അപ്പോ എന്താണ്? നിഗമന ഖണ്ഡിക, വിഷയത്തെ ശരിയായ രീതിയിൽ അവലോകനം ചെയ്ത് അവസാനിപ്പിക്കുക. അപ്പൊ എന്തൊക്കെയാ നമ്മൾ കണ്ടേ? എന്തെഴുതുമ്പോ, ഉപന്യാസം എഴുതുമ്പോ നമ്മൾ എന്തൊക്കെയാ കണ്ടേ? ആമുഖം കണ്ടു, 3 ചെറുഖണ്ഡികകൾ കണ്ടു, പിന്നെ എന്ത് കണ്ടു? ഒരു കൺക്ലൂഷൻ പാരഗ്രാഫ് അഥവാ നിഗമന ഖണ്ഡിക. യെസ്, ഓക്കെ. അപ്പൊ മക്കളെ, അതിനൊക്കെ മുമ്പേ നമ്മൾ ഒരു കാര്യം പറയാൻ മറന്നു. എന്താണ്? തലവാചകം. തല അല്ലേ? യെസ്, തലവാചകം വേണല്ലേ? യെസ്, അപ്പോ തലക്കെട്ട്. യെസ്, തലക്കെട്ട് ആദ്യം എഴുതണം. കൃത്യമായിട്ടുള്ള ഒരു തലക്കെട്ട് കൊടുക്കണം. ആ തലക്കെട്ട് എങ്ങനെയുള്ളതായിരിക്കണം? ചെറുതായിരിക്കണം, ലളിതമായിരിക്കണം, ആശയം ഉൾക്കൊള്ളുന്നതായിരിക്കണം. യെസ് 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 യെസ്, ഓക്കെ. അപ്പൊ മക്കളെ, തലക്കെട്ട് ചെറുതും ലളിതവും ആശയം ഉൾക്കൊള്ളുന്നതായിരിക്കണം. പിന്നെ നമ്മൾ എന്താണ് കണ്ടത്? ആമുഖം എഴുതണം എന്ന് പറഞ്ഞു. ആമുഖം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കണം ആമുഖം. അതിനുശേഷം 3 ചെറുഖണ്ഡികകളിലൂടെ വിഷയത്തെ അവതരിപ്പിക്കുക. ഏറ്റവും അവസാനത്തിലേക്ക് എന്താണ്? ഒരു കൺക്ലൂഷൻ പാരഗ്രാഫ് അഥവാ നിഗമന ഖണ്ഡിക നൽകുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അടിപൊളി അല്ലേ? ഉഷാറാണ് അല്ലേ? യെസ്, ഓക്കെ. അപ്പൊ ഓടി വന്നേ, എന്നിട്ട് പറഞ്ഞു തന്നെ സാറിന് ഉപന്യാസം എങ്ങനെ എഴുതാന്ന്. അഭിനവേ യെസ് മോനെ, ഉപന്യാസം എങ്ങനെ എഴുതാ? യെസ്, ആദ്യം തലക്കെട്ട്. ഒരു ആമുഖം കൊടുക്കണം, ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്. യെസ്, 3 ചെറുഖണ്ഡികകൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുക അല്ലെ? യെസ്, അവസാനമായിട്ട് നിഗമന ഖണ്ഡിക അഥവാ കൺക്ലൂഷൻ പാരഗ്രാഫ് കൊടുക്കുക. യെസ്, അത്രേ ഉള്ളൂ. ഇത്ര സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മളൊരു ഉപന്യാസം എഴുതി, ഒരു പ്രബന്ധം എഴുതിയില്ലേ? യെസ്, ഒരു ഉപന്യാസം അഥവാ ഒരു പ്രബന്ധം നമ്മൾ എഴുതി. അപ്പൊ മക്കളെ, നമ്മുടെ ഒരു ഭാഗം കഴിഞ്ഞു. ഏത് ഭാഗം? നമ്മുടെ ചോദ്യ പേപ്പറിൽ വരുന്ന ഒരു ഭാഗം കേട്ട് നമ്മുടെ കഴിഞ്ഞാ അല്ലെ? മെയിൻ ആയിട്ടുള്ള നമുക്ക് വരുന്ന ഒരു ഭാഗം നമ്മൾ അടിപൊളിയായിട്ട്, യെസ്, റൈറ്റിംഗ് പാർട്ട് അങ്ങോട്ട് കഴിഞ്ഞു. റൈറ്റിംഗ് പാർട്ട് എന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള റൈറ്റിംഗ് പാർട്ട് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഷോർട്ട് ആൻസേഴ്സ് ഒക്കെ ഉണ്ട്, നമ്മുടെ ഓരോ പാഠഭാഗങ്ങളിൽ നിന്നുള്ള ഷോർട്ട് ആൻസർ.
അപ്പൊ മക്കളെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ 3 ഭാഗം അടിപൊളിയായിട്ട് മനസ്സിലായ? പത്രവാർത്തയും പിന്നെ അതുപോലെ തന്നെ കത്തും പിന്നെന്താണ് നമ്മൾ പഠിച്ച ഉപന്യാസം എഴുതാൻ വേണ്ടിട്ട്. ഇനി ഏത് ഉറക്കത്തിൽ വന്നിട്ട് ഒരു ഉപന്യാസം എഴുതിയടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി കൊടുക്കില്ലേ നിങ്ങള്? കത്തെഴുതില്ലേ? ഒരു പത്രത്തില് വാർത്ത എഴുതാനായിട്ട് നിങ്ങളെ വിളിക്കണം. അപ്പൊ നിങ്ങൾ ഓടിപ്പോയിട്ട് എഴുതി കൊടുക്കില്ലേ? ഓക്കെ, യെസ്. അപ്പൊ മക്കളെ നമ്മള് അടിപൊളിയായിട്ട് നമ്മുടെ ആ ദൗത്യം അങ്ങോട്ട് തീർത്തിട്ടുണ്ട് കേട്ടോ. ഏത് ദൗത്യം? നമ്മുടെ പത്രവാർത്ത എഴുതുന്നത്, അതുപോലെ തന്നെ കത്തെഴുതുന്നത്, പിന്നെന്താണ് ഉപന്യാസം എഴുതുന്നത്. യെസ്. അപ്പൊ നമ്മള് 3 കാര്യങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ചോദിക്കട്ടെ, എല്ലാ പാഠഭാഗങ്ങളും വായിച്ചു കഴിഞ്ഞാ? കടൽ തീരത്ത് വായിച്ച OV വിജയന്റെ കടൽ തീരത്ത് പൊതിച്ചോറ് കണ്ട? അതില് പൊതിച്ചോറ്, തുവർത്തിൽ കെട്ടിയ ചോറിനെ കുറ്റി കണ്ടിട്ടുണ്ടോ? പൊതിച്ചോറ് കഴിച്ചിട്ടുണ്ടോ നിങ്ങള്? പൊതിച്ചോറ് കഴിച്ചിട്ടുണ്ടോ? നമ്മൾ സാധാരണ ചോറും രാവിലെ ഇങ്ങനെ പൊതിച്ചോറ് ഇങ്ങനെ കെട്ടിക്കൊണ്ടുവന്നൊരു ഉച്ചയും കെട്ടാവുമ്പോണ്ടില്ല, അതൊക്കെ ഇങ്ങനെ അഴിച്ചിങ്ങനെ കഴിക്കുമ്പോൾ ഒരു സ്വാദ് എന്താണ്? അതും വാഴയിലയിൽ പൊതിയണം അല്ലേ? അല്ലേ? യെസ്, അതാണ് വാഴയിലയിൽ അങ്ങോട്ട് പൊതിന്റെ സാറേ. അപ്പൊ അപ്പുറത്തേക്കൊന്നും വേണ്ട. തെന്നി പോകുന്നുണ്ടോ സാറേ? എങ്ങനെ തെന്നി വിഷയത്തിൽ നിന്ന് തെന്നി ഫുഡിലേക്ക് പോകുന്നുണ്ടോ? ഓക്കെ, യെസ്. അപ്പോ കടൽ തീരത്ത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പ്രിയദർശനം, അമ്മത്തൊട്ടിൽ, ലക്ഷ്മണ സ്വാന്തനം, യുദ്ധത്തിന്റെ പരിണാമം, പിന്നെ ഏതൊക്കെയുള്ളത്? പണയം, അല്ലേ? യെസ്. അങ്ങനെയുള്ള പാഠഭാഗങ്ങളൊക്കെയും വായിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് തോന്നുന്നു. ഓണമുറ്റത്ത്, യെസ്, ഓണമുറ്റത്തുണ്ട്. യെസ്. ഓ, നോമ്പാണ് സാറേ. സോറി കേട്ടാ. നോമ്പ് കഴിഞ്ഞില്ല, എന്നെ പറ്റിക്കാൻ പറ്റില്ല. കേൾക്കുമ്പോഴേക്കും ഞാൻ ഞാനായിട്ട് എടുത്ത് ചാടി പറയും ചെയ്യും. അതാണ്. ഓക്കെ. അപ്പൊ ഓണമുറ്റത്തൊക്കെ ഉണ്ട് അല്ലേ? യെസ്. അപ്പോ എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കണം അല്ലേ? പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കണം മക്കളെ. വായിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. യുദ്ധത്തിന്റെ പരിണാമം, യുദ്ധത്തിന്റെ പരിണാമം പറഞ്ഞുതരാനായിട്ട് പറയുന്നുണ്ട്. യുദ്ധത്തിന്റെ പരിണാമം മാത്രമല്ല, എല്ലാ പാഠഭാഗങ്ങളും സാറ് പറഞ്ഞിരുന്നുണ്ട്. ഓക്കെ, നമുക്കങ്ങനെ വരാം. ഓക്കെ, ഓരോ പാഠഭാഗങ്ങളിൽ നിന്നും വരാവുന്ന ചോദ്യങ്ങളടക്കമാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് നമുക്ക് അതിൽ നിന്നും എന്താണ് ജ്ഞാനാർത്ഥങ്ങൾ വരാനുണ്ടോ, എതിർലിംഗം വരാനുണ്ടോ, വിപരീതം എഴുതാനുണ്ടോ, വിഗ്രഹാർത്ഥം എഴുതാനുണ്ടോ, എല്ലാ പാഠഭാഗങ്ങളിൽ നിന്നൊക്കെ വരൂല്ലോ. നമുക്ക് ചാൻസ് ഇല്ലടാ. ചാൻസ് ഉണ്ട് അല്ലേ? യെസ്. അപ്പൊ ഇന്നും നാളെയും സാറ് ഞാൻ വോയിസ് ഇട്ട് തന്നിട്ടായിരുന്നു നിങ്ങൾക്ക്. ഇന്നും നാളെയായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ മലയാളം പഠിച്ച് തീർക്കണം. അപ്പൊ എൻ്റെ ഒപ്പം നിങ്ങളില്ലേ? യെസ്, എൻ്റെ ഒപ്പം നിങ്ങളുണ്ട്. യെസ്. ഓക്കെ. അപ്പൊ മക്കളെ, അപ്പൊ നമുക്ക് പാഠഭാഗങ്ങളൊക്കെ ഓരോന്നായിട്ട് നമുക്ക് കാണാം. അതിന്റെ ഓരോ ചോദ്യങ്ങളൊക്കെ കാണാം. ഇന്ന് നമുക്ക് പാഠഭാഗങ്ങളിലേക്ക് ഒന്ന് കടക്കണം. എന്തായാലും അതിന് മുമ്പായിട്ട് ഞാൻ പ്രയോഗത്തിലേക്കൊക്കെ ഒന്ന് പോവാം. ഒന്ന് പ്രയോഗിച്ച് നോക്കട്ടെ. എന്ത് പ്രയോഗത്തിലേക്കാണ്? കർത്തരിയിലേക്കും കർമ്മണിയിലേക്കും ഒക്കെ നമുക്കൊന്ന് ഓടി പോവണ്ടേ? നിങ്ങളാണ് എന്നെ പഠിപ്പിക്കാൻ പോണെന്ന് കേട്ടോ, അത് വേറെ കാര്യം. നിങ്ങൾ തന്നെ എനിക്ക് പറഞ്ഞുതരാൻ പോണേ. ഞാൻ 9ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞെന്നുള്ളതാ. കർത്തരി പ്രയോഗം എന്താണ്, കർമ്മണി പ്രയോഗം എന്താണ്, നിഷേധവാക്യം എന്താണ്, അംഗവാക്യം എന്താണ്, വിധിവാക്യം എന്താണ്, അങ്കിവാക്യം എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ തന്നെയാണ് എന്നെ പഠിപ്പിക്കാൻ പോണേ അല്ലേ? പുസ്തകം ഒന്നും മറച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. മനസ്സിലായ? ഓക്കെ. അപ്പൊ മക്കളെ, അപ്പൊ നമ്മള് പ്രയോഗത്തിലേക്ക് പോവാണ് കേട്ടാ. ഇതൊക്കെ ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടാ. എല്ലാം ശ്രദ്ധിച്ചിരിക്കണം. ഇത് കുറച്ചുകൂടി കൂടുതൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന ഒരു ഭാഗമാണ്. കുറെ സംശയങ്ങളൊക്കെ ഇന്ന് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, കുറെ വോയിസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാനായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ. യെസ്. പ്രയോഗം എന്താണ് പ്രയോഗം? ക്രിയയുടെ അർത്ഥപൂർത്തി വരുത്തുന്നതിൽ കർത്താവിനാണോ കർമ്മത്തിനാണോ പ്രാധാന്യം എന്ന് കൽപ്പിക്കുന്നതാണ് പ്രയോഗം. പഠിക്കണ്ട, വെറുതെ ഇട്ടതെന്ന് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കേട്ടാ. നിങ്ങൾ ബേജാറാവണ്ട. ഓക്കെ. അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് നിങ്ങൾ പേടിക്കുകയേ വേണ്ട. അപ്പൊ പ്രയോഗം എന്ന് പറയുന്നത് ക്രിയയുടെ അർത്ഥപൂർത്തീകരണത്തിന് കർത്താവിനാണോ കർമ്മത്തിനാണോ ഒരു ക്രിയ പൂർത്തീകരിക്കുന്നതിന് കർത്താവാണോ കൂടുതലും പ്രാധാന്യം കൽപ്പിക്കുന്നത്, ക്രിയയാണോ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത്, അതിനെയാണ് പ്രയോഗം എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് 2 എണ്ണമാണ്: കർത്തരി പ്രയോഗവും കർമ്മണി പ്രയോഗവും.
കർത്തൃകാരകത്തിന്, അതായത് കർത്താവിന് പ്രാധാന്യമുള്ള പ്രയോഗം കർത്തരി പ്രയോഗം. ഒന്ന് മനസ്സിലാക്കി വെക്കാം. കർത്താവിന് എവിടെയാണോ പ്രാധാന്യം അത് കർത്തരി പ്രയോഗം. എന്താ പറഞ്ഞേ? കർത്താവിന് പ്രാധാന്യമുള്ള പ്രയോഗം കർത്തരി പ്രയോഗം. കർമ്മത്തിനാണ് പ്രാധാന്യമെങ്കിൽ അതിനെ പറയുന്ന പേര് എന്തിട്ടാ മക്കളെ? ഒന്ന് പറഞ്ഞേടാ. കർമ്മണി പ്രയോഗം. അപ്പൊ നമ്മളിപ്പോ എന്താ പഠിച്ചുകൊണ്ടിരിക്കണേ? നമ്മൾ പ്രയോഗത്തെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മൾ എന്താണ് കർത്തരി പ്രയോഗവും കർമ്മണി പ്രയോഗവുമാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ കർത്താവിനാണ് പ്രാധാന്യമെങ്കിൽ അതിനെ കർത്തരി പ്രയോഗമെന്നും, കർമ്മത്തിനാണ് പ്രാധാന്യമെങ്കിൽ കർമ്മണി പ്രയോഗം എന്നാണ് പറയുന്നത്. നോക്കി, കർത്ത കർമ്മ ഒന്ന് നോക്കിയേ, തെറ്റൂലേ നിങ്ങൾക്ക്? കർത്ത കർത്ത എന്ന് വരുമ്പോ കർത്താവ്, കർമ്മ കർമ്മ എന്ന് വരുമ്പോ എന്താണ്? കർമ്മം. ഓക്കെ, അപ്പോ കർത്താവിന് പ്രാധാന്യമുള്ളത് കർത്തരി പ്രയോഗം എന്ന് പറയുന്നു, കർമ്മത്തിന് പ്രാധാന്യമുള്ളത് കർമ്മണി പ്രയോഗം എന്ന് പറയുന്നു. ക്ലിയർ അല്ലേ? ഈ ധാരണയില്ലേ നിങ്ങൾക്ക്? ഇവിടെ കിട്ടിയ അത് ഇവിടെ എത്തിയില്ലേ? യെസ്, അവിടെ എത്തി നിൽക്കണ്ടേ കേട്ടാ. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇത് സ്ലൈഡ് മാറ്റിക്കോ സാർ, ഇത് വേണ്ട. ഓക്കെ, കർത്തരി പ്രയോഗം എങ്ങനെ തിരിച്ചറിയാം? എങ്ങനെ നമുക്കൊരു സംഭവം തന്നു കഴിഞ്ഞാൽ അതിലെ കർത്തരി പ്രയോഗമാണോ കർമ്മണി പ്രയോഗമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും? നമുക്ക് തന്നുള്ളതില് ഞാൻ കർമ്മണി എടുത്തിട്ട് ഞാനിപ്പോ ഇതിലേക്ക് വരാം കേട്ടോ. സാർ അടുത്ത സ്ലൈഡ് കാണിച്ചേ. കർമ്മണി എടുത്തിട്ട് ഇങ്ങോട്ട് വരാം, അതാവും നല്ലത്. യെസ്, കർമ്മണി പ്രയോഗം എങ്ങനെ തിരിച്ചറിയാന്ന് ആദ്യം പറയാം. കർമ്മണി പ്രയോഗം എങ്ങനെ തിരിച്ചറിയാം? കർമ്മണി പ്രയോഗം എന്താന്ന് പറഞ്ഞു നമ്മള്? കർമ്മത്തിന് പ്രാധാന്യമുള്ളതാണ് കർമ്മണി പ്രയോഗം. അതെങ്ങനെ തിരിച്ചറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ ഒപ്പം ആലുണ്ടായിരിക്കും. കർത്താവിന്റെ ഒപ്പം ആരുണ്ടായിരിക്കോ? ആൽ. എന്താണ്? ആലിലെ ആല്. ആലുണ്ട്. ഓക്കെ, കർത്താവിനോടൊപ്പം ആലുണ്ടായിരിക്കും. ക്രിയയോടൊപ്പം ആ എന്ന നടുവിനേച്ചം ചേർത്ത്, അത് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, പെട് എന്ന സഹായ ക്രിയ ഉണ്ടായിരിക്കും. എന്തുണ്ടായിരിക്കുക? പെട്. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ. ഒന്ന്, ആലുണ്ടായിരിക്കും. ആരുടെ ഒപ്പം? കർത്താവിന്റെ ഒപ്പം. രണ്ടെന്താണ്? പെടുണ്ടായിരിക്കും. ഒന്നുകൂടി പറഞ്ഞേ. ഒന്ന്, കർമ്മണി പ്രയോഗത്തിൽ കർമ്മത്തിനായിരിക്കും പ്രാധാന്യം. കർമ്മണി പ്രയോഗം നമ്മൾ എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് കർത്തരി പ്രയോഗം കർമ്മണി പ്രയോഗം എന്ന് പറഞ്ഞ് തിരിച്ചു തരില്ല. നമുക്കൊരു പ്രയോഗം ഇങ്ങനെ തരും, എന്നിട്ട് എന്താണ്? പ്രയോഗം മാറ്റുക എന്നായിരിക്കും ചോദ്യം, അല്ലേ? അങ്ങനെ തന്നെയാണ് ചോദ്യം. അപ്പൊ അതിൽ ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ്? കർമ്മണി പ്രയോഗമാണോ കർത്തരി പ്രയോഗമാണോ എന്ന് കണ്ടെത്തണം. കർമ്മണി പ്രയോഗമാണ് എന്ന് കണ്ടെത്താനായിട്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? കർത്താവിന്റെ ഒപ്പം ആലുണ്ടോ നോക്കാം. കർത്താവ് എന്താന്ന് അറിഞ്ഞൂടെ? കർത്താവ് എന്താന്ന് അറിഞ്ഞൂടെ? യെസ്. ഓക്കെ, ക്രിയ എന്താന്ന് അറിഞ്ഞൂടെ? ചെയ്യുന്ന പ്രവൃത്തി, അല്ലേ? യെസ്. ക്രിയയോടൊപ്പം എന്ത് വെക്കണം? പെടുമുണ്ടോ നോക്കാം. ഉദാഹരണം നോക്കി, കണക്കു പുസ്തകം മത്തായിയാൽ തുറക്കപ്പെട്ടു. കണക്കു പുസ്തകം മത്തായിയാൽ തുറക്കപ്പെട്ടു. മത്തായി എന്ന് പറഞ്ഞ കർത്താവിന്റെ ഒപ്പം എന്തുണ്ട് ഇവിടെ? ആൾ, അല്ലേ? ആൾ, അങ്ങനെയല്ലേ? മത്തായിയോടൊപ്പം എന്തുണ്ട്? ആലുണ്ട്. തുറക്കപ്പെട്ടു, തുറന്നു എന്നതായിരുന്നു, അല്ലെ? തുറന്നു എന്തായിരിക്കും? അതിന്റെ ഒപ്പം എന്തുണ്ട്? പെട് ഉണ്ട്, ചേർത്തുണ്ട്. ഓക്കെയാണോ? അപ്പോ കണക്കു പുസ്തകം മത്തായിയാൽ തുറക്കപ്പെട്ടു എന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് എന്തെന്ന് പറയാ? ഏത് പ്രയോഗം അപ്പൊ തന്നെ പറയണം നമ്മള്? ആലുണ്ടോ പെടുണ്ടോ? എന്ത് പ്രയോഗമായി? കർമ്മണി പ്രയോഗമായി, അല്ലെ? അപ്പൊ നമുക്ക് പ്രയോഗം മാറ്റാനാകുമ്പോ എന്താ ചെയ്യണ്ടേ? ഇതിനെ എവിടേക്ക് മാറ്റണം? കർത്തരിയിലേക്ക് മാറ്റണം. ഇവിടെ വരെ ക്ലിയർ ആയ? സൂപ്പറായിട്ട് ക്ലിയർ ആയ നിങ്ങൾക്ക്? യെസ്. ഇതിന് സിമ്പിൾ ആയിട്ട് എനിക്ക് പറയാനായിട്ട് പറ്റില്ല കേട്ടത്. ഓക്കെ, അപ്പൊ കർമ്മണി പ്രയോഗം ഒന്നും കൂടി ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവന്നേ. നോക്കിയേ, അടിപൊളിയായിട്ട് ശ്രദ്ധിച്ചിരിക്കും. ഒന്നും കൂടി കേട്ടാ, ഒന്നും കൂടി മനസ്സിലേക്ക് കൊണ്ടുവരാം. പ്രയോഗം രണ്ട് തരത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. കർമ്മണി പ്രയോഗമുണ്ട്, കർത്തരി പ്രയോഗമുണ്ട്. കർമ്മണി പ്രയോഗമാണ് നമ്മൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കർമ്മണി പ്രയോഗത്തില് കർമ്മത്തിനായിരിക്കും പ്രാധാന്യം. എങ്ങനെയാണ് നമ്മൾ കർമ്മണി പ്രയോഗമാണോ എന്ന് തിരിച്ചറിയുന്നത്? എങ്ങനെയാണ്? കർത്താവിന്റെ ഒപ്പം ആൽ എന്നതുണ്ടോ നോക്കാം. ബാക്കി പ്രയോഗിക വിഭക്തി അതൊക്കെ വിട്, നിങ്ങൾ അതൊക്കെ വിട്, അതൊന്നും നോക്കണ്ട. കർത്താവിന്റെ ഒപ്പം എന്ത് വേണം? ആല് വേണം.
ക്രിയയോടൊപ്പം എന്ത് വേണം? പെട് വേണം. ഞാൻ ഇവിടെ എഴുതി വെച്ചുള്ള ബാക്കിയൊന്നും നോക്കണ്ട. ഓക്കെ, അത് ഭംഗിക്ക് എഴുതിയതെന്ന് വിചാരിച്ചാൽ മതി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്ര മാത്രമാണ്. കർത്താവിന്റെ ഒപ്പം ആല്, ക്രിയയോടൊപ്പം എന്ത് വേണം? പെട് വേണം. ഒരു ഉദാഹരണം കൂടി എഴുതി വെക്കുക അടിയിൽ. കണക്കു പുസ്തകം മത്തായിയാൽ തുറക്കപ്പെട്ടു. അതില് മത്തായിയാണ് കർത്താവ്. ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് കർത്താവ് എന്നും എന്താണ് ക്രിയ എന്നും മനസ്സിലാക്കണണ്ട. ഓക്കെ, യെസ്, ഓക്കെ. അപ്പോ കണക്കു പുസ്തകം മത്തായിയാൽ തുറക്കപ്പെട്ടു എന്ന് പറയുമ്പോ അതില് മത്തായി എന്നതാണ് കർത്താവ് എന്ന് കിട്ടിയ. അതിൽ അവന്റെ ഒപ്പം ആളുണ്ടോ? യെസ്. പിന്നെന്താണ്? തുറന്നു എന്നതാണ് അവിടുത്തെ ക്രിയ വരുന്നത്. പെട് ചേർത്തപ്പോ തുറക്കപ്പെട്ടു എന്ന് എഴുതി അല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ കർമ്മണി പ്രയോഗം സെറ്റായടാ മക്കളെ. കർമ്മണി പ്രയോഗം സെറ്റായടാ. യെസ്, 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 യെസ്. ഓക്കെ, അപ്പൊ ദേ നമ്മൾ കർത്തരിക്ക് പോവാട്ടാ. സാറ് മുമ്പത്തെ സ്ലൈഡ് കൊടുക്കും. കർത്തരി. കർത്തരിനെ കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞേ? കർത്താവിനാണ് പ്രാധാന്യം അല്ലെ? കർത്ത വന്നു കഴിഞ്ഞാൽ കർത്താവിനായിരിക്കും പ്രാധാന്യം. അവിടെ കഴിഞ്ഞു. അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ നോക്കാം. എങ്ങനെ തിരിച്ചറിയാം? രാജാവ് നാട് ഭരിച്ചു, അതായത് കർത്താവിന് പ്രാധാന്യം ഉള്ളതാണ്. വേറെ ഒന്നും നോക്കണ്ട മക്കളെ. കർത്താവിന്റെ ഒപ്പം ആലില്ല, ക്രിയയോടൊപ്പം എന്തില്ല? പെടില്ല. എന്തില്ല? ക്രിയയോടൊപ്പം പെടില്ല, കർത്താവിന്റെ ഒപ്പം ആലുമില്ല. അപ്പൊ അതെന്ത് പ്രയോഗ? എന്ത് പ്രയോഗ? കർത്തരി പ്രയോഗം. അതുകൊണ്ടാണ് സാറ് എന്ത് ചെയ്തേ? കർമ്മണി ആദ്യം നിങ്ങളെ പഠിപ്പിച്ചത് കേട്ടാ. മനസ്സിലായടാ? അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് പ്രയോഗം മാറ്റുക എന്ന് പറഞ്ഞൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആ ചോദ്യത്തിൽ ആദ്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്താണ്? ഇത് കർമ്മണി പ്രയോഗമാണോ കർത്തരി പ്രയോഗമാണോ? ആദ്യം നമുക്ക് തന്ന ഒരു വാക്യം വായിക്കാം. അത് വായിച്ചതിന് ശേഷം അതിൽ കർത്താവിന്റെ ഒപ്പം ആലുണ്ടോ എന്ന് നോക്കാം, ക്രിയയോടൊപ്പം പെട് എന്നത് ചേർത്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് രണ്ടും ഇല്ല എങ്കിൽ അതെന്തായിരിക്കും? കർത്തരി പ്രയോഗമായിരിക്കും. ഇവിടം വരെ ക്ലിയർ ആണോ? കിട്ടുണ്ണിയേട്ടാ ഇവിടം വരെ ശരിയാണോ എന്ന് ചോദിക്കണ പോലെ അല്ലേ? യെസ്, ശരിയാണ് അല്ലേ? ഇൻ കേസ് കർത്താവിനോടൊപ്പം ആലും ക്രിയയോടൊപ്പം പെടുമുണ്ടെങ്കിൽ അതെന്താ? കർമ്മണി പ്രയോഗം. അപ്പോ എൻ്റെ പൊന്നുമക്കളെ, എൻ്റെ കുഞ്ഞുമക്കളെ, മക്കൾക്ക് പ്രയോഗം കണ്ടെത്താനായിട്ട് മനസ്സിലായ? പ്രയോഗം കണ്ടെത്താൻ മനസ്സിലായ? കണ്ടെത്താൻ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്തരിയാണോ കർമ്മണിയാണോ എന്ന് കണ്ടെത്താൻ മനസ്സിലായടാ? യെസ്. അങ്ങ് മനസ്സിലായെങ്കിൽ ഒരു ഉഷാറായിട്ട് ടാറ്റ തന്നെ നോക്കട്ടെ. യെസ്, ഓക്കെ. അപ്പോ പാതി സാറ് വിജയിച്ചു അല്ലേ? ഞാനല്ല, നമ്മള്. യെസ്, പാതി നമ്മുടെ വിജയം. ഇനി നമ്മൾ ഇതിനെ മാറ്റണം. രാജാവ് നാട് ഭരിച്ചു. ഒന്ന് നോക്കിക്കേ. ഇത് കർത്തരി പ്രയോഗമാണ്. ഇതിനെ കർമ്മണിയിലേക്ക് ആവണം. ഒന്ന് വേഗം കൂടി വന്നിട്ട് പറഞ്ഞത് സാറിന്. അശ്വന്ത്, ഹലോ മോനെ, ഗുഡ് ഈവനിങ് മോനെ. രാജാവിനാൽ നാട് ഭരിക്കപ്പെട്ടു. യെസ്, രാജാവിനാൽ നാട് ഭരിക്കപ്പെട്ടു. എത്ര ആൾക്കാർക്ക് കിട്ടി? ഒന്ന് കൈവിശേ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ആരാണ് കർത്താവ്? രാജാവ് നാട് ഭരിച്ചു എന്നതിൽ ആരാണ് കർത്താവ്? രാജാവ്. അപ്പോ നമ്മൾ ആദ്യം തന്നെ തിരിച്ചറിഞ്ഞു എന്താണ്? ഇത് കർത്തരി പ്രയോഗാന്ന് തിരിച്ചറിഞ്ഞു അല്ലേ? അപ്പൊ ഈ കർത്തരി പ്രയോഗത്തെ കർമ്മണിയാക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് നമ്മുടെ ഇവിടേക്ക് വന്നത്? കർത്താവിനോടൊപ്പം ആല് ചേർക്കണം, ക്രിയയോടൊപ്പം പെട് ചേർക്കണം. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്തിട്ടാ? ഇതിൽ ആരാണ് കർത്താവ്? രാജാവാണ് കർത്താവ്. അങ്ങനെ ആവുമ്പോ രാജാവിനോടൊപ്പം എന്ത് ചേർക്കണം? നമ്മള് ആൾ ചേർക്കണം. പിന്നെ നാട്, പിന്നെന്താണ്? ഭരിച്ചു.
ഭരിച്ചു എന്നതല്ലേ അവിടുത്തെ ക്രിയ, ഭരിച്ചു എന്നല്ലേ അവിടുത്തെ ക്രിയ. യെസ്, അപ്പൊ ഭരിച്ചുവിന്റെ ഒപ്പം പെട് ചേർക്കുമ്പോ എന്തായി? ഭരിക്കപ്പെട്ടു. എന്തായി? ഭരിക്കപ്പെട്ടു. ഓക്കെ, അപ്പൊ രാജാവിനാൽ നാട് ഭരിക്കപ്പെട്ടു. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാ, നാട് രാജാവിനാൽ ഭരിക്കപ്പെട്ടു. എന്തെഴുതാ? നാട് രാജാവിനാൽ ഭരിക്കപ്പെട്ടു. ഓക്കെ ആണോടാ? ഓക്കെ ആണോ? യെസ്, ഓക്കെ. ഇനി ഒരെണ്ണം കൂടി പറയട്ടെ, ഒരെണ്ണം പറഞ്ഞു തരോ? യെസ്, രണ്ടാമത് നോക്കി. ഞാൻ ചെമ്മീൻ നോവൽ വായിച്ചു. ഞാൻ ചെമ്മീൻ നോവൽ വായിച്ചു. യെസ്, ശ്വേതിക. ഗുഡ് ഈവനിങ് മോളെ. ആ യെസ് യെസ്, നോക്കൂ, ചെമ്മീൻ നോവൽ എന്നാൽ, ഞാനാൽ എന്ന് പറയില്ല, എന്നാൽ വായിക്കപ്പെട്ടു. മനസ്സിലായ മക്കളെ? ആദ്യത്തെ നോക്കിയേ, നാട് രാജാവിനാൽ ഭരിക്കപ്പെട്ടു. ഇവിടേക്ക് വന്നപ്പോ എന്താണ്? ചെമ്മീൻ നോവൽ ആദ്യത്തേക്ക് പോയി അല്ലേ? ചെമ്മീൻ നോവൽ എന്നാൽ വായിക്കപ്പെട്ടു. ചെമ്മീൻ നോവൽ എന്നാൽ വായിക്കപ്പെട്ടു. സെറ്റാണോ? സെറ്റാണോ? യെസ്. അപ്പോ കർത്തരിയെ നമ്മൾ കർമ്മണിയിലേക്ക് മാറ്റി. കർത്തരിയെ നമ്മൾ കർമ്മണിയിലേക്ക് മാറ്റി. ഇനിയുള്ള നിങ്ങൾ പറയണ്ടല്ല, ഇപ്പൊ നിങ്ങൾക്ക് ക്ലിക്ക് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലിക്കായാ? യെസ്. ഇനി ഒരെണ്ണം കൂടി നോക്കാം. ഇനി കർമ്മണിയിൽ നിന്ന് കർത്തരിയിലേക്ക് വരാം കേട്ടാ. യെസ്, അടുത്ത എക്സാമ്പിൾ നോക്കാം. കണക്കു പുസ്തകം മത്തായിയാൽ തുറക്കപ്പെട്ടു. അതിനെ കർത്തരിയിലേക്ക് ആക്കി. ഇത് കർമ്മണിയാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? ഇതെങ്ങനെ മനസ്സിലായേ? കർത്താവിനോടൊപ്പം ആളുണ്ട്, ക്രിയയോടൊപ്പം പെടുണ്ട്. യെസ്, ഇതിനൊന്ന് കർമ്മണിയിലേക്ക്, സോറി, കർത്തരിയിലേക്ക് ആക്കിയതായോ? ഒന്ന് ആക്കി തന്നേ. നിധി. യെസ്, നിധി അല്ലേ? അല്ലേ? നിധിൻ. മിഠായി കിട്ടിയില്ല എന്ന് ആരൊക്കെ പറയണ്ടല്ലേ? ഇവിടെ എടുത്തു വെച്ചിട്ട് ഞാൻ അങ്ങനെ അങ്ങനെ തരാൻ വേണ്ടിട്ട്. അതെ സാർ, അമൽ സാർ പറയാം, അമൽ സാറിനുള്ളതാണ്. നിധി പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ. നമ്മള് നിധിയെ വിളിച്ചിട്ട് നിധി അവിടെ ഇങ്ങനെ പറയട്ടെ സാറേ, എന്നെ ഒന്ന് പറയും. സൗണ്ട് കേൾക്കണില്ല. കേക്കട്ട് കേക്കട്ട്. യെസ് യെസ്, പറയും. നോക്കിയേ, കണക്കു പുസ്തകം മത്തായിയാൽ തുറക്കപ്പെട്ടു എന്നത് മത്തായി ആദ്യം വന്നു അല്ലേ? മത്തായി കണക്കു പുസ്തകം തുറന്നു. എന്താ പറഞ്ഞേ? മത്തായി കണക്കു പുസ്തകം തുറന്നു. മത്തായിയാൽ എന്നതിലെ ആല് പോയി, തുറക്കപ്പെട്ടു എന്നതിലത്തെ പെടു പോയിട്ട് തുറന്നു എന്നാക്കി. ഓക്കെ, ഒരെണ്ണം കൂടി പറയാം സാർ. മനോഹരമായ പൂക്കളം കുട്ടികളാൽ തയ്യാറാക്കപ്പെട്ടു. മനോഹരമായ പൂക്കളം കുട്ടികളാൽ തയ്യാറാക്കപ്പെട്ടു. ആരാ പറയാ? സൂര്യഹർഷ്. ഹായ് ഹായ്. കുട്ടികൾ മനോഹരമായ പൂക്കളം തയ്യാറാക്കി. യെസ്, ദേ വന്നു നമുക്ക് ഉത്തരം. മനോഹരമായ പൂക്കളം കുട്ടികളാൽ തയ്യാറാക്കപ്പെട്ടു എന്ന കർമ്മണി പ്രയോഗത്തെ നമ്മൾ എന്താക്കി മാറ്റി? കുട്ടികൾ മനോഹരമായ പൂക്കളം തയ്യാറാക്കി. എന്താണ്? കുട്ടികൾ മനോഹരമായ പൂക്കളം തയ്യാറാക്കി. യെസ്. അപ്പു മക്കളെ, നമ്മുടെ പ്രയോഗം മാറ്റൽ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചാ? ഇനി സംശയം വരുമോ നിങ്ങൾക്ക്? ഇനി സംശയം വരുമോ? ഇല്ല അല്ലേ? യെസ്, ഇത്രേ ഉള്ളൂ ഈ സംഭവം ഉണ്ടാ. കൃത്യമായിട്ട് നമ്മൾ അടിപൊളിയായിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, ഏത് പ്രയോഗമാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിനുശേഷമാണ് അതിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തേണ്ടത്. ആദ്യം നമ്മൾ കർത്തരിയാണോ കർമ്മണിയാണോ എന്ന് മനസ്സിലാക്കാം. അതിനുശേഷം അതിനെ എന്ത് മാറ്റങ്ങൾ വരുത്തേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് ചെയ്യാം കേട്ടാ. അപ്പോ പ്രയോഗം മാറ്റൽ വന്നു കഴിഞ്ഞാൽ തെറ്റിക്കരുത് കേട്ടാ.
കേട്ടാ? യെസ്. പ്രയോഗമാറ്റില്ല. അപ്പൊ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ദേ പെൻഡിങ് ഉള്ളവർക്ക് മുഴുവൻ മിഠായി തരാൻ പോവാണ് സാറ് കേട്ടാ. കുറെ നേരമായി അവിടെ ഇരുന്നിട്ട് കരയണം, മിഠായി 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 എന്ന് പറഞ്ഞിട്ട്. ഈ സാറ് ഓരോന്ന് കൊണ്ടുവരും ചെയ്യാൻ പറഞ്ഞ് കൊതിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തരൂല എന്ന് പറഞ്ഞിട്ടല്ലേ അല്ലേ? അതെ. ഓക്കെ. എന്താണ് അയച്ചു തരോന്നാ? ആ അയച്ചുതരാ. എവിടെയാണ്? അവിടേക്ക് എത്തണല്ലേ? ഓക്കെ. യെസ്. അപ്പൊ മുട്ടായികൾ വിതരണം ചെയ്യാനുള്ള സമയമായിട്ടാ. അപ്പൊ മുട്ടായികൾ വിതരണം ചെയ്യാനുള്ള സമയമായി എന്ന് പറഞ്ഞപ്പോ എവിടെ നിന്നൊക്കെ ഓടി വന്നിട്ട് ഇരിക്കുന്നുണ്ട്. ഓക്കെ. യെസ്. ദേ പിടിച്ചോ. അപ്പൊ എല്ലാരും സെറ്റ് ആയിരുന്നേ? നോക്കട്ടെ. യെസ്, എല്ലാരും സെറ്റ് ആയിരുന്നു. ദേ പിടിച്ചോ. കിട്ടിയടാ. ചിലവർക്ക് കുറച്ച് നേരമായിട്ട് വരലോട്ടാ. ഓക്കെ. യെസ്. ഓക്കെ. ഓക്കെ. എന്താണ് ജിപേ 10 റുപ്പി മതി. ഡാ ജിപേ ചെയ്യുന്നതും ഈ മിഠായി ഞാൻ തരുന്നതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാ. മനസ്സിലായാ? മനസ്സിലായാ? ഇതില് എന്റെ സ്നേഹവും ഞങ്ങളുടെ വിന്നേഴ്സിലത്തെ എല്ലാവരുടെ സ്നേഹവും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് തരുന്നത്. മനസ്സിലായാ? അപ്പൊ അതിന് വേറൊരു വൈബാണ്. എല്ലാവർക്കും ഇട്ടില്ലേ? യെസ്, ഞാൻ എല്ലാവർക്കും ആയിട്ട് തന്നെ എല്ലാവരും സന്തോഷമായിട്ട് നിതിൻ സാറ് തന്ന മുട്ടായികളൊക്കെ തിന്നാം. ഓക്കെ. കഴിക്കുമ്പോ എന്നാ ആലോചിച്ചോളൂട്ടാ. എന്താണ് ഐഫോൺ ആയാലും മതി എന്ന് പറയുന്നത്. മോനെ സാറ് ഇവിടെ ഉപയോഗിക്കണതല്ലേ? മനസ്സിലായി? ഓക്കെ. അയ്യോ വയ്യ. വാങ്ങിച്ചിട്ടെന്നാൽ മതി. ഖത്തറിന്റെ ബോർഡർ എത്തി. യെസ്, ആ ബോർഡർ എത്തി ഇപ്പൊ വേഗം. യെസ്, ഖത്തറിന്റെ ബോർഡറൊക്കെ തുടങ്ങി. കണ്ടാ നിങ്ങൾക്കൊരു വല്ലാത്തുള്ള സാധനങ്ങൾ അവിടെ എത്തി. ഓക്കെ. അപ്പൊ മക്കളെ അപ്പൊ അടിപൊളിയായിട്ട് നമ്മള് എന്തൊക്കെ പഠിച്ചു എന്ന് ഒന്നും കൂടി ഓർത്തെടുത്തേ. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കാൻ പോകുന്നില്ല കേട്ടോ. ഞാനിങ്ങനെ ഓരോന്നും ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഓർത്തെടുപ്പിക്കുകയാണേ. പത്രവാർത്ത എഴുതാനായിട്ട് പഠിച്ചു, കത്ത് എഴുതാനായിട്ട് പഠിച്ചു, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉപന്യാസം എഴുതാനായിട്ട് പഠിച്ചു. അങ്ങനെ ഇതൊക്കെയും പഠിച്ചതിന് ശേഷം നമ്മൾ എന്താണ് പ്രയോഗത്തിലേക്കാണ് കടന്നത്. പ്രയോഗത്തിലേക്ക് കടന്നിട്ട് നമ്മൾ ആദ്യം തന്നെ കർത്തരി പ്രയോഗവും കർമ്മണി പ്രയോഗം എന്താന്ന് പറഞ്ഞു. കർത്തരി പ്രയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിന് പ്രാധാന്യം, കർത്താവിന് പ്രാധാന്യം, കർമ്മത്തിന് പ്രാധാന്യം. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ കർത്തരിയാണോ കർമ്മണിയാണോ എന്ന് കണ്ടെത്തണം. കർമ്മണിയാണ് എങ്കിൽ കർത്താവിനോടൊപ്പം ആലുണ്ടായിരിക്കും, ക്രിയയോടൊപ്പം പെടുണ്ടായിരിക്കും. അപ്പൊ അത് മനസ്സിലാക്കി വെക്കാം. ആലും പെടും ഇല്ലെങ്കിൽ അതെന്താണ്? കർത്തരിയാണ് മക്കളെ. അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്തരിയാണോ കർമ്മണിയാണോ എന്ന് തിരിച്ചറിയുക. അതിനുശേഷം അതിൽ നിന്ന് പ്രയോഗം മാറ്റണം. പ്രയോഗം നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? കർമ്മണിയാണെങ്കിൽ അതിലെ ആലും പെടും മാറ്റിയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കർത്തരിയാണെങ്കിൽ കർത്താവിനോടൊപ്പം ആല് ചേർക്കുക, ക്രിയയോടൊപ്പം പെട് ചേർക്കുക. ഓക്കെ അല്ലേ? ഇത്രയുള്ളൂ നമ്മുടെ പ്രയോഗം. ഇത്രയുള്ള നമ്മുടെ പ്രയോഗം മാറ്റൽ. കർമ്മണി പ്രയോഗവും കർത്തരി പ്രയോഗവും ഭദ്രമായിട്ട് ഇവിടെ എടുത്തു വെച്ചോളൂട്ടാ. നാളെ വരുമ്പോ വീണ്ടും ചോദിച്ചോളൂട്ടാ. മക്കളെ ഒരു സംശയമില്ല, ഒട്ടും സംശയമില്ലാതെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര സിമ്പിളായിട്ട് പറയാം ഇതിനെ. അതാണ് പറയുന്നത്. ഓക്കെ. വലിയ എന്തോ അല്ല, മലമറിക്കാനുള്ള സംഭവം ഒന്നല്ല അത്. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. ഇതിന് സിമ്പിളായിട്ട് പറഞ്ഞു തരാനായിട്ട് എനിക്ക് പറ്റൂല. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടിപൊളിയായിട്ടിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പോകുന്നത് വിധിവാക്യവും നിഷേധവാക്യവും പോകുന്നത്. അതിനു മുമ്പായിട്ട് നമ്മൾ അങ്കിവാക്യം അംഗവാക്യം ഒന്ന് കാണാം. ഓക്കെ സാറേ, നമുക്ക് അതിന് ശേഷമുള്ള സ്ലൈഡിലേക്ക് പോകാം. വിധിവാക്യത്തിന് ശേഷമുള്ള വാക്യം. അപ്പൊ ദേവരാണ് കേട്ടാ. എന്താണ് വാക്യമെന്ന് ഇതൊക്കെ വെറുതെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നുള്ളൂ. എന്താണ് വാക്യം? പൂർണ്ണമായിട്ട് ഒരു ആശയം നൽകുന്നതും പരസ്പര ബന്ധമുള്ളതുമായ പദസമൂഹമാണ് വാക്യം. അപ്പൊ എന്താണ് വാക്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടൊരു ആശയം കേട്ട് കാണാണ്ട് പഠിക്കാനൊന്നല്ല കേട്ടാ. ഇത് വെറുതെ പറഞ്ഞു പോണതാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊന്നും നിങ്ങൾ പഠിക്കേണ്ട, നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രം മനസ്സിലാവുള്ളൂ. അപ്പൊ പൂർണ്ണമായ ഒരു ആശയം തരുന്നതും പരസ്പരം ബന്ധമുള്ളതുമായ പദസമൂഹം എന്ന് പറയുന്ന പദങ്ങളുടെ ഒരു കൂട്ടമാണ്.
നമ്മൾ പറയില്ലേ നിങ്ങളുടെ ഒരു കൂട്ടം എന്ന് പറയില്ലേ, ഇല്ലേ? അതുപോലെ പദങ്ങളുടെ ഒരു കൂട്ടമാണ് വാക്യം. വാക്യത്തില് ആഖ്യയുണ്ട്, ആഖ്യാതമുണ്ട്. വാക്യത്തിൽ 2 ഘടകമുണ്ട്, ആഖ്യ ആൻഡ് ആഖ്യാതം. ഉദാഹരണമായിട്ട് നോക്കാം. ആരെ പറ്റിയാണോ പറയുന്നത് അത് ആഖ്യ, എന്താണ് പറയുന്നത് അത് ആഖ്യാതം. പൂവിടരുന്നു, പൂവ് വിടരുന്നു, ആരെ പറ്റിയ പറയുന്നതില്? ആരെ പറ്റിയ പറയുന്നേ? പൂവിനെ പറ്റി അല്ലേ? അപ്പൊ പൂവാണ് അവിടെ ആഖ്യ. വിടരുന്നു, എന്താ പറയുന്നത്? വിടരുന്നു, അപ്പൊ അതാണ് ആഖ്യാതം. സൂര്യൻ ഉദിക്കുന്നു, ആരാഖ്യ? സൂര്യൻ ഉദിക്കുന്നു, എന്താണ് ആഖ്യാതം. ഇത് നിങ്ങൾക്ക് കിട്ടുകയെന്ന് വെച്ചിട്ട് ഓക്കെ, കുഴപ്പമില്ല, അത് അങ്കിവാക്യാണ് നമുക്ക് പ്രാധാന്യം. ഞാൻ അതിന് മുന്നോടിയായിട്ട് വാക്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു മാത്രം കേട്ടോ. യെസ്, നമ്മുടെ ഗ്രാമർ, മലയാളം ഗ്രാമർ പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന നിലയിലേക്ക് പറഞ്ഞു തന്നു എന്ന് മാത്രം. ഓക്കെ അല്ലേ? അപ്പോൾ വാക്യം എന്താണെന്നും ആഖ്യയും ആഖ്യാതം എന്താണെന്നും നമ്മൾ നോക്കി. യെസ്, ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകും. ഇനിയാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അടുത്ത സ്ലൈഡ്. അതെ, അടുത്ത സ്ലൈഡ്. വാക്യം 2 തരത്തിലുണ്ട്. യെസ്, ശ്രദ്ധിക്കുക, ഇവിടേക്ക് വാ. വാക്യം 2 തരത്തിലുണ്ട്. അങ്കിവാക്യം അഥവാ പ്രധാന വാക്യം. എന്താണ്? അങ്കിവാക്യം അഥവാ പ്രധാന വാക്യം 1, അങ്കവാക്യം അഥവാ അപ്രധാന വാക്യം. അപ്പോ അങ്കിവാക്യമാണ് പ്രധാന വാക്യം, അങ്കവാക്യമാണ് അപ്രധാന വാക്യം. ഓക്കെ, അതിനെ കുറിച്ചിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് പറയാൻ നോക്കാം. പൂർണ്ണമായ ആശയം പ്രദാനം ചെയ്യുന്ന ഭാഗമാണ് അങ്കിവാക്യം. അതായത് ഒരു വാക്യത്തില് പൂർണ്ണമായിട്ടുള്ള ആശയം നൽകുന്നത്, ഒരു വാക്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ആശയം നൽകുന്നതാണ് അങ്കിവാക്യം. അതായത് പ്രധാനപ്പെട്ട വാക്യം, അതിനെ ഒന്നിനെയും ആശ്രയിക്കാതെ ഒറ്റയ്ക്ക് നിൽക്കുന്നതായിരിക്കും അത്. പൂർണ്ണമായ ആശയം നൽകാത്തത് അങ്കവാക്യം, മറ്റൊന്നിന്റെ സഹായത്തോടെ നിൽക്കുന്നത് എന്ത്? അപൂർണമായിട്ടുള്ള അത്. അതൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ഇത്ര മാത്രം നോക്കാം. അങ്കിവാക്യം എന്ന് വെച്ചാൽ പ്രധാന വാക്യമായിരിക്കും, അങ്കവാക്യം എന്ന് വെച്ചാൽ അപ്രധാന വാക്യമായിരിക്കും. അപ്പൊ നമ്മളോട് എടുത്തു ചോദിക്കാറുണ്ട് അങ്കവാക്യവും അങ്കിവാക്യവും തിരിച്ചെഴുതുക. ചോദിക്കാറുണ്ടാ? ചോദിക്കാറുണ്ട് അല്ലേ? യെസ്. ഒരു ഉദാഹരണം നോക്കി. കോവിഡ് പിടിച്ചപ്പോൾ ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ടു. ഒരു ട്രിക്ക് പറഞ്ഞുതരാം സാറ്. അങ്കിവാക്യം അങ്കവാക്യത്തിലേ എഴുതാൻ പറയുമ്പോ ആദ്യത്തേത് എന്തായിരിക്കും? അങ്കവാക്യായിരിക്കും. രണ്ടാമത്തെ എന്തായിരിക്കും? അങ്കിവാക്യായിരിക്കും. ഭൂരിഭാഗം എല്ലാ കേസിലും, ഭൂരിഭാഗം എല്ലാ ചോദ്യങ്ങളുടെയും ആദ്യം എടുക്കുന്നത് അങ്കവാക്യായിരിക്കും, രണ്ടാമത് എടുക്കുന്നത് എന്തായിരിക്കും? അങ്കിവാക്യായിരിക്കും. ടാ, മനസ്സിലായ? ഓക്കെ. കോവിഡ് പിടിച്ചപ്പോൾ ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ടു. കോവിഡ് പിടിച്ചപ്പോൾ ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ടു. ഇതില് ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ടു അർത്ഥം കിട്ടണ്ട? അർത്ഥം കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ അതാണ് എന്ത്? പ്രധാന വാക്യമായ അങ്കിവാക്യം. കോവിഡ് പിടിച്ചപ്പോൾ, ഇപ്പൊ കോവിഡ് പിടിച്ചപ്പോഴാവില്ല, ചിലപ്പോൾ വരൾച്ച വന്നപ്പോൾ എന്നാലും നമുക്ക് മാറ്റി കൊടുക്കാം അല്ലെ? അല്ലെ? ജനങ്ങൾ അപ്പൊ വല്ലാതെ ബുദ്ധിമുട്ടി അല്ലെ? അപ്പോ കോവിഡ് പിടിച്ചപ്പോൾ എന്താണ് അവിടെ എന്ത് വരുന്നത്? അപ്രധാന വാക്യമായിട്ടുള്ള അങ്കവാക്യം. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഒരു വാക്യം തന്നു കഴിഞ്ഞാൽ അതിന്റെ രണ്ടാമത്തെ ഭാഗത്തിരിക്കുന്നത് അങ്കിവാക്യവും ആദ്യ ഭാഗത്തിരിക്കുന്നത് എന്താണ്? അങ്കവാക്യവുമായിരിക്കും. ക്ലിയർ? ക്ലിയർ? യെസ്. 2-3 എക്സാമ്പിളുകൾ ഒന്ന് നോക്കാം. മഴ പെയ്തപ്പോൾ അവൾ കുട നിവർത്തി. കൂടേന്നല്ല കേട്ടോ, അത് ടൈപ്പ് ചെയ്തപ്പോ വന്നൊരു മിസ്റ്റേക്ക് ആണേ, സോറി. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യാട്ടോ. ഓക്കെ, അപ്പൊ മഴ പെയ്തപ്പോൾ അവൾ കുട നിവർത്തി. ഇതിൽ ഏതാണ് അങ്കിവാക്യം, ഏതാണ് അങ്കവാക്യം? ഒന്ന് പറഞ്ഞേ. ഒന്ന് വേഗം പറഞ്ഞേ. ലിയോണ. ഗുഡ് ഈവനിങ് മോളെ. മഴ പെയ്തപ്പോൾ അവൾ കുട നിവർത്തി. ഇതിൽ ഏതാ അങ്കിവാക്യം, ഏതാ അങ്കവാക്യം? യെസ്, മഴ പെയ്തപ്പോൾ അങ്കവാക്യം, അവൾ കുട നിവർത്തി അങ്കിവാക്യം. സെറ്റ്. ഓക്കെ ട്ടാ, അടിപൊളി ട്ടാ.
വേനൽ കഠിനമായപ്പോൾ കിണറുകൾ വറ്റിത്തുടങ്ങി. ഒന്ന് വേഗം കൂടി വന്ന് പറഞ്ഞേ. വേനൽ കഠിനമായപ്പോൾ കിണറുകൾ വറ്റിത്തുടങ്ങി. കാതറിൻ. വേനൽ കഠിനമായപ്പോൾ എന്നത് അങ്കവാക്യവും കിണറുകൾ വറ്റിത്തുടങ്ങി എന്നത് അങ്കിവാക്യവും. മൂന്നാമത്തെ, ബസ് കിട്ടാതെ വന്നപ്പോൾ യാത്രക്കാർ വല്ലാതെ വിഷമിച്ചു. അദ്വൈത്. യെസ്, അദ്വൈതിനാണ്. യെസ്, ഗുഡ് ഈവനിങ് മോനെ. ബസ് കിട്ടാതെ വന്നപ്പോൾ എന്നത് അങ്കവാക്യവും യാത്രക്കാർ വല്ലാതെ വിഷമിച്ചു എന്നത് അങ്കിവാക്യവും. യെസ്, ഓക്കെ. യെസ് യെസ്, ഓക്കെ. അപ്പോ അങ്കിവാക്യവും അങ്കവാക്യവും പഠിച്ചടാ? യെസ്, ഓക്കെ. അപ്പോ നമ്മള് അടിപൊളിയായിട്ട് പ്രയോഗം മാറ്റാനും പഠിച്ചു, അങ്കവാക്യം അങ്കിവാക്യവും പഠിച്ചാ? യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ ആ രണ്ട് കാര്യങ്ങൾ പഠിച്ചു കേട്ടാ. ഇനി നമുക്ക് എന്തുണ്ട്? നിഷേധവാക്യം, വിധിവാക്യം ഒക്കെ ഉണ്ട് അല്ലേ? അത് നമുക്ക് പഠിക്കാം. എനിക്ക് പിന്നെ സെക്കൻഡ് ബ്രേക്ക് കൊടുക്കാറായ? ഇല്ല, ഓക്കെ. തുടരല്ലേ? യെസ് മക്കളെ, അപ്പോ നമ്മള് അങ്കവാക്യം അങ്കിവാക്യം കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? പ്രയോഗം മാറ്റാനായിട്ട് പഠിച്ചു അല്ലേ? അപ്പൊ ഒരു 7 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, എന്നിട്ട് ഓടി വരാ. നിഷേധവാക്യം വിധിവാക്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കണം കേട്ടോ. അപ്പൊ 5 മിനിറ്റ് എന്നുള്ളത് കൂട്ടിയിട്ട് 7 മിനിറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ വേഗം മടങ്ങി വരാം മക്കളെ. യെസ്, ഓക്കെ. വീണ്ടും ഒരു നമസ്കാരം. വേഗം വന്നേ, തിരിച്ചു വന്നേ. എല്ലാവരും തിരിച്ചു വരാ, വേഗം വന്നിരിക്കുക. വീഡിയോകളൊക്കെ ഓൺ ആക്കാം. ഞാൻ എപ്പോഴും പറയുന്ന ഡയലോഗാണ്, നിങ്ങൾക്ക് എന്നെ മാത്രം കണ്ടാൽ മതിയാ, എനിക്ക് നിങ്ങളെ കാണണ്ടേ? യെസ്, അപ്പൊ അതാണ്, എനിക്ക് എല്ലാവരെയും കാണണം. ഓക്കെ, അപ്പൊ വേഗം തന്നെ വീഡിയോ ഒക്കെ ഓൺ ആക്കിയിട്ട് വന്നിരിക്കുക കേട്ടാ. യെസ്, അപ്പൊ നമ്മൾ എവിടെയാ നിർത്തിയത്? നമ്മൾ അങ്കിവാക്യം കണ്ടു അല്ലേ? പ്രയോഗം മാറ്റാനും പഠിച്ചു നമ്മള്. പിന്നെ അതുപോലെ തന്നെ കർമ്മണി കർത്തരി പ്രയോഗങ്ങളൊക്കെയും കണ്ടു. പിന്നെ അതുപോലെ തന്നെ എന്ത് പഠിച്ചു നമ്മള്? അങ്കവാക്യം അങ്കിവാക്യം പഠിച്ചു. യെസ്, ഓക്കെ മക്കളെ. അപ്പോഴേ നമുക്ക് ആ ഒരു വിഭാഗത്തിൽ വരുന്ന പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങളിൽ ഒന്നായിരുന്നു അങ്കവാക്യം അങ്കിവാക്യം എടുത്തെഴുതല്, പിന്നെ പ്രയോഗം മാറ്റല്, പിന്നെ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന നിഷേധവാക്യം വിധിവാക്യത്തിന്റെ കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരുന്ന വേറെ 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഏതെങ്കിലും ഒരു വാക്യം തന്നിട്ട് അത് വാക്യത്തിൽ പ്രയോഗിക്കല്. വാക്യമല്ല, ഒരു വേർഡ് തന്നിട്ട് അതൊരു വാക്ക് തന്നിട്ട് അതെന്ത് ചെയ്യാം? വാക്യത്തിൽ പ്രയോഗിക്കാം. നടന്നു എന്ന് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ നടന്നു എന്ന് നമ്മൾ കൊടുക്കില്ലേ? അതുപോലെ അങ്ങനെ സിമ്പിൾ ഒന്നും നിങ്ങൾക്ക് തരില്ല, ഞാൻ വെറുതെ ഒന്ന് എക്സാമ്പിൾ ഒന്ന് പറഞ്ഞെന്നുള്ളൂ കേട്ടാ. ഓക്കെ, അപ്പൊ വാക്യത്തിൽ പ്രയോഗിക്കാം. പിന്നെ എന്താണ്? അർത്ഥത്തിൽ മാറ്റമില്ലാതെ അതിനെ എന്ത് ചെയ്യാൻ? അർത്ഥവ്യത്യാസമില്ലാതെ എഴുതാനായിട്ട് എന്തെങ്കിലും ഒരു വേർഡ് തന്നിട്ട് അതിന് അർത്ഥവ്യത്യാസമില്ലാത്ത രീതിയിലേക്ക് എന്ത് ചെയ്യാനായിട്ട് പറയും? എഴുതാനായിട്ട് വരും. ആ ഒരു 5 ചോദ്യങ്ങളാണ് ആ ഒരു പാർട്ടിൽ ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ അതിലെ 3 ഭാഗങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ നമ്മൾ കൂടുതലും ഇനി ഞാൻ പറഞ്ഞില്ലേ, പാഠഭാഗങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് സാറ് ചർച്ച ചെയ്യുമ്പോഴാണ് നമുക്കിനി പഠിക്കാനുള്ള ഏതൊക്കെ ഭാഗങ്ങള്? ജ്ഞാനാർത്ഥങ്ങള്, വിപരീതം, വിഗ്രഹാർത്ഥം, അതൊക്കെ ഇല്ലേ? എന്താണ് അത് പറയുമ്പോൾ മുഖത്തൊരു മ്ലാനത? ഒന്നുമില്ല, സിമ്പിളാണ്, പേടിക്കണ്ട കേട്ടാ. ഇതൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ഇതൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചില്ലേ? അപ്പൊ ഇനി അതിനെന്താണ് പേടിക്കാനുള്ളത്? ഒന്നും പേടിക്കാനില്ല മക്കളെ, അടിപൊളിയായിട്ട് തന്നെ നമ്മൾ എല്ലാവരും പഠിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ നിഷേധവാക്യം വിധിവാക്യം എന്നതിലേക്കാണ് കിടക്കുന്നത് കേട്ടോ. അപ്പൊ വിധിവാക്യവും നിഷേധവാക്യവും എന്താണ് എന്ന് പറയാം. വിധിവാക്യം. ഒരു കാര്യമുണ്ട് എന്ന് പറയുന്നത് വിധിവാക്യം. ഒരു കാര്യം ഉണ്ട് എന്ന് പറയുന്നതാണ് എന്ത്? വിധിവാക്യം.
എഴുതി, പറഞ്ഞു, കണ്ടു, അതൊക്കെയാണ് എന്നതൊക്കെയാണ് അതിന് ഉദാഹരണമായിട്ട് കൊടുക്കുന്നത്. നോക്കി, ഞാൻ എഴുതി, അവൻ എഴുതി, അവൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നതൊക്കെയും ഉദാഹരണം. ഒരു കാര്യം ഇല്ല എന്ന് പറയുന്നത് നിഷേധവാക്യം. എഴുതിയില്ല, പറഞ്ഞില്ല, കണ്ടില്ല, നിഷേധവാക്യം. നിഷേധിക്കല്ലേ? ഇല്ല 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 രീതിയിലേക്ക്. ഓക്കെ, അപ്പോൾ വിധിവാക്യം നിഷേധവാക്യം എന്താന്ന് മനസ്സിലാക്കാം. എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. എക്സാമ്പിളിലേക്ക് ചാക്കുണ്ണിക്ക് ജോലിയിലുള്ള ശ്രദ്ധ പാളിപ്പോയി. വിധിവാക്യാണ് അല്ലേ? വിധിവാക്യല്ലേ? ഈ വിധിവാക്യത്തെ എന്തിലേക്കാക്കാം? നിഷേധവാക്യത്തിലേക്ക് ആക്കാൻ അറിയോ? ഒന്ന് സാറ് പറഞ്ഞുതരാം. ചാക്കുണ്ണിക്ക് ജോലിയിലുള്ള ശ്രദ്ധ പാളിപ്പോയി എന്നതാണ് നമുക്ക് തന്നിട്ടുള്ള ഭാഗം അല്ലേ? ചാക്കുണ്ണി ഏത് പാഠഭാഗത്തിലെത്തിയ ചാക്കുണ്ണി? പണയം അല്ലേ? പണയം എന്ന് പറഞ്ഞ പാഠഭാഗത്തിലെത്തിയാണ് അല്ലേ? യെസ്. അപ്പൊ ചാക്കുണ്ണിക്ക് ജോലിയുള്ള ശ്രദ്ധ പാളിപ്പോയി എന്നതിനെ നിഷേധവാക്യമാക്കിയിട്ട് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതാ? ചാക്കുണ്ണിക്ക് ജോലിയിലുള്ള ശ്രദ്ധ പാളിപ്പോകാതിരുന്നില്ല. എന്തെഴുതാ? പാളിപ്പോകാതിരുന്നില്ല. ഓക്കെ, പാളിപ്പോയി എന്നതിനെ പാളിപ്പോകാതിരുന്നില്ല. ക്ലിയർ ആയ? യെസ്. പോയി എന്നതിനെ പോകാതിരുന്നില്ല. യെസ്. അടുത്തത് നിങ്ങളൊന്ന് പറയട്ടാ. ഗുമസ്തൻ ചീട്ടെടുത്ത് അച്ചുകുത്തി. ആരാ പറഞ്ഞിരുന്നേ? വിധിവാക്യാണ് നിഷേധവാക്യത്തിലേക്ക് മാറ്റാം. ശ്വേതിക. ഗുഡ് ഈവനിങ് മോളെ. യെസ്. നോക്കാം മക്കളെ, ഗുമസ്തൻ ചീട്ടെടുത്ത് അച്ചുകുത്തി എന്ന വിധിവാക്യത്തെ, അത് വിധിയെഴുത്താണ് അല്ലെ? ആ വിധിവാക്യത്തെ നമ്മൾ എന്താക്കാണ്? നിഷേധവാക്യം എഴുതാണ്. ഗുമസ്തൻ ചീട്ടെടുത്ത് അച്ചുകുത്താതിരുന്നില്ല. നമ്മൾ മുമ്പ് പറഞ്ഞു പാളിപ്പോകാതിരുന്നില്ല. ഇവിടെ എന്താ പറയുന്നേ? അച്ചു കുത്താതിരുന്നില്ല അല്ലേ? യെസ്. അപ്പൊ ഗുമസ്തൻ ചീട്ടെടുത്ത് അച്ചുകുത്തി എന്ന വിധിവാക്യത്തെ നമ്മള് ഗുമസ്തൻ ചീട്ടെടുത്ത് അച്ചുകുത്താതിരുന്നില്ല എന്നാക്കി അല്ലേ? യെസ്, അടിപൊളി കേട്ടാ. നമുക്ക് അടുത്ത് നോക്കി. ചെമ്പുമത്തായി അത് കേൾക്കാൻ ശ്രമിച്ചു. അർത്ഥം മാറാതെ നിഷേധ രൂപത്തിലേക്ക് എഴുതാനാണ് പറയാ കേട്ടാ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതണം കേട്ടാ. അർത്ഥം മാറാതെ നിഷേധ രൂപത്തിലേക്ക് മാറ്റാൻ പറയുന്നതുകൊണ്ടാണ് നമ്മൾ എങ്ങനെ എഴുതുന്നത്? പാളിപ്പോകാതിരുന്നില്ല എന്ന് പറയുന്നതും പോയി എന്ന് പറയുന്നതും അല്ലേ? രണ്ടും ഒന്നല്ലേ? രണ്ടും ഒരേ അർത്ഥല്ലേ? യെസ്. ചെമ്പുമത്തായി അത് കേൾക്കാൻ ശ്രമിച്ചു. അവിടെ എന്താ അർത്ഥം മാറാതെ നിഷേധ രൂപത്തിലേക്ക് ആക്കുമ്പോ വരാ? ചോദിച്ചു. ആരാണ്? ശിശിര. യെസ്, ശിശിര പറഞ്ഞോ. യെസ്. ചെമ്പുമത്തായി അത് കേൾക്കാൻ ശ്രമിക്കാതിരുന്നില്ല. എന്താ പറഞ്ഞേ? ചെമ്പുമത്തായി അത് കേൾക്കാൻ ശ്രമിക്കാതിരുന്നില്ല. മക്കൾ ഒന്നും കൂടി ശ്രദ്ധിക്കാം. അർത്ഥം മാറാതെ വിധിവാക്യത്തെ നിഷേധ രൂപത്തിലേക്ക് മാറ്റുക എന്നതായിരിക്കും ചോദ്യം. അങ്ങനെയാകുമ്പോൾ പാളിപ്പോയി എന്നതിന്റെ അതേ അർത്ഥം തന്നെ വരണം. പക്ഷെ അത് എന്താവണം? നിഷേധ രൂപത്തിലാകണം. അപ്പൊ നമ്മൾ എന്തെഴുതണം? പാളിപ്പോകാതിരുന്നില്ല. അച്ചുകുത്തി എന്ന വിധിവാക്യത്തെ നമ്മൾ എന്താക്കണം? അച്ചുകുത്താതിരുന്നില്ല. കേൾക്കാൻ ശ്രമിച്ചു എന്നതിന് എന്താണ്? കേൾക്കാൻ ശ്രമിക്കാതിരുന്നില്ല. ഓക്കെ ആണോ? അപ്പൊ വിധിവാക്യം എന്താണെന്നും നിഷേധവാക്യം എന്താണെന്നും എങ്ങനെയാണ് അത് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലായ? യെസ്. ഓക്കെ. അപ്പൊ ഓടി വന്ന് നമുക്ക് ഉത്തരങ്ങൾ പറഞ്ഞ് തന്ന നമ്മുടെ കൂട്ടുകാർക്കുള്ള മുട്ടായികൾ ദേ പിടിച്ചോ. 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 വേണ്ടാ. ഓക്കെ. വേണ്ട. ഓക്കെ.
വേണ്ടതല്ലേ? അല്ല അല്ല, അങ്ങനെയല്ല അല്ലേ? ഓക്കെ, ദേ പിടിച്ചോ. യെസ് യെസ്, കിട്ടിയാ? ഇന്ന് ഞാൻ എൻ്റെ മുട്ടായി ഞാൻ എറിയും ചെയ്തു. തകർന്നാണോ? ഓക്കെ. അപ്പോ ദേ മക്കളെ, നമ്മൾ അടുത്ത ഭാഗമായിട്ടുള്ള നിഷേധവാക്യവും വിധിവാക്യവും പഠിച്ചാ മക്കളെ? വീണ്ടും പറയാണ്, ചിരിച്ചും കളിച്ചും രസിച്ചും ഒക്കെ നമ്മൾ നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അടിപൊളിയായിട്ട് ഒരു തരത്തിലും നിങ്ങൾക്ക് ആ ഒരു ബോറിങ് ഇല്ലാതെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടാ. നിങ്ങളത് ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? പഠിക്കണം, കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളണം. അതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ല മക്കളായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ പോണത്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ എന്തൊക്കെ ഇന്ന് കണ്ടു എന്നാണ് നമ്മൾ ഒരിക്കൽ കൂടി നമ്മൾ ഓർക്കാനായിട്ട് പോകുന്നത് കേട്ടാ. സാറേ സ്ലൈഡൊക്കെ മാറ്റി. അപ്പോ നമ്മൾ ഇന്ന് എന്തൊക്കെ ചർച്ച ചെയ്തു? നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് നമ്മുടെ പത്രവാർത്തയെ കുറിച്ചിട്ടായിരുന്നു. ഒരു പത്രവാർത്ത എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? നല്ലൊരു തലക്കെട്ടുണ്ടായിരിക്കണം. അതായത് ആശയം ഉൾക്കൊള്ളുന്നതും നമുക്കെല്ലാവർക്കും അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകർഷണം ഉണ്ടാകുന്നതും അതുപോലെ തന്നെ ആകാംക്ഷ ഉണർത്തുന്നതുമായിരിക്കണം ആ തലവാചകം. പിന്നീട് നമ്മൾ എന്താണ് പഠിച്ചത്? അതിനുശേഷം നമ്മൾ തലവാചകം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം ലേഖകൻ എന്നോ അല്ലെങ്കിൽ പ്രത്യേക ലേഖകൻ എന്നോ എഴുതണം. അതിനുശേഷം സ്ഥല സൂചന കൊടുക്കണം. അതിനുശേഷം ആദ്യത്തെ പാരഗ്രാഫില് കൃത്യമായിട്ട് അത് അവതരിപ്പിക്കണം. നമ്മുടെ തലവാചകത്തിൽ കൊടുത്തുള്ള കാര്യത്തെക്കുറിച്ചുള്ള അവതരണമായിരിക്കണം. അതിനുശേഷം നമ്മൾ എന്തു കൊടുക്കണം? മറ്റു പാരഗ്രാഫിൽ ആര്, എന്ത്, എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടില്ലേ? അതൊക്കെ കൊടുത്ത്, എങ്ങനെ എന്നുള്ള കാര്യങ്ങളും കൊടുത്ത്, എപ്പോൾ എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം എന്തുകൊണ്ടാണ് ഇതുണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം. 3 പാരഗ്രാഫിലേക്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ 4ാമത്തെ പാരഗ്രാഫിലേക്കും കൊടുക്കാം. അപ്പൊ പത്രവാർത്ത നമ്മൾ സേഫ് ആയിട്ട് എടുത്തു വെച്ചു. അടുത്തതായിട്ട് നമ്മൾ എടുത്തത് കത്താണ്. നമുക്ക് ഔപചാരികവും അനൗപചാരികവുമായിട്ടുള്ള കത്തുകളുണ്ട്. അതിൽ ഔപചാരിക കത്തുകളാണ് നമുക്ക് എഴുതാനായിട്ട് വരാറുള്ളത്. അപ്പൊ അതിൻ്റെ ഒരു മോഡൽ സാർ ഇതേ കാണിച്ചു തരാം. നിങ്ങൾക്ക് ചോദിച്ചിരുന്നില്ല, അപ്പൊ അതിന്റെ മോഡൽ സാർ കാണിച്ചു തരാം. യെസ്, നോക്കി കണ്ട, പ്രേക്ഷക എന്ന് കൊടുത്തിട്ട് ഇടതുവശത്താണ് കൊടുത്തില്ല പ്രേക്ഷക. ഇവിടെ ഒരു വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിസംബോധന ചെയ്തതിന് ശേഷമാണ് വിഷയം കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അഭിസംബോധന ചെയ്തതിന് ശേഷമാണ് വിഷയം കൊടുത്തിട്ടുള്ളതെന്നുള്ള വ്യത്യാസമുള്ളൂ. അപ്പൊ പ്രേക്ഷക എന്ന് കൊടുത്ത് അവിടെ എന്ത് ചെയ്തു? അവിടെ അഡ്രസ്സ് എഴുതിയതിനു ശേഷം സ്വീകർത്താവ് അവിടെ അഡ്രസ്സ് കൊടുത്തു. സാർ ഓർ മേഡം എന്ന് വെച്ചതിന് ശേഷം എന്താണ് വിഷയം എഴുതിയിട്ടുണ്ട്. അതിനുശേഷം കൃത്യമായിട്ട് കാര്യത്തെ അവിടെ ബോഡി പാരഗ്രാഫിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവസാനം നോക്കിയ മക്കളെ, വിശ്വസ്തയോടെ. യെസ്, പുതിയ ഫോർമാറ്റ്. യെസ്, വിശ്വസ്തയോടെ. അതിൻ്റെ അടിയിൽ പ്രിൻസിപ്പൾ, അതിന് മുകളിൽ എന്ത് ചെയ്യുക? ഒപ്പ് വെക്കണം. ഇപ്പുറത്തെ ഇടതുവശത്ത് എന്താണ്? സ്ഥലവും ഡേറ്റും. ഓക്കെ, ഇംഗ്ലീഷ് എഴുതിയിരിക്കോട്ടാ. മലയാളത്തിൽ അയ്യോ ദൈവം ചെയ്ത് ഞാൻ കൂപ്പുന്നു, എൻ്റെ ദൈവമേ. മക്കളെ, അതാണ് സാറ് അപ്പൊ തന്നെ പറഞ്ഞത്. നമ്മുടെ വീട്ടുപേരൊക്കെ എഴുതണ്ട, മീൻസ് അങ്ങനെ എഴുതേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗസ് ഒന്ന് കൊടുക്കോ, വീട് എന്ന് കൊടുക്കാം. ഓക്കെ, ദയവ് ചെയ്ത് മക്കളെ നിങ്ങൾ എഴുതുമ്പോൾ ഇംഗ്ലീഷ് അതിലേക്ക് കൊടുക്കരുക്കും. മലയാളമല്ലേ നമ്മൾ പരീക്ഷയാണെങ്കിലും എന്താണെങ്കിലും മലയാളമല്ലേ? മലയാളത്തിന് ഇഷ്ടമല്ലേ നിങ്ങൾക്ക്? അല്ലേ? അല്ല, എന്താണ് എന്നെ നിർത്തിയിട്ട് നിങ്ങൾ അങ്ങനെ പറയണേ? അതെ, സാറ് പോയതിനു ശേഷം പറയാ നല്ലാന്ന്. ഓക്കെ, അപ്പൊ മക്കളെ, അപ്പൊ നമ്മൾ കത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പ്രേക്ഷകൻ അല്ലെങ്കിൽ പ്രേക്ഷക അല്ലെങ്കിൽ ഇത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ സ്വീകർത്താവ് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ എന്താണ്? അഭിസംബോധന കൊടുത്ത്, വിഷയം കൊടുത്ത്, അതിനടിയിൽ ഉള്ളടക്കം കൊടുത്ത്, വലത്തേ ഭാഗത്ത് വിശ്വസ്തയോടെ എന്ന് കൊടുത്തിട്ട് ഉപസംഹാര വാക്കുകൾ കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ ഒപ്പും പേരും, ഇടതേ വശത്ത് എന്ത് കൊടുക്കണം? സ്ഥലവും ഡേറ്റും കൊടുക്കണം. ഓക്കെ അല്ലേ? യെസ്, ഇതാണ് മോഡൽ കേട്ടോ. മോഡൽ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് അയച്ചതാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ എന്തും പഠിച്ചു? കത്തും പഠിച്ചു. ഓക്കെ, കത്തും പഠിച്ചു. ഓക്കെ, യെസ്. അപ്പൊ പിന്നെ രണ്ടാമത്തത് നമ്മൾ ഇവിടേക്ക് മാറ്റി വെച്ചു. അടുത്ത എന്താണ്? ഉപന്യാസം. ഉപന്യാസം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു?
കൃത്യമായിട്ടുള്ള തലക്കെട്ട് വേണം അല്ലേ? യെസ്, തലക്കെട്ട് വേണം. എങ്ങനെയാണ് പോണത്? തലക്കെട്ട്, ബോഡി പാരഗ്രാഫ് അല്ലേ? എങ്ങനെയാണ് പോണത് അല്ലേ? യെസ്, തലക്കെട്ട് വേണം, കൃത്യമായിട്ടുള്ള തലക്കെട്ട് വേണം. ബോഡി പാരഗ്രാഫ്, കൃത്യമായിട്ടുള്ള ബോഡി പാരഗ്രാഫ്. അതിനു മുമ്പായിട്ട് ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം ബോഡി പാരഗ്രാഫ് നമ്മൾ ഒരു 3 പാരഗ്രാഫ് കൊടുക്കുക. ഏറ്റവും അവസാനം എന്ത് കൊടുക്കുക? കൺക്ലൂഷൻ കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഉപന്യാസം എഴുതുന്നത്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് നമ്മൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞത്. ഇവിടെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമ്മൾ കൈകാര്യം ചെയ്തതായിരുന്നു നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. ഇങ്ങനെ നിൽക്കുന്നത് അല്ലേ? യെസ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്നൊക്കെ പറയുന്നത് വെറുതെയാ. ഓക്കെ, പ്രയോഗം, കർത്തരി പ്രയോഗവും കർമ്മണി പ്രയോഗത്തെയും കുറിച്ച് നമ്മൾ പഠിച്ചു. എന്താണ് കർത്തരി പ്രയോഗം, എന്താണ് കർമ്മണി പ്രയോഗം? കർത്തരി പ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന് പ്രാധാന്യം. കർമ്മണി പ്രയോഗം എന്ന് പറഞ്ഞാലോ കർമ്മത്തിനായിരിക്കും പ്രാധാന്യം. ഓക്കെ, നമ്മൾ ഇത്ര നേരം പഠിച്ചത് ഞാനൊരു 5 മിനിറ്റിൽ ഒതുക്കി പറയുന്ന പോലെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 10 മിനിറ്റിൽ ഒതുക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കർമ്മണി പ്രയോഗം എങ്ങനെ തിരിച്ചറിയാം? കർമ്മണി പ്രയോഗം എങ്ങനെ തിരിച്ചറിയാം? കർത്താവും ക്രിയയും കണ്ടുപിടിച്ചതിന് ശേഷം കർത്താവിനോടൊപ്പം ആൽ ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? കർമ്മണിയായിരിക്കും. അതിനോടൊപ്പം തന്നെ ക്രിയയോടൊപ്പം എന്തും വേണം? പെടും ചേർത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് കർമ്മണി പ്രയോഗമാണ്. അങ്ങനെയല്ലെങ്കിൽ അത് കർത്തരി പ്രയോഗമാണ്. ക്ലിയർ അല്ലേ? അവിടെ നിന്ന് നമുക്ക് മാറ്റണം. എങ്ങനെയാ മാറ്റാം? കർമ്മണിയാണെങ്കിൽ കർത്തരി മാറ്റണം. അപ്പൊ നമ്മൾ എന്താണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം? കർമ്മണിയാണെങ്കിൽ കർത്തരിയാക്കാൻ പറയുമ്പോൾ കർമ്മണിയിലുള്ള കർത്താവിനോടൊപ്പമുള്ള ആൽ മാറ്റി ആ കർത്താവിനെ ആദ്യത്തിലേക്ക് ഇട്ടു. നമ്മൾ ഫസ്റ്റ് കർത്താവിനെ കൊടുത്തു, പിന്നെ അതുപോലെ തന്നെ ക്രിയയിലെ പെടും മാറ്റി നേരെ തിരിച്ചു കൊടുക്കാം. നേരെ ഇപ്പോൾ കർത്തരിയെ കർമ്മണിയാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർത്തരിയിലെ കർത്താവിൻ്റെ ഒപ്പം ആല് ചേർക്കാം, പെട് എന്നത് ക്രിയയോടൊപ്പം ചേർക്കാം. അതാണ് പ്രയോഗം. പിന്നെ നമ്മൾ നോക്കിയതായിരുന്നു അങ്കിവാക്യവും അംഗവാക്യവും. പ്രധാനപ്പെട്ട വാക്യമാണ് അങ്കിവാക്യം, അപ്രധാന വാക്യമാണ് അങ്കിവാക്യം. സാറ് പറഞ്ഞു ഒരു സെന്റൻസ് തന്നു കഴിഞ്ഞാൽ ആ സെന്റൻസിലെ രണ്ടാമത്തെ ഭാഗമായിരിക്കും അങ്കിവാക്യം, ആദ്യത്തെ ഭാഗം എന്തായിരിക്കും? അംഗവാക്യമായിരിക്കും. ഓക്കെ, അത് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ളൊരു ഇതാണ് നിങ്ങൾക്ക്. അത് നിങ്ങൾ അടിപൊളിയായിട്ട് നോക്കാം. അത് വിചാരിച്ചിട്ട് കണ്ണടച്ചിട്ട് വിശ്വസിച്ച് വെക്കിരിക്കോ. കാര്യം വെച്ചാൽ ചിലതങ്ങനെ നമ്മൾ കുഴപ്പിക്കാൻ വേണ്ടി തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ കൃത്യമായിട്ട് നോക്കണം. ഭൂരിഭാഗം കേസിലും നമുക്ക് എങ്ങനെ വരാറ്? രണ്ടാമത്തെ ഭാഗം അങ്കിവാക്യവും ആദ്യത്തെ ഭാഗ്യം എന്താണ്? അംഗവാക്യവും ആയിരിക്കും. അപ്പൊ അതും കഴിഞ്ഞേ. യെസ്, പിന്നെ നമ്മൾ പഠിച്ച എന്തായിരുന്നു? വിധിവാക്യവും നിഷേധവാക്യവും. ഒരു കാര്യം ഉണ്ട് എന്ന് പറയുന്നത് വിധിവാക്യമാണ്, ഇല്ല എന്ന് പറയുന്നത് നിഷേധവാക്യമാണ്. നമുക്ക് ചോദ്യം എങ്ങനെ വരാം? അർത്ഥത്തിൽ വ്യത്യാസമില്ലാതെ വിധിവാക്യത്തെ നിഷേധവാക്യമാക്കുക. അങ്ങനെയാകുമ്പോൾ പോയി എന്നത് പോകാതിരുന്നില്ല. എന്താണ്? പോയി എന്ത്? പോകാതിരുന്നില്ല എന്ന് പറയും. അല്ലെങ്കിൽ വന്നു എന്ത്? വരാതിരുന്നില്ല എന്നാക്കണം. ഓക്കെ അല്ലേ? യെസ്, ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ. 3 കാര്യങ്ങൾ പഠിച്ചു. ഒപ്പം നമ്മൾ എന്ത് പഠിച്ചു? 3 അടുത്ത ഗ്രാമർ ഭാഗങ്ങൾ പഠിച്ചു. ഓക്കെ, സമാസം വരോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ആദ്യത്തെ ഭാഗത്ത്. എങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏതെങ്കിലും 8 എണ്ണത്തിന് ഉത്തരം എഴുതാനായിട്ടുള്ള ഒരു പാർട്ട് ഉണ്ടായിരിക്കും. അതായത് ആദ്യം നമുക്ക് ചോദ്യ പേപ്പറിൽ ഒരു അവതാരണ ചോദ്യമായിരിക്കും ഉണ്ടായിരിക്കാം. അവതാരണ ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് പുറമേ നിന്ന് ചോദ്യം വന്നിട്ട് അതിൽ നിന്ന് 8 ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരും. ആ പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കി അതിനുള്ളിൽ നിന്ന് എടുത്ത് എഴുതേണ്ട ഉത്തരങ്ങളായിരിക്കും അവിടെ. മനസ്സിലായ? അതായിരിക്കും ആദ്യത്തെ സെക്ഷൻ. അതിനുശേഷം വരുന്നതിലാണ് വിപരീത പദം, സമാസം, നാനാർത്ഥം, വിഗ്രഹരൂപം, ഒറ്റപ്പദം, ചേർത്തെഴുതൽ, ആ സംഭവങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ്. ഞാൻ പറഞ്ഞുതരാം. ശരിയായ പദം ഏതാണ്, അർത്ഥം ഏതാണ്, ഒറ്റപ്പദം ഏതാണ്, പിരിച്ചെഴുത്ത് ഏതാണ്, വിഗ്രഹാർത്ഥം, എതിർലിംഗം, വിപരീതം, ഇതൊക്കെയാണ് എവിടെ വരാം? ആ ഒരു ഭാഗത്ത് വരാം. അപ്പോൾ ചോദിച്ച പോലെ തന്നെ സമാസം വരും ആ ഭാഗത്ത്. ഓക്കെ, സമാസം നമുക്ക് ചോദിക്കാം. MCQ രീതിയിലേക്കുള്ള ചോദ്യങ്ങൾ ആയിരിക്കും നമുക്ക് കൂടുതലും ആ ഭാഗങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, യെസ്. അതിനുശേഷമുള്ള ഭാഗത്താണ് നമ്മൾ എന്ത് കണ്ടത്? നമ്മൾ പഠിച്ച കഥകളിൽ നിന്നോ കവിതകളിൽ നിന്നോ MCQ ലെവലിലേക്കുള്ള ചോദ്യങ്ങൾ വരും. നമ്മൾ പഠിച്ച ഭാഗങ്ങളിൽ നിന്നുള്ള എന്താണ് MCQ ലെവലിലുള്ള ചോദ്യങ്ങൾ വരും. അതിനുശേഷം ഇപ്പോൾ നമ്മൾ പഠിച്ച ഭാഗങ്ങളിലെ അംഗവാക്യങ്ങൾ, അങ്കിവാക്യങ്ങൾ, കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വരും. പിന്നെ നമുക്ക് വരുന്നതാണ് 1.5 പുറത്തിൽ കവിയാതെ എഴുതാനുള്ള ഇപ്പോൾ പഠിച്ച പത്രവാർത്ത, പിന്നെ അതുപോലെ തന്നെ എന്താണ് ഉപന്യാസം പോലുള്ള കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് വരുന്നത്.
ഓക്കെ, അതിനോടൊപ്പം തന്നെ ഷോർട്ട് ആൻസറുകൾ, നമ്മൾ പഠിക്കുന്ന ഓരോ പാഠഭാഗങ്ങളിൽ നിന്നും ഷോർട്ട് ക്വസ്റ്റ്യൻസ് വരും, അതിൻ്റെ ആൻസർ എഴുതാനായിട്ട് വരും. അപ്പോൾ ഇന്ന് സാറ് വിചാരിക്കുന്നത് പോലെ തന്നെ തീർത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാറ് വിചാരിച്ച ഭാഗങ്ങളൊക്കെയും ഇന്ന് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സന്ധി സമാസം വരില്ല എന്ന ടീച്ചർ പറഞ്ഞു, അതിനാൽ ഞങ്ങൾ പഠിച്ചില്ല. ഓക്കെ, സന്ധി സമാസം വരില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുമ്പോൾ അതിൽ സന്ധി സമാസങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എന്തായാലും നാളെ നോക്കാം. നമ്മൾ നാളെയാണ്, അതുകൊണ്ട് പറയാനാണ് സാർ നിൽക്കുന്നത്. നാളത്തെ ക്ലാസ്സിലാണ് നമ്മൾ ഓരോ പാഠഭാഗങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോ പാഠഭാഗങ്ങൾ ആശയങ്ങൾ അറിയണ്ടേ? ആശയങ്ങൾ അറിയണ്ടേ? യെസ്, ഓരോ പാഠഭാഗങ്ങളുടെയും ആശയങ്ങൾ അറിയണം. അപ്പോൾ ഓരോ പാഠഭാഗങ്ങളുടെയും ആശയങ്ങൾ സംസാരിച്ചുകൊണ്ട് ആ പാഠഭാഗങ്ങളിൽ നിന്ന് വരാവുന്ന വിപരീതാർത്ഥങ്ങൾ, വിഗ്രഹരൂപങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ സംസാരിക്കും. ഓക്കെ, അപ്പൊ അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ സമാസം ഇല്ല എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ വേണ്ട. ഓക്കെ, സമാസം വേണ്ട. ഓക്കെ, അപ്പൊ അത് വേണ്ട, ഞാൻ പറയുന്നില്ല. ഓക്കെ, സന്ധി സമാസം ഞാൻ പറയുന്നില്ല കേട്ടാ. ഓക്കെ, അപ്പോ ആ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. എന്താണ് സാറേ, ചോദ്യോത്തരങ്ങൾ കവിത അല്ലെങ്കിൽ ആ പാഠം എഴുതിയ ആളുടെ പേരും ആളുടെ വേറെ കൃതികളും പറയണമെന്ന് നിർബന്ധമുണ്ട്. മക്കളെ, നമ്മൾ അതായത് ഒരു ചോദ്യത്തിന്റെ ഉത്തരം എഴുതുമ്പോൾ ആ ഒരു പാഠഭാഗത്തിന് നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ ആ പാഠഭാഗം എഴുതിയത് ആരാണ് എന്നതൊക്കെ നമുക്ക് കൊടുക്കാം. ചില കേസുകളിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേ വേറെ എന്തെങ്കിലും പാഠഭാഗത്തിന്റെ ഉള്ളിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യം എടുത്തിട്ട് ഇതിനെ നിങ്ങൾ വിശദീകരിക്കുക എന്നാവും പറയാം. അപ്പോൾ ചിലപ്പോൾ ആ വാക്യത്തെ നമ്മൾ വിശദീകരിക്കണം. അന്യജീവൻ ഉതകി സ്വജീവിതം ഒന്ന് നോക്കിയാൽ മതി. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ. ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രത്തോളം പ്രാധാന്യമുള്ള വാക്കുകളാണിത്? ഓക്കെ, ചോദിക്കണം. അപ്പൊ നമ്മൾ ഇങ്ങനെ തുടക്കത്തിൽ പറയണ്ട പ്രിയദർശനം എന്ന് പറഞ്ഞ കവിതയിൽ ഇങ്ങനെ കൊടുത്തിട്ടുള്ള വരികളാണ് ഇത്, ഇന്ന വ്യക്തി എഴുതിയ ഈ കവിതയിലെ ഇന്ന വരികളാണ് എന്ന് പറയണ്ട. നമ്മുടെ സാമൂഹികമായിട്ട് എങ്ങനെയാണോ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളിലേക്ക് കൊടുത്താലും മതി. പറഞ്ഞുകൊണ്ട് തെറ്റില്ല കേട്ടാ, പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ആ വരികൾ എത്രത്തോളം നമ്മുടെ സാമൂഹികമായിട്ടുള്ള പ്രസക്തി ഉണ്ട് എന്നല്ല ചോദിക്കുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് അവതരിപ്പിച്ചാൽ മതി. ഓക്കെ, യെസ്. അപ്പൊ അതൊരു സംശയം വന്ന കാരണം സാർ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം കേട്ടാ. ഓക്കെ, അപ്പൊ അങ്ങനെ പോകുന്നു. അപ്പോൾ നാനാർത്ഥം, അതുപോലെ തന്നെ എതിർ പിന്നെ അതുപോലെ തന്നെ വിപരീതാർത്ഥങ്ങൾ, എതിർലിംഗം, വിഗ്രഹരൂപം, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ നാളെ നമുക്ക് ഓരോ പാഠഭാഗങ്ങൾ കടന്നു പോകുമ്പോൾ പാഠഭാഗങ്ങളിൽ നിന്നുള്ളത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളതാണ് അതൊക്കെ. ഇനി പുറമേ നിന്ന് ഞാൻ വെറുതെ എക്സാമ്പിളുകൾ കാണിച്ചു തരുന്നേക്കാൾ നല്ലത് നമ്മൾ പഠിക്കുന്നതിൽ പാഠഭാഗങ്ങളിൽ നിന്ന് തരും നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്ന. അപ്പോൾ നമുക്ക് അവിടെ വരാൻ ചാൻസ് ഉള്ളതാവുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ നാളത്തെ ക്ലാസ് കൊണ്ട് കുറച്ചും കൂടി നിങ്ങൾ ബെറ്റർ ആയിട്ട് വരും. ഓക്കെ അല്ലേ മക്കളെ? യെസ്. അപ്പോൾ നാളെ നമ്മൾ എന്തൊക്കെയും കാണും, നമ്മൾ ഓരോ പാഠഭാഗങ്ങളിലൂടെ ഇങ്ങനെ നമ്മൾ സഞ്ചരിക്കും കേട്ടോ. ഓരോ പാഠഭാഗങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് നമ്മുടെ ഗ്രാമർ സെക്ഷനിൽ നിന്ന് നമ്മൾ കൈകാര്യം ചെയ്യാനുള്ള ഭാഗങ്ങൾ കൂടി നമ്മൾ കാണുക മാത്രമല്ല നമ്മൾ നാളെ തന്നെ ഇരുന്ന് പഠിക്കും. ഓക്കെ, പഠിക്കും. യെസ്. CBSE-കാർക്ക് പിന്നെയും കുറച്ചും കൂടി ഞാൻ കണ്ടിടത്തോളം പോയിറ്റിനെ കുറിച്ചിട്ട് കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? യെസ്. അതായത് ഇപ്പോൾ എഴുതിയ വ്യക്തിയെ കുറിച്ചിട്ട് കുറച്ചുകൂടി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടി വരും തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ കൂടുതൽ ചോദ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ അതിൽ നിന്ന് കുറച്ച് കൂടുതൽ കണ്ടിട്ടുണ്ട്. ചട്ടമ്പിസ്വാമികൾ, യെസ്, ചട്ടമ്പിസ്വാമികൾ എന്ന് പറഞ്ഞ പാഠഭാഗം പറഞ്ഞു തരാം. അതെന്തുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് മനസ്സിലായത്. കുറേ ഇല്ലേ, അതാണ് വായിക്കാനുള്ള മടി, അത്രേ ഉള്ളൂ, എനിക്കറിയാം. ഓക്കെ, ചട്ടമ്പിസ്വാമികൾ എന്ന് പറഞ്ഞ പാഠഭാഗവും പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ അതൊന്നും പേടിക്കണ്ട, നാളെ നമുക്ക് അതൊക്കെ സെറ്റ് ചെയ്തിട്ടേ പോവും. ഓക്കെ, നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് മലയാളം പരീക്ഷയ്ക്ക് വിടും. ബാക്കി എല്ലാ പരീക്ഷയ്ക്കും അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾ പോണേ, അതുപോലെ തന്നെ മലയാള പരീക്ഷയെ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ എഴുതും. ഓക്കെ, യെസ്. എന്താണ് കവിയെ പറ്റി കുറേ ക്വസ്റ്റ്യൻ ഉണ്ട്. യെസ്, അല്ലേ, കവിയെ പറ്റിയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അല്ലേ? ഇന്ന കവിയുടെ രചനയൊക്കെ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവും അല്ലേ? കൃതികളുടെ പേരൊക്കെ ചോദിക്കണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും എഴുത്തുകാരുടെ കൃതിയുടെ പേരുകൾ ചോദിക്കുന്നുണ്ട് അല്ലേ? യെസ്. അപ്പൊ അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അതും പഠിക്കാം. എന്ത് പഠിക്കാം നമുക്ക്. ഓക്കെ, എന്ത് പഠിക്കാം മക്കളെ. ഓക്കെ, അതൊന്നും നിങ്ങൾ പേടിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, കുറേ ആൾക്കാർക്കൊക്കെയും ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ, ലാംഗ്വേജ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, മലയാളം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വേറെ കവിനെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ടോ, പുറമേ നിന്നൊക്കെ വരുന്നുണ്ടായിരിക്കും അല്ലേ? യെസ്, നോക്കാം. നമുക്ക് കുറച്ചൊക്കെ നമുക്കിങ്ങനെ നോക്കാം കേട്ടാ.
നാളെ നമുക്ക് സംസാരിക്കുമ്പോൾ ആ പാഠഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോവാം മക്കളെ. അപ്പോൾ പിന്നെ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർന്നോളും. ഓക്കെ, അപ്പോൾ 2 ക്ലാസ്സുകൾ മലയാളത്തിന് കൊടുക്കുമ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചത് ഇങ്ങനെ തന്നെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ഈ ഗ്രാമർ പോലുള്ള സംഭവങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പിന്നത്തെ ഒരു രീതിയിലേക്ക് വരുമ്പോൾ പാഠഭാഗങ്ങളിലേക്ക് കൂടുതൽ കടന്ന് ഒന്ന് ഓടിച്ചു പോകാമെന്ന് വിചാരിച്ചത്. അത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരമായിരിക്കും പരീക്ഷയുടെ സമയം ആയതുകൊണ്ട് തന്നെ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ ക്യാച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന രീതിയിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അതായത് കഥ മുഴുവനായിട്ട് പറഞ്ഞു തരല്ല, നമുക്കൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുക, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് സംസാരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു മക്കളെ? ഇന്നത്തെ ക്ലാസ് അടിപൊളിയായിരുന്നാ? മനസ്സിലായ? അപ്പോൾ സാറ് വീണ്ടും പറയാണ്, നമ്മൾ പഠിക്കുന്നത് നിങ്ങൾ വിചാരിക്കും എന്തോ വലിയൊരു സംഭവമാണ്. ഇപ്പൊ ഞാൻ പലർക്കും ഇപ്പോൾ വിചാരണ്ടായിരിക്കും ഈ പ്രയോഗം, അയ്യോ കർത്തരി പ്രയോഗം, കർമ്മണി പ്രയോഗം എനിക്ക് പറ്റില്ല, അയ്യോ അങ്കിവാക്യം, അയ്യോ ഇത് അങ്ങനെ ചിലപ്പോൾ നമുക്ക് എന്തുണ്ടായിരിക്കും, ഒരു തോന്നലുണ്ടായിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ കണ്ടില്ലേ, നമ്മളൊരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റിലാണ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു തന്നെ, അല്ലേ? നമ്മളൊരു 5 മിനിറ്റിൽ നമുക്ക് ഇന്ന് പഠിച്ച് 5 മിനിറ്റ് പോലും വേണ്ട, നമ്മൾ ഇന്ന് പഠിച്ച ഈ ഗ്രാമർ സെക്ഷനുകളൊക്കെ നമ്മൾക്ക് ഒന്ന് എന്ത് ചെയ്യാനായിട്ട്, പഠിക്കാനും മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അടിപൊളിയായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് അത്ര നൈസായിട്ട് നല്ല സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതുപോലെ തന്നെ പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മലയാളമാണ് എന്ന് വിചാരിച്ചാൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. എല്ലാ സബ്ജക്റ്റുകൾക്കും അതിൻ്റെതായുള്ള പ്രാധാന്യം കൊടുക്കുന്ന പോലെ തന്നെ മലയാളത്തിനെയും കൂട്ടിച്ചേർത്ത് വെക്കുക കേട്ടാ. നിങ്ങൾ ഉപയോഗിക്കണതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ CBSE ആയിക്കൊണ്ട് തന്നെ കൂടുതൽ മലയാളത്തിലേക്ക് അങ്ങനെ അടുപ്പം കുറവായിരിക്കും അല്ലേ? അങ്ങനെയൊന്നും ഇല്ല മലയാളത്തിൽ ഇല്ല എന്നാണ് പറയുന്നത്, അടുപ്പേ ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അടുപ്പേ ഇല്ല. ഓക്കെ, അങ്ങനെയൊന്നുമല്ല, നമ്മുടെ മാതൃഭാഷയാണ് അല്ലേ? നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിന് എന്നും ചേർത്ത് വെക്കണം, നമ്മുടെ നെഞ്ചോട് തന്നെ ചേർത്ത് വെക്കണം. ഇത് സാറ് പറയണമെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സാറ് മലയാളം കൂടിയാണല്ലോ, അപ്പൊ അതുകൊണ്ട് സാറെ എവിടെ കിട്ടിയാലും സാർ ഇങ്ങനെ പഠിക്കും. ഓക്കെ, അപ്പൊ മക്കളെ, അപ്പൊ അടിപൊളിയായിട്ടിരിക്കുക, ഉഷാറായിട്ടിരിക്കുക. സാർ നമുക്കിപ്പോൾ അതൊക്കെ വൈൻഡ് അപ്പ് ചെയ്യല്ലേ? ഓക്കെ, യെസ്. അപ്പോൾ മക്കളെ അടിപൊളിയായിട്ട് ഉഷാറായിട്ടിരിക്കുക. എന്നും പറയുന്ന പോലെ തന്നെ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണൽ കുറവാണെങ്കിൽ പോലും കാണുമ്പോൾ ഒക്കെ പറയുന്ന പോലെ തന്നെ യെസ് സാർ ഹാപ്പി അല്ലേ എന്നല്ലേ? യെസ്, അതാണ് ഞാൻ എല്ലാവരോടും ചോദിക്കും, എന്താ മക്കളെ ഹാപ്പി അല്ലേ, ഉഷാറല്ലേ അല്ലേ? എനിക്കിത് തിരിച്ചൊരു ചോദ്യം വന്ന് നോക്കുകയാണ്, സാർ ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പിയാണ്, ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു മക്കളെ. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് ഉഷാറായിട്ടിരിക്കുക. നാളെ നമുക്ക് എല്ലാവർക്കും കാണില്ലേ? നാളെ എൻ്റെ എല്ലാ മക്കളും അടിപൊളിയായിട്ട് ഇവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും ഓക്കെ എൻ്റെ മക്കള് അടിപൊളിയായിട്ട് ഇരിക്കുക. യെസ്.